A for apple, B for ball, C for cat. ഇനി ഇതെല്ലാം പഠിച്ചിട്ട് വേഗം കിടന്നുറങ്ങണം. അയ്യോ, എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. എനിക്ക് തോന്നിയതാണോ ഇനി? അല്ല, എന്തോ ഒരു ശബ്ദം കേട്ടു ഞാൻ. നീയാണോ ശബ്ദം ഉണ്ടാക്കി എന്നെ പേടിപ്പിക്കുന്നത്? നിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും എന്തായാലും. ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് എന്നെ പേടിപ്പിക്കുന്നത്. ഡാ, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ പീക്കിരി പീക്കിരി എന്ന് വിളിക്കരുതെന്ന്. ഞാൻ നിന്റെ ചേച്ചിയല്ലേടാ. നീ എന്തിനാ എന്നെ പേടിപ്പിക്കുന്നത്? പേടിപ്പിക്കാനോ? നിന്റെ പഠിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് കിടക്കാൻ വരാൻ പറയാൻ വന്നതാണ് ഞാൻ. എന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞതാണ്, പക്ഷെ ഞാൻ ഇവിടെ എന്തോ ശബ്ദം കേട്ടു. നീ വേണ്ടാതെ ഓരോന്ന് പറഞ്ഞ് സമയം കളയാതെ വന്ന് കിടക്കാൻ നോക്ക്. വരാനാ പറഞ്ഞത് നിന്നോട്. ഞാൻ വരുന്നുണ്ട്. ഡാ കുഞ്ചൂസേ, വന്ന് കിടക്ക്. ചേച്ചി, നീ ശരിക്കും നേരത്തെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയിരുന്നോ? നിന്നോടല്ലേ ഞാൻ പറഞ്ഞതില്ലാന്ന്. എന്താടാ ഇക്രു ആ ശബ്ദം കേൾക്കുന്നത്? അയ്യോ, എനിക്ക് പേടിയാവുന്നടാ. അപ്പൊ ചേച്ചിക്കും എന്നെ പോലെ തന്നെ പേടിയാണോ? ഇനി വല്ല കള്ളനും വന്നതാണോ? വാ ചേച്ചി, നമുക്കൊന്ന് നോക്കി നോക്കാം. മിണ്ടാതിരിയടാ, എനിക്ക് പേടിയാവുന്നു. അയ്യോ അമ്മേ. വാ ചേച്ചി, നമുക്കൊന്ന് നോക്കി നോക്കാം. എനിക്കും പേടിയാവുന്നുണ്ട്. അയ്യോ കുഞ്ചൂസേ, നീ ഇവിടുന്ന് പോയോടാ? ഇങ്ങോട്ട് നോക്ക് ചേച്ചി. കുഞ്ചൂസേ, ശരിക്കും എനിക്ക് പേടിയാവുന്നടാ. എന്താടാ ആ ശബ്ദം കേട്ടത്? അതല്ലേ പറഞ്ഞത് നമുക്ക് നോക്കി നോക്കാമെന്ന്. ചേച്ചി, എന്താണ് നമ്മൾ കേട്ട ശബ്ദം? എനിക്കറിയില്ലടാ എന്താണ് കേട്ട ശബ്ദമെന്ന്. ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ ചേച്ചി, എന്നെ ആരോ തൊടുന്നു. ചേച്ചി ഒന്ന് നോക്ക്, എന്നെ ആരോ തൊടുന്നു. മിണ്ടാതിരിയടാ മണ്ട, എന്നെയും കൂടെ നീ പേടിപ്പിക്കാതെ. അയ്യോ ചേച്ചി, ഒന്ന് നോക്ക്, എന്നെ ആരാ തൊടുന്നതെന്ന്. എനിക്ക് പേടിയാവുന്നു ചേച്ചി. എവിടെയൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. എന്നെ തൊട്ട ചേച്ചിയുടെ മുടിയായിരുന്നു. ഇവിടെയൊന്നും ആരുമില്ല, നമുക്ക് തോന്നിയതാന്ന് തോന്നും ചേച്ചി. അതല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്. വാ, നമുക്ക് പോയി കിടന്നുറങ്ങാം. ഇങ്ങോട്ട് വാ നീ. അയ്യോ ചേച്ചി, അങ്ങോട്ടല്ല നമ്മുടെ റൂം, ഇങ്ങോട്ടാണ്. ചേച്ചി ഇത് എങ്ങോട്ടേക്കാ പോകുന്നത്? ഇന്ന് ശശിയായെങ്കിൽ ഇങ്ങോട്ട് വാ, നമുക്ക് പോയി കിടന്നുറങ്ങാം. മമ്മി, ഇപ്പൊ വണ്ടി വരും. വേഗം ഞങ്ങളുടെ ഫുഡ് താ. ദാടാ കുഞ്ചൂസേ ഫുഡ്. വേഗം കഴിച്ച് സ്കൂൾ പോകാൻ നോക്ക്. അവളെവിടെ? പിങ്കി വന്നില്ലേ ഭക്ഷണം കഴിക്കാൻ? നീ പിങ്കി, വന്ന് ഭക്ഷണം കഴിക്ക്. ആ മമ്മി, ഞാൻ വന്നു. എന്നാലും ചേച്ചി, ഇന്നലെ എന്തായിരുന്നു നമ്മൾ ആ കേട്ട ശബ്ദം? നമ്മൾ വെറുതെ പേടിച്ചു അല്ലേ ചേച്ചി? അതെ, നമ്മൾ വെറുതെ പേടിച്ചു. ചേച്ചി, നമ്മുടെ വണ്ടി വന്നു, നമുക്ക് പോകാം. മമ്മി, ഞങ്ങൾ പോകുന്നാണേ, ഞങ്ങളുടെ വണ്ടി വന്നു. സൂക്ഷിച്ചു പോകണേ മക്കളെ. ചിഞ്ചു, നീ ഒരു കാര്യം അറിയോ? ഇന്നലെ ഞാനും കുഞ്ചൂസും കൂടെ കിടക്കാൻ നേരത്ത് എന്തോ ഒരു ശബ്ദം കേട്ടു. എന്ത് ശബ്ദം? അറിയില്ല, വല്ല കള്ളനോ പ്രേതമോ എന്താണെന്നൊന്നും അറിയില്ല. ഞങ്ങൾ ആകെ പേടിച്ചു പോയി. നീ വെറുതെ തള്ളാതെടി. തള്ളിയതല്ലടി, ശരിക്കും ഞങ്ങൾ ശബ്ദം കേട്ടതാണ്. പിന്നെ വെറുതെ ഓരോന്ന് പറയുന്നു. നീ വേണമെങ്കിൽ കുഞ്ചൂസിനോട് ചോദിച്ചു നോക്ക്. ശരിക്കും ഞങ്ങളൊരു ശബ്ദം കേട്ടു, എന്നിട്ട് ഞങ്ങൾ പേടിച്ചു പോയി. കുഞ്ചൂസിന്റെ ക്ലാസ്സിലെ ടോമി അല്ലേ വരുന്നത്? ആര്? ടോണിയോ? ടോണി അല്ലടി, ടോമി. അവന് ഭയങ്കര കുരുത്തക്കേടാ. എവിടെ അവൻ? അതാ അവിടെയുണ്ട്. അവൻ ഇങ്ങോട്ടേക്ക് തന്നെയാ വരുന്നത്. അയ്യോ അമ്മ, എനിക്ക് എന്താണ് സംഭവിച്ചത്? എടി ചിഞ്ചു, എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്ക്. അയ്യോ പിങ്കി, നിനക്ക് എന്ത് സംഭവിച്ചു? നിന്നെ അവൻ തള്ളിയിട്ടതാണോ? അതെ, അവൻ എന്നെ തള്ളിയിട്ട് ഓടിക്കളഞ്ഞതാണ്. സാരമില്ല, നീ കരയണ്ട. നിനക്കെന്തെങ്കിലും പറ്റിയോ? അവൻ എന്തായാലും ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. സാരമില്ല, നീ കരയണ്ട. ആരും കണ്ടില്ല. ആരും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. വാ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കുഞ്ചൂസേ, നീ ഒരു കാര്യം അറിയോ? ഇന്ന് നിന്റെ ക്ലാസ്സിലത്തെ ടോമി ഇല്ലേ, അവൻ എന്റെ മുടി വലിച്ച് താഴേക്കിട്ടു. എന്തിനി? അറിയില്ല. അവനിക്ക് ഭയങ്കര കുരുത്തക്കേടാണ് ചേച്ചി. അവൻ എപ്പോഴും ഓരോരോ കുരുത്തക്കേട് കളിച്ചുകൊണ്ട് നിൽക്കും. ഞങ്ങളുടെ ക്ലാസ്സിൽ ആർക്കും അവനെ ഇഷ്ടമല്ല. ചേച്ചിക്ക് എന്നിട്ട് വേദനിച്ചോ? വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. പക്ഷെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ?
കുറവല്ലേ? എന്റെ ചേച്ചി, ഈ ചേച്ചിയെ കൊണ്ട് ഞാൻ തോറ്റു. വാ, നമുക്ക് അകത്തേക്ക് പോകാം. മമ്മി വിളിക്കുന്നുണ്ടാകും. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിലെ കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിലെ കല്യാണം. ഈച്ച വിളമ്പം ഉപ്പേരി, പൂച്ച വിളമ്പം പുളിശ്ശേരി. നാക്കില നീട്ടിയിരുന്നാട്ടെ, ആന വിളമ്പും ചമ്മന്തി. അങ്ങനെയായിരുന്നു ആ സോങ്. അയ്യോ, അതെന്താണ് ഒരു ശബ്ദം കേട്ടത്? അയ്യോ, ഇന്നത്തെ ശബ്ദം തന്നെയല്ലേ കേൾക്കുന്നത്? അയ്യോ അയ്യോ അയ്യോ, അമ്മേ ഓടിവാ. ചേച്ചി, എന്താ ഇവിടെ സംഭവിക്കുന്നത്? എനിക്കറിയില്ലടാ, ഇന്നലത്തെ അതേ ശബ്ദം ഞാൻ അകത്ത് നിന്ന് കേട്ടു. അയ്യോ ചേച്ചി, ഞാനും കേട്ടു. അയ്യോ ചേച്ചി, എനിക്ക് പേടിയാവുന്നു, എന്നെ രക്ഷിക്ക്. നീ ആദ്യം എന്നെ രക്ഷിക്കടാ, എനിക്ക് പേടിയാവുന്നു. അയ്യോ ചേച്ചി, ഇനി നമ്മൾ എന്ത് ചെയ്യും? മമ്മി മമ്മി ഓടിവാ. എന്താ രണ്ടാളും ഇവിടെ ചെയ്യുന്നത്? അയ്യോ മമ്മി, ഞങ്ങളെ രക്ഷിക്ക്. എന്താ, എന്ത് പറ്റി? മമ്മി, ഞങ്ങളൊരു ശബ്ദം കേട്ടു. ഇന്നലെ ഞങ്ങൾ ആ ശബ്ദം കേട്ടു. എന്ത് ശബ്ദം? അറിയില്ല മമ്മി, എന്ത് ശബ്ദമാണെന്ന്. ആരോ ഞങ്ങളെ പേടിപ്പിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. വെറുതെ ഓരോന്നും ആലോചിച്ച് നിന്നുകൊള്ളും. രണ്ടും പോയി കിടക്കാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ ആ ശബ്ദം ഞാനും കേൾക്കില്ല. രാവിലെ സ്കൂൾ പോകേണ്ടതല്ലേ, വേഗം പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഞങ്ങൾ ഇന്ന് മമ്മിയോടൊപ്പം കിടക്കാമെന്നാൽ. വേണ്ട, അത്ര പേടി പറ്റില്ലല്ലോ. വെറുതെ ഓരോന്നും ആലോചിച്ച് നിന്നുകൊള്ളു. വേഗം പോയി കിടക്കാനാ പറഞ്ഞ നിങ്ങളോട്. ദാ കുഞ്ചൂസ്, എന്നാൽ നീ എന്റെ കൂടെ കിടക്കുമോ? ചേച്ചി എന്നാൽ എന്റെ കൂടെ കിടക്കുമോ? എന്നാ വാ, നമുക്ക് രണ്ടാക്കും ഒന്നിച്ച് കിടക്കാം. ഇങ്ങോട്ടേക്ക് വാടാ. എന്നാൽ നമുക്ക് രണ്ടാക്കും കൈപിടിച്ച് പോയി കിടക്കാമല്ലേ ചേച്ചി? ആ, ഇങ്ങോട്ട് വാ ചേച്ചി, ഇവിടെ കിടന്നോ. ആ, നീ കുറച്ച് അങ്ങോട്ട് നീങ്ങി കിടക്ക്. എന്റെ കട്ടിൽ കേടിട്ട് എന്നെ തള്ളിയിടാൻ നോക്കല്ലേ ചേച്ചി. ഇല്ലടാ കുഞ്ചൂസേ, നീ പേടിക്കണ്ട. കുഞ്ചൂസേ, എടാ കുഞ്ചൂസേ, നീ ഉറങ്ങുകയാണോ? അയ്യോ ചേച്ചി, അയ്യോ ചേച്ചി. എന്താടാ കുഞ്ചൂസേ? അയ്യോ ചേച്ചി, ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു കള്ളൻ ഇവിടെ വന്ന് നിന്നിട്ട് കുഞ്ചൂസേ കുഞ്ചൂസേ എന്ന് വിളിക്കുന്നത്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ പേടിപ്പിക്കരുതെന്ന്. മിണ്ടാതെ കിടന്നുറങ്ങാനാ പറഞ്ഞ നിന്നോട്. ചേച്ചി, ഇന്ന് രാത്രി എന്തായാലും നമുക്ക് നമ്മളെ പേടിപ്പിക്കുന്നവനെ കണ്ടുപിടിക്കണം. അതേടാ, നമുക്ക് എന്തായാലും ഇന്ന് കണ്ടുപിടിക്കണം. ആരോ നമ്മളെ മനഃപൂർവ്വം പേടിപ്പിക്കുന്നതാണ്. അതെ ചേച്ചി, നമ്മളുള്ള സ്ഥലത്ത് വന്നല്ലേ അവൻ നമ്മളെ പേടിപ്പിക്കുന്നത്. എന്നാലും ആരായിരിക്കും ചേച്ചി നമ്മളെ പേടിപ്പിക്കുന്നത്? അതെനിക്കറിയാമെങ്കിൽ പിന്നെ ഞാൻ നിന്നോട് ചോദിക്കണോടാ. അതെ, ഞാനെന്തൊരു മണ്ടനല്ലേ ചേച്ചി? വെറുതെയാണോ നിന്നെ എല്ലാവരും മാക്രി കുഞ്ചൂസ് എന്ന് വിളിക്കുന്നത്? കുഞ്ചൂസേ, നീയോ? നിനക്കെന്താ ഇവിടെ കാര്യം? അതെന്താ, എനിക്ക് ഇവിടെ നിന്നൂടെ? നീ ഇവിടെ നിന്ന് നീ എന്തിനാ എന്നെ വിളിച്ചത്? അതെന്താ, നിന്നെ വിളിക്കാൻ പാടില്ലേ? നീ വിളിക്കോ വിളിക്കാതിരിക്കോ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തോ. വാ ചേച്ചി, നമുക്ക് പോകാം. അങ്ങനെ അങ്ങ് പോകല്ലേടാ. നിങ്ങൾ ആരെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടല്ലോ. ഞങ്ങളുടെ സംസാരം എന്തിനാ നീ ഒളിഞ്ഞു നിന്ന് കേട്ടത്? നിന്നോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. നിങ്ങളുടെ സംസാരം ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടതൊന്നുമല്ല. പിന്നെ? അത് ഞാൻ ഇതിലൂടെ പോകുമ്പോൾ കേട്ടതാണ്. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും നീ കേൾക്കാൻ നിൽക്കണ്ട. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ തന്നെ പറ കുഞ്ചൂസേ. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, രണ്ടുപേർക്കും ഞാൻ കാണിച്ചു തരാം. ആ, കാണിക്കാൻ നീ ഇങ്ങോട്ട് വാ. അതിലും വലുത് നിനക്ക് ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നീ പോടാ മാക്രി. നിന്നെയുണ്ടല്ലോ. നീ എന്ത് ചെയ്യാനാ? നീ പോടാ മാക്രി മാക്രി മരമാക്രി മാക്രി മാക്രി മരമാക്രി. എടാ നിന്നെ ഞാൻ. അയ്യോ, വിട്ടുകള ചേച്ചി, അവനോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. നീ പറഞ്ഞത് കൊണ്ട് ഞാൻ വിടുന്നു. വാ, നമുക്ക് പോകാം എന്നാലേ. ആ, വാ പോകാം. ചേച്ചി എന്ത് ചെയ്യുകയാ? ഞാൻ എന്റെ കുൻഫു പ്രാക്ടീസ് ചെയ്യുകയാ. നിന്റെ ക്ലാസ്സിലത്തെ ടോമി ഇനി എന്റെ മുന്നിൽ വന്നാൽ ഞാൻ അവനിക്കിട്ട് നല്ലവണ്ണം പെരുമാറും. അവൻ അറിയില്ല ഈ പിങ്കി ആരാണെന്ന്.
ചേച്ചി ചേച്ചി വെറുതെ തള്ളാതെ. ചേച്ചിക്ക് അറിയാത്തത് അവൻ ആരാണെന്ന്. അവൻ ഭയങ്കര പോക്കിരിയാ, പോക്കിരി. അവനേക്കാൾ വലിയ പോക്കിരിയാ ഞാൻ. നിനക്കറിയാൻ പാടില്ലേട്ടാ, എന്റെ ക്ലാസ്സിൽ ഞാൻ ഭയങ്കര ഒരു സംഭവമാ. ഒന്ന് പോ ചേച്ചി അവിടുന്ന്. അതേടാ, നീ വേണമെങ്കിൽ ചിഞ്ചുവിനോട് ചോദിച്ചു നോക്ക്. അയ്യോ ചേച്ചി, എന്താണ് ഒരു ശബ്ദം കേട്ടത്? അയ്യോ, കള്ളൻ വീണ്ടും വന്നോ? ചേച്ചിയല്ലേ ഭയങ്കര കുൻഫു, പിന്നെ എന്തിനാ ചേച്ചി പേടിക്കുന്നത്? ഞാൻ കുൻഫു ഒക്കെ തന്നെയാ, പക്ഷെ എനിക്ക് ഈ കള്ളനെ ഭയങ്കര പേടിയാ. വാ, നമുക്ക് ധൈര്യം സംഭരിച്ച് നോക്കാം ആരാ വന്നതെന്ന്. ഇനിയാ ടോമി വല്ലതുമായിരിക്കുമോടാ? അറിയില്ല ചേച്ചി, വാ നമുക്ക് നോക്കാം. മമ്മി. എന്താ മോളെ? മമ്മി ഇതെവിടുന്നാ വരുന്നത്? നിങ്ങൾ രണ്ടാളും എന്താ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്? ഞങ്ങൾ ഇപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടു, ആരോ വാതില് തുറക്കുന്നത് പോലെ. ഞാൻ നമുക്ക് കഴിക്കാൻ ഫുഡ് വാങ്ങാൻ പോയതാണ്. നിങ്ങൾ രണ്ടാളെയും കൊണ്ട് ഞാൻ തോറ്റല്ലോ. വെറുതെ ഓരോന്നും ആലോചിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ആര് വരാനാ? രണ്ടും ഇങ്ങോട്ട് ബാ, വന്ന് ഫുഡ് കഴിക്കാലോ. നമ്മൾ വെറുതെ പേടിക്കുന്നല്ലേടാ കുഞ്ചൂസേ? ഞാൻ വെറുതെ ഒന്നല്ല പേടിക്കുന്നത്, വാതില് തുറന്നിട്ടിട്ടാ ഉള്ളത്. ചേച്ചിക്ക് പേടിയാവുന്നില്ലെങ്കിൽ ചേച്ചി ഇവിടെ നിന്നോ, ഞാൻ അകത്തേക്ക് പോകുന്ന, എനിക്ക് പേടിയാവുന്നുണ്ട്. അയ്യോടാ, എന്നെയും കൂട്ടടാ. അവിടെ നിന്ന് പ്രസംഗിക്കാതെ ഇങ്ങോട്ട് വാ ചേച്ചി. രണ്ടുപേര് ഫുഡ് കഴിച്ചെങ്കിൽ വേഗം പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഈ സമയത്ത് ആരാ ബെല്ലടിക്കുന്നത്? ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. ഞങ്ങളും വരാം. അതെ മമ്മി, ഞങ്ങളും വരുന്നു. അല്ല, ആരൊക്കെയായി വന്നത്? നിങ്ങൾ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്? അതെന്താ കമല്, ഞങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ ഒരു മുന്നറിയിപ്പൊക്കെ നൽകണോ? അയ്യോ, അതൊന്നും വേണ്ട ചേട്ടാ, ഇത് നിങ്ങളുടെയും കൂടെ വീടല്ലേ. അമ്മാവനും അമ്മായിയുമായിരുന്നോ വന്നത്? അതെ, നിങ്ങൾ രണ്ടാളും ഇത് എവിടെയായിരുന്നു? ഞങ്ങൾ അകത്തുണ്ടായിരുന്നു. നിങ്ങൾ എന്താ വന്ന കാലിൽ അവിടെ തന്നെ നിൽക്കുന്നത്? നിങ്ങൾ അകത്തോട്ടേക്ക് കയറിവാ. അമ്മു രാജു എന്താ ഒന്നും അനങ്ങാത്തത്? നിങ്ങൾ എത്രയായി ഇവിടെയൊക്കെ നിൽക്കാൻ വന്നിട്ട്? അതവർക്കൊക്കെ യാത്രാ ക്ഷീണമാ. ഒന്ന് ഫ്രഷ് ആയാൽ എല്ലാം റെഡിയാവും. എന്നാ വാ, അകത്തോട്ടേക്ക് പോകാം. ചേച്ചി, എന്താടാ ഇവന്മാർക്ക് എന്താ കണ്ണ് രോഗമാണോ? രണ്ടാളും കണ്ണട വെച്ച് നിൽക്കുന്നത്. മിണ്ടാതിരിയുടെ, അവന്മാർ കേൾക്കും. നിങ്ങൾ എന്താ ഞങ്ങളെ കുറിച്ച് പറയുന്നത്? ഹേയ്, ഒന്നുമില്ല. നിനക്കെന്താടാ വട്ടുണ്ടോ വെറുതെ നോക്കി ചിരിക്കുന്നത്? പിന്നെ നോക്കി ചിരിക്കാണ്ട്. നിന്റെ കോലം കണ്ടാൽ ആരോടാണെങ്കിലും ചിരിച്ചു പോകും. ക്ലോസറ്റ് തേച്ചെന്ന ബ്രഷ് പോലെയുണ്ട് നിന്റെ മുടി കാണാൻ. അധികം വിളച്ചില് വേണ്ട, നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്. നീ ആരാണെങ്കിലും ഞങ്ങൾക്ക് എന്താ? ചേട്ടാ, ഇവനിക്കിനി വട്ടാണോ? എടാ രാജു, ഇവൻ പറഞ്ഞത് ശരിയാണ്. ശരിക്കും നിന്നെ കാണുമ്പോഴില്ലേ, ക്ലോസറ്റ് തേച്ചെന്ന ബ്രഷ് പോലെ തന്നെയുണ്ട്. അധികം തള്ളാൻ നിൽക്കണ്ട. നിങ്ങളുടെ പല്ല് കണ്ടാലേ ക്ലോസറ്റ് പോലെ തന്നെയുണ്ട്. നിങ്ങൾ എന്തായാലും വന്ന കാലിൽ നിൽക്കണ്ട, അകത്തോട്ടേക്ക് വാ. രണ്ടാളും ആ കണ്ണട ഒന്ന് കഴിച്ചു കള. അത് കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നത്. വാ, എന്നാൽ നമുക്ക് അകത്തോട്ടേക്ക് പോകാം. വാ ചേട്ടാ, നമുക്ക് അകത്തോട്ടേക്ക് പോകാം. എന്നാൽ നിങ്ങൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, ഇനി റെസ്റ്റ് എടുത്തിട്ട് നാളെ സംസാരിക്കാം. നിങ്ങൾ രണ്ടാളും ആ റൂമിൽ പോയി കിടന്നോ, കുട്ടികൾ മറ്റേ റൂമിൽ കിടന്നോട്ടെ. ആ ഓക്കെ ചേച്ചി, എന്നാൽ നമുക്ക് രാവിലെ സംസാരിക്കാം. ചേച്ചിയും പോയി കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഡാ കുഞ്ചുസേ. എന്താ അങ്കിൾ? അങ്കിൾ എന്നെ വിളിച്ചിരുന്നോ? ആ, ഞാൻ വിളിച്ചു. ആരും എഴുന്നേറ്റില്ലേ? എല്ലാവരും എവിടെ പോയി? അവരൊക്കെ എഴുന്നേറ്റ് ഫ്രഷ് ആവുന്ന. നിങ്ങൾക്ക് ഇന്ന് സ്കൂളില്ലല്ലോ? ഇല്ല, ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല. എന്നാ നമുക്കൊരു ഔട്ടിങ്ങിന് പോകാം അല്ലേ? ശരിക്കും പോകുന്നുണ്ടോ അങ്കിൾ? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത്? ഔട്ടിങ്ങിനൊക്കെ പോകാനല്ലേ ഞങ്ങൾ വന്നത്. നമുക്ക് കുറച്ചു ദിവസം അടിച്ച് പൊളിക്കാന്നേ. ചേച്ചി വേഗം റെഡിയാവ്, നമ്മൾ പുറത്തു പോകുന്ന. ഈ ചെറുക്കന്റെ ഒരു കാര്യം. എന്താ രണ്ടാക്കും ബീച്ചൊക്കെ ഇഷ്ടപ്പെട്ടോ? അതെന്ത് ചോദ്യം അങ്കിൾ, ബീച്ച് സൂപ്പർ അല്ലേ? അമ്മു രാജു എവിടെ? അതാ അവരവിടെ നിന്ന് കാറ്റ് കൊള്ളുന്നുണ്ട്. വാ ചേച്ചി, നമുക്കും അവരെടുത്ത് പോകാലോ. നല്ല കാറ്റുണ്ടല്ലേ അമ്മു ഇവിടെ? അതെ അതെ, നല്ല കാറ്റുണ്ട്. ചേട്ടാ, അതാ അവര് വരുന്നുണ്ട്. ബ്രഷ് നിങ്ങൾ എന്താക്കുക ഇവിടുന്ന്? ബ്രഷോ? പിന്നല്ലാതെ
ബ്രഷ് എന്നല്ലാണ്ട് പിന്നെ ഇവരെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? എനിക്ക് ഇവരെ കാണുമ്പോൾ ചിരി വരുന്നു. അയ്യോ, നിനക്ക് ബ്രഷ് ആയിട്ടല്ലേ തോന്നുന്നത്? എന്നാ എനിക്ക് ഇവനെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഷോക്കടിച്ച മുടി. വിറ്റെന്നെ വിറ്റ്. ദാ കരിമാക്രി, കൂടുതൽ വിളച്ചൽ എടുക്കണ്ട കേട്ടോ. കരിമാക്രിയോ? നല്ല പേരായിക്ക്. ഞാൻ ഇവനെ മരമാക്രി എന്നാ വിളിക്കല്. നീ ഇവനെ കരിമാക്രി എന്നാണോ വിളിക്കുന്നത്? ചേച്ചിയും എന്നെ കളിയാക്കുകയാണോ? സാരമില്ലടാ കരിമാക്രി, നമുക്ക് വെള്ളത്തിന്ന് കളിക്കാലോ. വാ, നീ വിട്ടുകള. വാ, എന്നാൽ നമുക്ക് എല്ലാവർക്കും വെള്ളത്തിന്ന് കളിക്കാലോ. അതിന് നമുക്ക് ഇങ്ങോട്ടാണോ പോകേണ്ടത് അല്ലെങ്കിൽ അങ്ങോട്ടാണോ? വാ, നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം ഏത് ഭാഗത്താണ് നല്ല സ്ഥലമെന്ന്. ദാ ഒരു ചേട്ടൻ വരുന്നുണ്ട്, അയാളോട് ചോദിക്കാം നമുക്ക്. ചേട്ടാ, ഇതേതാ വഴി? അത് ഇതിലൂടെ പോകുന്ന വഴി തന്നെ. അതല്ല ചോദിച്ചത്, ഈ വഴി പോയാൽ എങ്ങോട്ടേക്കാ എത്തുക? അതങ്ങോട്ടേക്ക് തന്നെ എത്തും. ഇയാൾക്ക് വട്ടാണോ? അതല്ല ചേട്ടാ, ഈ വഴി എങ്ങോട്ടേക്കാ പോകുന്നത്? ആ വഴി അങ്ങോട്ടേക്ക് തന്നെ. ഇയാൾക്ക് വട്ടാണെന്നാ തോന്നുന്നത്. നമുക്ക് തന്നെ മുന്നോട്ടേക്ക് ചെന്ന് നോക്കാം. നിങ്ങൾക്ക് എങ്ങോട്ടേക്കാ പോകേണ്ടത്? ഞങ്ങൾക്ക് എങ്ങോട്ടേക്കും പോകണ്ട, നിങ്ങളൊന്ന് ഇവിടുന്ന് മാറി തന്നാ മതി. വാടാ, നമുക്ക് പോകാം. രക്ഷപ്പെട്ടൂലേ? അയാൾക്ക് ശരിക്കും വട്ടാണെന്നാ തോന്നുന്നത്. അതെ അതെ. എന്ത് ഭംഗിയുള്ള സ്ഥലമല്ലേ ഇത്. നമുക്ക് കളിക്കാലോ. എന്ത് കളിയാ നമ്മൾ കളിക്കുക? നമുക്ക് ചോദ്യം ചോദിച്ച് കളിച്ചാലോ? അത് നല്ല രസമുണ്ടാകും. ആരാദ്യം ചോദിക്കും? ഞാൻ ചോദിക്കാം. ലാ പോയാൽ കുഴപ്പമാകുന്ന അപ്പമേതാണ്? അതേതപ്പമാണ്? തോറ്റോ നിങ്ങളെ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ തോറ്റു, എനിക്കറിയില്ല. കുഴലപ്പമാണ്, കുഴലപ്പം. ഇതെന്ത് ചോദ്യാടാ നീ ചോദിക്കുന്നത്? എന്നാൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ആദ്യം തുരങ്കമുണ്ടാക്കിയത് ആര്? അത് പണ്ട് കാലത്തെ കൽപ്പണിക്കാരായിരിക്കും. അല്ലടാ മണ്ട, അത് പെരിച്ചാഴിയാ, പെരിച്ചാഴി. ശരിക്കും വട്ട് നിനക്കാ. മതി കളിച്ചത്, വാ നമുക്ക് പോകാം. എനിക്ക് വട്ടേ ഉള്ളൂ, പക്ഷെ നിങ്ങളെല്ലാം മണ്ടന്മാരാണ്, മണ്ടന്മാർ. നിങ്ങളെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്കെന്തെന്നാണ് തോന്നുന്നത്? ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നത്. മതി കളിച്ചത്, എന്താണ്ട് വാ ഇങ്ങോട്ട്, നമുക്ക് പോകാം. നിക്ക് പിങ്കി, നമുക്ക് ഇവനോടൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. ഇവൻ ഉത്തരം അറിയാമെന്ന് നോക്കാലോ. ചോദിച്ചോ, നിങ്ങൾ ചോദിച്ചോ. എന്നാൽ നീ പറ, പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി ഏതാണ്? അതെനിക്കറിയാം, കൺമഷിയല്ലേ, കൺമഷി. തോന്നുന്നത്. അതെ അതെ. എന്ത് ഭംഗിയുള്ള സ്ഥലമല്ലേ ഇത്. നമുക്ക് കളിക്കാലോ. എന്ത് കളിയാ നമ്മൾ കളിക്കുക? നമുക്ക് ചോദ്യം ചോദിച്ച് കളിച്ചാലോ? അത് നല്ല രസമുണ്ടാകും. ആരാദ്യം ചോദിക്കും? ഞാൻ ചോദിക്കാം. ലാ പോയാൽ കുഴപ്പമാകുന്ന അപ്പമേതാണ്? അതേതപ്പമാണ്? തോറ്റോ നിങ്ങളെ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ തോറ്റു, എനിക്കറിയില്ല. കുഴലപ്പമാണ്, കുഴലപ്പം. ഇതെന്ത് ചോദ്യാടാ നീ ചോദിക്കുന്നത്? എന്നാൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ആദ്യം തുരങ്കമുണ്ടാക്കിയത് ആര്? അത് പണ്ട് കാലത്തെ കൽപ്പണിക്കാരായിരിക്കും. അല്ലടാ മണ്ട, അത് പെരിച്ചാഴിയാ, പെരിച്ചാഴി. ശരിക്കും വട്ട് നിനക്കാ. മതി കളിച്ചത്, വാ നമുക്ക് പോകാം. എനിക്ക് വട്ടേ ഉള്ളൂ, പക്ഷെ നിങ്ങളെല്ലാം മണ്ടന്മാരാണ്, മണ്ടന്മാർ. നിങ്ങളെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്കെന്തെന്നാണ് തോന്നുന്നത്? ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നത്. മതി കളിച്ചത്, എന്താണ്ട് വാ ഇങ്ങോട്ട്, നമുക്ക് പോകാം. നിക്ക് പിങ്കി, നമുക്ക് ഇവനോടൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. ഇവൻ ഉത്തരം അറിയാമെന്ന് നോക്കാലോ. ചോദിച്ചോ, നിങ്ങൾ ചോദിച്ചോ. എന്നാൽ നീ പറ, പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി ഏതാണ്? അതെനിക്കറിയാം, കൺമഷിയല്ലേ, കൺമഷി. വെറുതെ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് തോൽക്കാൻ നിൽക്കണ്ട. വാ പോരി. ഇന്ന് ബീച്ചിൽ പോയിട്ട് നല്ല രസമുണ്ടായിരുന്നു അല്ലേ? അതെ അതെ, നല്ല രസമുണ്ടായിരുന്നു. അയ്യോ,
എന്ത് ശബ്ദമാത്? അറിയില്ല, 2 ദിവസമായി ഈ ശബ്ദം കൊണ്ട് ഞങ്ങൾ പേടിക്കുന്നു. പേടിക്കാനോ? എന്തിന്? എന്നെയും കുഞ്ചൂസിനെയും പേടിപ്പിക്കാൻ ഇവിടെ എപ്പോഴും രാത്രി ആരോ വരുന്നുണ്ട്. ആര് വരാൻ? ഡി പിങ്കി, ആരാ ഇവിടെ വരാനുള്ളത്? അറിയില്ലടാ ആരാ വരുന്നതെന്ന്. ഞങ്ങൾക്ക് ഭയങ്കര പേടിയാ. എന്നിട്ട് ഇത് ചിലപ്പോൾ നമ്മളെ കുഞ്ചൂസ് പറ്റിക്കുന്നതായിരിക്കും. അവൻ എവിടെ? പറഞ്ഞ പോലെ അവൻ എവിടെ? കുഞ്ചൂസേ, ദാ കുഞ്ചൂസേ, നീ എവിടെ? ദാ കുഞ്ചൂസേ, നീയാണോ ഞങ്ങളെ പേടിപ്പിക്കുന്നത്? കുഞ്ചിയമ്മ ഈ കഞ്ചു മക്കളാണ്, അഞ്ചാമൻ പഞ്ചാര കുഞ്ചുവാണ്, പഞ്ചാര വിറ്റ് നടന്ന കുഞ്ചു. നിങ്ങൾ എന്താ എല്ലാവരും ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നത്? എന്ത് പറ്റി ചേച്ചി? ദാ, അപ്പൊ നീ ശബ്ദമൊന്നും കേട്ടില്ലേ? ഇന്നലത്തെ അതേ ശബ്ദം ഇന്നും ഞങ്ങൾ കേട്ടു. ചേച്ചി വെറുതെ അതും ആലോചിച്ച് നിന്നിട്ടാ. ഞാൻ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. അയ്യോ, ചേച്ചി വെറുതെ പറഞ്ഞതല്ല, അതാ ശബ്ദം കേൾക്കുന്നു. അതെവിടുന്നാ ശബ്ദം വരുന്നത്? അറിയില്ല, വാ നമുക്ക് ചെന്ന് നോക്കിയാലോ. എനിക്ക് പേടിയാടാ. അയ്യോ, എനിക്ക് പേടിയാ. വെറുതെ നിന്ന് കരയില്ലേ, നമുക്ക് ചെന്ന് നോക്കാം. അതെ, നമ്മൾ 4 ആളില്ലേ, നമുക്കൊന്ന് ചെന്ന് നോക്കാം. എന്നാൽ മുന്നിൽ നീ നടക്ക്. ഞാനോ? ചേച്ചിയല്ലേ മൂത്തത്, ചേച്ചി നടക്ക് മുന്നിൽ. ഞാനോ? എനിക്ക് പേടിയാണ്, ഞാൻ നടക്കില്ല. ദാ ബ്രഷേ, നീ നടക്കെന്നാൽ മുന്നിൽ. ഞാനില്ല, ഞാനിവിടുത്തെ അതിഥിയല്ലേ, നിങ്ങളല്ലേ വീട്ടുകാർ, നിങ്ങൾ തന്നെ നടക്ക്. ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? വാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നടക്കാം. വാ എന്നാൽ. വാ, ശബ്ദമുണ്ടാക്കാതെ മുന്നോട്ട് ചെന്ന് നോക്കാം. അതെ, നീ പോയി വാതിൽ തുറക്ക്. ആര്? ആരെങ്കിലും പോയി വാതിൽ തുറക്ക്, നമുക്ക് മെല്ലെ നോക്കാം. അയ്യോ, ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ, നമുക്ക് ചുറ്റും ഒന്ന് നോക്കാം. അതെ, ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. പിന്നെ നമ്മൾ ദിവസം എന്ത് ശബ്ദമാ കേൾക്കുന്നത്? അറിയില്ല, നമുക്കൊന്ന് അപ്പുറം ചെന്ന് നോക്കിയാലോ, മുറ്റത്ത്. വാ എന്നാൽ നമുക്കൊന്ന് ചെന്ന് നോക്കാം. അയ്യോ, എന്നെയും കൂട്ടി. ചേച്ചി, അവിടെ ഒരു നിഴൽ കാണുന്നുണ്ടല്ലോ. അയ്യോ, നിഴലോ? ആരുടെ നിഴല്? നിങ്ങൾ ഇങ്ങനെ ശബ്ദമുണ്ടാക്കാതെ നമുക്ക് നോക്കാം ആരുടെ നിഴലാണെന്ന്. മെല്ലെ ചെന്ന് നോക്ക് ആരാണെന്ന്. വാ, നമുക്ക് നോക്കാം. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. അയ്യോ, ഭൂതം! അയ്യോ, ഭൂതമോ എവിടെ? അയ്യോ, അവിടെ ആരോ ഇരിക്കുന്നുണ്ട്. ആരി! അയ്യോ, അവിടെ ആരോ ഇരിക്കുന്നുണ്ട്. എവിടെ? അതാ അവിടെ. ആരാ അത്? നീ ചെന്ന് നോക്ക് ആരാതെന്ന്. ഞാനോ? ആ, നീ തന്നെ. എന്താ, നിനക്ക് പേടിയാണോ? എനിക്കൊരു പേടിയുമില്ല, എനിക്ക് ഭയങ്കര ധൈര്യ. ഞാൻ ചെന്ന് നോക്കാം. ദാ കുഞ്ചു, നീ തന്നെയാണോ പറയുന്നത്? അതെ, ഞാൻ തന്നെയാ. നിങ്ങൾക്ക് എപ്പോഴും എന്നെ കളിയാക്കലല്ലേ, എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ കാണിച്ചു തരാം എന്റെ ധൈര്യം. വേണ്ടടാ കുഞ്ചൂസേ. ദാ കുഞ്ചൂസേ, പോകണ്ട. ഞാൻ പോകും. ദാ കുഞ്ചൂസേ, നിന്നോടാ പറഞ്ഞത് പോകണ്ടെന്ന്. അയ്യോ, ഇവനെ എന്ത് ഭാവിച്ചിട്ടായി പോകുന്നത്? അയ്യോ, പ്രേതോ! അയ്യോ, എന്റെ തല! നിനക്ക് എന്ത് പറ്റിയടി? കുന്തം, നോക്കി നിൽക്കാതെ പിടിച്ച് എഴുന്നേൽപ്പിക്കടാ എന്നെ. വാ ഇങ്ങോട്ട്. നീ അവിടെ എന്തെന്നാ കണ്ടത്? അതെനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലേ? അതെന്താ ഓർമ്മയില്ലാത്തത്? അതെനിക്ക് ഓർമ്മയില്ലേ തന്നെ. നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? എടാ, ശരിക്കും നീ എന്താ അവിടെ കണ്ടത്? നിങ്ങൾ തന്നെ ചെന്ന് നോക്ക് എന്താ കണ്ടതെന്ന്. ഇനി ഇവന് വല്ല ബാധയും കയറിയോ? ഇവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദാ കുഞ്ചുമോനെ, ചേച്ചിയുടെ കുഞ്ചുമോനല്ലേ? ഒന്ന് പറയടാ, അവിടെ എന്താ ഉള്ളതെന്ന്. ചേച്ചി, അവിടെ ഇല്ലേ ഞാനൊരു കറുത്ത എന്തോ ഒരു സാധനം കണ്ടു. കറുത്ത സാധനമോ? എന്ത് സാധനം? അറിയില്ല ചേച്ചി, അതാ അവിടെ തന്നെ ഉണ്ട്. അതാ ചേച്ചി, ആ സാധനമാ ഞാൻ കണ്ടത്.
മണ്ടന്മാരെ, അത് ഭൂതവും പ്രേതവും ഒന്നുമല്ല, അത് വാഴച്ചെടിയുടെ ഇലയാണ്. വാഴച്ചെടിയുടെ ഇലയോ? അത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? അത് ഇരട്ടത്തെ വാഴയുടെ കോലം അങ്ങനെയാണ്. വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കുന്നു. വാ നമുക്ക് പോകാം. ചേച്ചി, അത് വാഴച്ചെടിയുടെ ഇലയാണെങ്കിൽ പിന്നെ നമ്മൾ ദിവസവും കേൾക്കുന്ന സൗണ്ട് എന്താണ്? ശരിയാണല്ലോ, അത് എന്ത് ശബ്ദമാണെന്ന് ഇതുവരെ മനസ്സിലായില്ലല്ലോ. എന്ത് ശബ്ദമാവാൻ? നിങ്ങൾക്ക് വെറുതെ ഓരോന്ന് തോന്നുന്നതാ. അല്ലടി, ഞങ്ങൾ ദിവസവും ഓരോരോ ശബ്ദം കേൾക്കാറുണ്ട്. എന്തെങ്കിലും ആവട്ടെ, വാ നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടെ നിന്ന് ഇനി വെറുതെ സമയം കളയണ്ട. നിങ്ങളെല്ലാം കിടന്നോ? ആ, പിന്നെ കിടക്കാണ്ട്. സമയം എത്രയായില്ലേ? ആ, എന്നാ ശരി, നമുക്ക് നാളെ പാർക്കിൽ പോകേണ്ടതല്ലേ? അയ്യോ, അതെന്താ വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നത്? ആ, ഞാനും കേട്ടു ആ ശബ്ദം. അയ്യോ, ഞാനും കേട്ടല്ലോ ആ ശബ്ദം. അത് ഇവിടുന്ന് ആ ശബ്ദം പോയത്. മണക്കുന്നേ. വെറുതെ ഇവിടുന്ന് ശബ്ദം ഉണ്ടാക്കാതെ ഓടാ കുഞ്ചൂസേ ബാത്റൂമിലേക്ക്. എന്നാ ഞാൻ പോയിട്ട് വരാം. ഇവനെയും കൊണ്ട് ഫുള്ള് ബിറ്റാണല്ലോ. അതെ അതെ. മക്കളെ, ഇന്നെന്താ നിങ്ങളുടെ പരിപാടി? എന്ത് പരിപാടി? വെറുതെ അവിടെ ഇടയൊക്കെ നടന്ന് കളിക്കണം. അവരെവിടെ? അവരകത്തുണ്ട്. ഞങ്ങളൊന്ന് വെറുതെ പുറത്തു പോകാൻ നോക്കുന്ന. സൂക്ഷിച്ചു പോണേ മക്കളെ. ആ അങ്കിൾ, ഞങ്ങൾ സൂക്ഷിച്ചു പോകും. ചേച്ചി, ചേച്ചിക്ക് അങ്കിളിനെയും ആന്റിയെയും കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്ത് തോന്നാൻ? എനിക്കൊന്നും തോന്നുന്നില്ല. എന്നാലേ എനിക്ക് തോന്നുന്നുണ്ട്. എന്ത്? അവരെ കാണുമ്പോൾ 10 എഴുതിയതുപോലെ ഇല്ലേ? 10 എഴുതിയതോ? അതെന്താ? അതെ, നീണ്ട അങ്കിളും വട്ടത്തിലുള്ള ആന്റിയും രണ്ടുപേരും ഒരുമിച്ച് നിന്നാലേ 10 എഴുതിയതുപോലെ തന്നെയുണ്ട്. മിണ്ടാതിരിയടാ മണ്ട, അവര് കേൾക്കും. അയ്യോ, പേടിച്ചു പോയി. നീ ഭയങ്കര ധൈര്യശാലിയല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നത്? പിന്നെ പേടിപ്പിച്ചാൽ പേടിക്കില്ലേ? വാ നമുക്ക് പോകാം എന്നാലേ. നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ മുന്നോട്ടല്ലേ പോകുന്നത്? അതല്ല ചോദിച്ചത്. പിന്നെ പിന്നെ എന്താ ചോദിച്ചത്? നമ്മൾ എവിടേക്കാ പോകുന്നത് എന്നാണ്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് എവിടേക്കെങ്കിലും പോകാം. വാ. ആരാ വരുന്നത്? കണ്ടിട്ടൊരു മദാമയെ പോലെയുണ്ട്. ഹലോ ബേബീസ്. അവര് സംസാരിക്കുന്നത്? അതെ, നമ്മളോട് തന്നെയാ. ആർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയാമോ? ആ, എനിക്കറിയാം. നിനക്കോ? അതെ, എനിക്ക് തന്നെ. എന്നാൽ നീ ചോദിക്ക് അവരോട് എന്താ വേണ്ടതെന്ന്. ഹായ് ആന്റി, എന്തു വേണം? ഹലോ ബേബീസ്. യു നോ വേർ ഈസ് ദ കോഫി ഷോപ്പ്? എടാ മാക്രി, എന്താണ് അവര് ചോദിക്കുന്നത്? ആന്റി, ഐ മലയാളം, യു ഇംഗ്ലീഷ്. വാട്ട് യു വാണ്ട്? വാട്ട്? ഇനി അവർ നമുക്ക് വട്ടുണ്ടോ എന്നാണോ ചോദിക്കുന്നത്? അല്ലടാ മണ്ട. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ബേബീസ്, നിങ്ങൾ മലയാളികളാണോ? ദേ, മദാമ മലയാളം സംസാരിക്കുന്നു. അതല്ലടാ, മദാമക്കും ഇംഗ്ലീഷ് അറിയില്ല എന്നാ തോന്നുന്നത്. ആന്റി, നിങ്ങൾക്ക് ഞങ്ങളെ പോലെ ഇംഗ്ലീഷ് അറിയില്ല അല്ലേ? Stupid childrens. What you say? ദാ, നമുക്ക് വട്ടാണെന്ന് തന്നെ അവര് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടാം. ഹോ, എന്ത് സ്ത്രീയാലേ അവര്? അവരെന്തോന്നാ സംസാരിച്ചത്? അവർ ഇംഗ്ലീഷല്ലേ സംസാരിച്ചത്? എന്റെ കുഞ്ഞുമോനെ, ഇങ്ങൊന്നും മിണ്ടാണ്ട് നിക്കടാ. അതെന്താ, ഞാൻ മിണ്ടാണ്ട് നിന്നാൽ അവർ സംസാരിച്ചത് ഇംഗ്ലീഷ് അല്ല ഉണ്ടാവുമോ? ഇംഗ്ലീഷിനെ പറ്റി നീ മിണ്ടത്. അവന്റെ ഒരു ഇംഗ്ലീഷ്. അതെ അതെ, വലിയ ഇംഗ്ലീഷുകാരനാണ് പോലും, ഇംഗ്ലീഷുകാരൻ. എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാം. അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തത് എന്റെ കുഴപ്പമാണോ? ഡാ മാക്രി, നിനക്ക് ABCD തന്നെ ഫുൾ അറിയാമോ? നിങ്ങളടാ പറഞ്ഞൊന്ന് മിണ്ടാണ്ട് നിൽക്കാൻ. എനിക്ക് ABCD അറിയാം, BBCD അറിയാം. മതി, ഇവനോട് സംസാരിച്ചിട്ടൊരു കാര്യവുമില്ല. നമുക്ക് പോകാം. ഡാ, are you okay? No, I am കുഞ്ചൂസ്.
എന്നോടാ കളിക്കുന്നത്, എന്നോട്. എനിക്ക് പോവണ്ടമ്മേ, എനിക്ക് പോവണ്ട. പഠിക്കാൻ എനിക്ക് പോവണ്ടമ്മേ, പഠിക്കാൻ എനിക്ക് പോവണ്ട. നിങ്ങൾ ഇത് കേട്ട മനുഷ്യ, ഇവക്ക് പഠിക്കാൻ പോവണ്ടെന്ന്. അതെന്താ മോളെ പോവണ്ടാത്തെ? നീ ഇങ്ങനെ മടി പിടിച്ചാലോടി. എനിക്ക് പോവണ്ട അച്ഛാ, എനിക്ക് പോവണ്ട. എനിക്ക് പഠിക്കാൻ പോവണ്ട. നിങ്ങൾ ഇങ്ങനെ പുന്നാരിക്കാതെ അവക്കിട്ട് 2 തല്ല് കൊടുക്ക്, അപ്പൊ അവള് താനേ പൊക്കോളൂ. എന്റെ മോളെ നിനക്കൊക്കെ എന്തിന്റെ കുറവാ? ഞാനൊക്കെ എങ്ങനെയാ പഠിക്കാൻ പോയതെന്ന് അറിയാമോ? പൊരി വെയിലത്ത് ചെരുപ്പുമില്ല, കൊടയുമില്ല. എന്നിട്ട് നടന്ന് 2 പാടം താണ്ടണം, എന്നിട്ട് ഒരു വലിയ കുന്നിറങ്ങണം, എന്നിട്ട് കുറേ നടക്കണം, എന്നിട്ട് ഒരു 6 നീന്തി കടക്കണം, എന്നിട്ടൊരു വലിയ കാടാണ്. നിർത്ത് നിർത്ത്, നിങ്ങൾ ഇത് എങ്ങോട്ടേക്കാ പോകുന്നത്? നിങ്ങളോട് തല്ലാനാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് തള്ളാനല്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നിന്റെ ചേച്ചിക്ക് പെരാൻ തിളകിയിട്ടുള്ളത്, അവൾക്ക് സ്കൂളിൽ പോകണ്ട പോലും. നല്ല തല്ല് കൊള്ളാഞ്ഞിട്ടാ. അത് തന്നെയാ മമ്മി എനിക്കും പറയാനുള്ളത്. എനിക്ക് പോവണ്ടേ സ്കൂളിൽ? അതെന്താ? നിനക്കും ഇവളെ പോലെ മടി പിടിച്ചോ? അതല്ല അച്ഛാ, ഞാൻ സ്കൂളിൽ പോയിട്ട് ടീച്ചർ പഠിപ്പിക്കുന്നതൊന്നും ശരിയല്ല. ഒരു ദിവസം ടീച്ചർ വന്നിട്ട് പറയും 4 3 7 ആണെന്ന്. ഒരു ദിവസം ടീച്ചർ വന്നിട്ട് പറയും 10ൽ നിന്ന് 3 പോയാൽ 7 എന്ന്. ഒരു ദിവസം ടീച്ചർ വന്നിട്ട് പറയും 8ൽ നിന്ന് 1 പോയാലാണ് 7 എന്ന്. ടീച്ചർക്ക് തന്നെ അറിയില്ല ഏതാ ശരിയെന്ന്. പിന്നെ എന്തിനാ ഞങ്ങൾ പോകുന്നത്? രഘുവേട്ടാ, ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. രാജു അമ്മു ഇല്ല ഇവിടെ, അവരെ കൂടെ കളിക്കണ്ടിട്ട് ഇവരെടുക്കുന്ന അടവാ ഇത്. സാരമില്ലടി കമലേ, അത് അവരുള്ളത് കൊണ്ടല്ലേ, രണ്ടിനും കൂടെ കളിക്കേണ്ട കൊതി കൊണ്ടല്ലേ. അവർ കളിക്കട്ടെ. അച്ഛന് പറ്റിയ മക്കളും മക്കൾക്ക് പറ്റിയ അച്ഛനും. ശരി ശരി, നടക്കട്ടെ. മക്കളെ, നിങ്ങൾ അമ്മ പറയുന്നതൊന്നും കാര്യമാക്കണ്ട. എന്ന് വെച്ചിട്ട് പഠിക്കേണ്ട സമയത്ത് പഠിക്കുക തന്നെ ചെയ്യണം. ശരി അച്ഛാ, ഞങ്ങൾ പഠിക്കും. അവരെവിടെ? രാജു അമ്മു? അവരകത്തുണ്ട്. എന്നാ ശരി, രണ്ടാളും സ്കൂൾ പോവാൻ നോക്ക്. വൈകിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് ബാക്കി കളി. ഓക്കേ അച്ഛാ. എന്താ മൂന്നാളും കൂടെ ലോക തള്ളുകയാണോ? തള്ളോ? ഞങ്ങൾ തള്ളുന്നൊന്നല്ല, ഞങ്ങളിങ്ങനെ വെറുതെ ഓരോ കാര്യം പറഞ്ഞിരിക്കുക. എന്ത് കാര്യം? അവനവന്റെ സ്കൂളിലത്തെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാ. ഞങ്ങൾ ഇന്ന് സ്കൂളിൽ പോയപ്പോ നിങ്ങൾക്ക് ബോറടിച്ചോ? ആ, ചെറുതായിട്ട് ബോറടിച്ചു. എനിക്ക് ബോറടിക്കുമ്പോഴും സങ്കടം വരുമ്പോഴൊക്കെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുകയാ ചെയ്യാറ്. എന്തിന്? അത് കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ അതവരുടെ സാറേന്നുള്ള വിളിയൊന്ന് കേട്ടാൽ മനസ്സ് ശാന്തമാകും. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്, ലോക തള്ളെന്ന്. ചേച്ചിയുടെ ഒരു കാര്യം. അയ്യോ, അതെന്താ ഒരു ശബ്ദം കേൾക്കുന്നത്? ആ ശബ്ദമായി ഇവിടുന്ന് എപ്പോഴും കേൾക്കാറുള്ളത്. ഇന്ന് എന്തായാലും നമുക്ക് കണ്ടുപിടിക്കണം ആ ശബ്ദം എന്താണെന്ന്. ഞാനില്ല കണ്ടുപിടിക്കാൻ. വല്ല പ്രേതമോ ഭൂതമോ ആയിരിക്കും. പേടിക്കാതെ മുന്നോട്ട് നടക്കടാ. മമ്മിയും പപ്പയും മക്കളും ഒക്കെ ഇല്ലേ അപ്പുറത്ത്. ഇനി എന്തിനാ നമ്മൾ പേടിക്കുന്നത്? വാ നമുക്ക് ചെന്ന് നോക്കാം. അയ്യോ മമ്മി. എന്താ, എന്ത് പറ്റി? അയ്യോ മമ്മി, ആ ശബ്ദം പിന്നെയും കേട്ടു. എന്ത് ശബ്ദത്തിന്റെ കാര്യമാ നിങ്ങൾ ദിവസവും പറയുന്നത്? 2 ദിവസമായല്ലോ നിങ്ങൾ ഈ ശബ്ദത്തിന്റെ കാര്യം പറയുന്നു. അതെ, 2 ദിവസമായി ഞങ്ങൾ ഒരു ചില്ല് പൊട്ടുന്നത് പോലത്തെ ശബ്ദം കേൾക്കുന്നു. ഇനി വല്ല കള്ളനും വന്ന് ജനലിനെ എറിയുന്നതാണോ? മണ്ടന്മാർ, ആ ശബ്ദത്തിനാണോ നിങ്ങൾ ഇങ്ങനെ പേടിച്ചോടുന്നത്? അതെ, അതെന്താ മമ്മിക്ക് പേടിയാവുന്നില്ലേ? ഞാനെന്തിനു പേടിക്കണം? ആ ശബ്ദം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഇല്ല, എന്ത് ശബ്ദമാത്? അതെ, 2 ദിവസമായി ഞാൻ പാത്രം കഴുകി വെക്കുമ്പോൾ എന്റെ 4 പ്ലേറ്റാ പൊട്ടിയത്. പ്ലേറ്റോ? പ്ലേറ്റോ? അതെ, പ്ലേറ്റ്. അയ്യേ, അതിനാണോ ഞങ്ങൾ ഇങ്ങനെ പേടിച്ചത്? അതെ അതെ, നമ്മൾ വെറും മണ്ടന്മാരല്ലേ ചേച്ചി? മണ്ടൻ നമ്മളല്ല, നീ തന്നെയാ മണ്ടൻ. ആന്റി, ശരിക്കും ആന്റി പറയുന്നത് ശരി തന്നെയാണോ? പ്ലേറ്റ് പൊട്ടുന്ന ശബ്ദം തന്നെയാണോ നമ്മൾ കേട്ടത്? അതെ മക്കളെ, വിശ്വാസമില്ലെങ്കിൽ നോക്ക്, ദാ പ്ലേറ്റ് ദാ നിലത്ത് പൊട്ടിക്കിടക്കുന്നു. അതെ, ആകെ ശശിയായി. ഞങ്ങൾ ശശിയായതേ മമ്മി ആരോട് പറയണ്ട. അത് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. എന്നാ വാ, നമുക്ക് പോയി കിടക്കാം. പോട്ടെ മമ്മി, ഗുഡ് നൈറ്റ്. വേഗം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കളിക്കാൻ പോകാല്ലേ? അതെ അതെ, വേഗം കഴിക്ക്, നമുക്ക് വേഗം പോകാലോ.
സംസാരിക്കുന്നുണ്ടല്ലോ. കമല, നീ ഇവിടെ ഇല്ലേ? പുറത്താരോ വന്നിട്ടുണ്ടല്ലോ, ആരാ അത്? ആരാ ഇത്? ഹായ് മക്കളെ. മമ്മി, ദാ ആരോ വന്നിട്ടുണ്ട്. നിങ്ങൾക്കെന്നെ അറിയില്ലേ? ഇല്ല 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 ഇല്ല. നിങ്ങളെന്താ ഇങ്ങനെ? അതെ, ഞങ്ങൾ ഇങ്ങനെയാ. ഇങ്ങനെയാ. നിങ്ങളുടെ മമ്മി ഇല്ലേ ഇവിടെ? മമ്മി അകത്തുണ്ട്. ഞാനെന്നാ മമ്മിയെ കണ്ടിട്ട് വരാം. ആരായിരിക്കും വന്നത്? ആ, ആരോ അത്. കണ്ടിട്ടൊരു പരിഷ്കാരിയെ പോലെയുണ്ട്. ഇനി മമ്മി എപ്പോഴും പറയാറുള്ള മമ്മിയുടെ ഫ്രണ്ടാണോ അത്? ഏത് ഫ്രണ്ട്? മമ്മി എപ്പോഴും മമ്മിയുടെ ഒരു ഫ്രണ്ടിനെ പറ്റി പറയാറില്ലേ? ഏത്? ലൂസി ആന്റിയോ? ആ, അത് തന്നെ, ലൂസി ആന്റി. എനിക്ക് തോന്നുന്നത് അവരാണെന്നാണ്. മക്കളെ, നിങ്ങൾക്ക് ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാണ് ഞാൻ എപ്പോഴും പറയാനുള്ള എന്റെ ഫ്രണ്ട് ലൂസി. ആ, ഞങ്ങൾ ഊഹിച്ചു. നിങ്ങൾ എന്നാൽ ആന്റിയോട് സംസാരിച്ച് നിൽക്ക്. ഞാൻ ആന്റിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഇത് നിങ്ങളുടെ അങ്കിളിന്റെ മക്കളല്ലേ? അതെ ആന്റി. എനിക്കൊരു ഫോൺ വരുന്നുണ്ട്, ഞാൻ ഫോൺ എടുത്തിട്ട് വേഗം വരാം. ഹോ, ആന്റി ഭയങ്കര പരിഷ്കാരി തന്നെ. എന്താ സംസാരം? അതെ അതെ. പിന്നെ എന്തുണ്ട് മക്കളെ വിശേഷം? നല്ല വിശേഷം ആന്റി. നിങ്ങൾ എന്താ മക്കളെ കഴിക്കുന്നത്? പിട്ടാണോ? പിട്ട്? പിട്ടോ? അതെന്ത് സാധന? ഇനി ആന്റി പുട്ടിനെയാണോ പിട്ട് എന്ന് പറഞ്ഞത്? അതെ, ഞാൻ അങ്ങനെയാ പറയാറ്. പുട്ടി എന്നൊന്നും ഞാൻ പരിഷ്കരിച്ച് പറയാറില്ല. ഞങ്ങളുടെ നാട്ടിൽ പുട്ടിന് പിട്ടി എന്നാ പറയാറ്. അതാ മോനെ നിന്റെ പ്ലേറ്റ് കൂട്ടൊരു ഇറുമ്പ് പോന്ന്. ഇറുമ്പോ? അയ്യോ ആന്റി, ഇറുമ്പല്ല, ഉറുമ്പ് ഉറുമ്പ്. ദാ, ഇതെന്ത് പരിഷ്കാരിയാ? നിങ്ങളെന്നെ കളിയാക്കിയതല്ലേ? വേഗം പോയി വീട് കയറ്റി വാ, നമുക്ക് കുറച്ച് വർത്താനം പറഞ്ഞിരിക്കാലോ. അയ്യേ, ഇതെന്ത് പരിഷ്കാരിയാണ്? പരിഷ്കാരിയാണ് പോലും, പരിഷ്കാരി. അതെ അതെ, മര്യാദയ്ക്ക് മലയാളം തന്നെ പറയാൻ അറിയില്ല. എന്റെ മോ, എന്ത് പെണ്ണുങ്ങളല്ലേ അത്? അതെ അതെ, എന്ത് ഭാഷ ആന്റിയാ പറയുന്നത്? ലൂസി ആന്റിയാണ് പോലെ, ലൂസി ആന്റി. അവരുടെ പേരിന് പറ്റിയത് ലൂസുള്ള ആന്റി എന്നാ, ലൂസി ആന്റി എന്നല്ല. എന്താ ശരിയല്ലേ? തലക്ക് ലൂസുള്ള ആൾക്കാർ പറയുന്ന പോലത്തെ വർത്താനമല്ലേ അവരുടെ? നിങ്ങളുടെ മമ്മിക്ക് എവിടുന്ന് കിട്ടിയ ഫ്രണ്ടിനെ? അത് മമ്മിയുടെ പഴയ ഒരു ഫ്രണ്ടാ. അതാ ലൂസി ആന്റിയുടെ ഇങ്ങോട്ടേക്ക് വരുന്നു. നിങ്ങൾ എന്താക്കുന്ന കുട്ടികളെ ഇടുന്ന്? ഇതെന്തു ഭാഷ? ആന്തേനോളി, ഞാൻ ചോദിച്ചു നിങ്ങൾ കേൾക്കുന്നില്ല? ആന്റി, ഞങ്ങൾ ഇവിടെ കളിക്കാൻ വന്നതാണ്. അതിനതങ്ങ് പറഞ്ഞാ പോരേനാ? ആന്റി, ആന്റി ശരിക്കും എവിടെയാ? ഞാൻ കുറച്ച് ദൂരെയാ. അപ്പൊ ആന്റിക്ക് മമ്മിയുമായിട്ട് എങ്ങനെയാ പരിചയം? അത് ഞാൻ ഒരുമിച്ച് പഠിച്ചതാ. സ്കൂളിലെ ഒരുമിച്ച് പഠിച്ചതിന് ഞാനും ഓളൂ. അന്നേരം മുതലേ ഓളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. നിങ്ങൾ എല്ലാരും ഇവിടെ ചപ്പിന്റെ അടുത്ത് കൂടി നിക്കണ്ട. എന്തെങ്കിലും ഇരിയുന്നുണ്ടെങ്കിൽ കാണൂല. അയ്യേ, ഇതെന്ത് ഭാഷ? ഹാ, എന്തോ കടിക്കുന്നേ. ആന്നാളീ കടിക്കുന്നേ. അയ്യോ, എന്നെയും കടിക്കുന്നു. നിങ്ങൾ എല്ലാരും ചപ്പിന്റെ അടുത്ത് ഇങ്ങോട്ട് നീങ്ങി നിക്ക്. വല്ല ഇറുമ്പുമായിരിക്കും കടിക്കുന്നത്. അയ്യേ, വീണ്ടും ഇറുമ്പ് വന്ന്. ആന്റി, ഇറുമ്പല്ല, ഉറുമ്പ്. ഉറുമ്പ് എന്നാ പറയാ. അത് സാരയില്ല കുട്ടികളെ, നിങ്ങൾ അങ്ങ് ക്ഷമിച്ചാളാ. എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു പോവാ. ഇനി ഞാൻ ശ്രദ്ധിച്ച് പറയാ. ഇനി ഞാൻ ഇറുമ്പ് എന്നൊന്നും പറയൂല, മീറുന്നേ പറയൂ. അയ്യോ, മീറോ? അതെന്താ? അതൊന്നും അറിഞ്ഞൂടാ? നിങ്ങൾ എന്ത് കുട്ടികളാ? അത് ഇറുമ്പിന്റെ വേറൊരു പേരാ, മീറുന്ന്. അയ്യോ ആന്റി, നിങ്ങൾ ഉറുമ്പ് മീറെന്ന് ഒന്നും പറയണ്ട. ഇറുമ്പ് തന്നെ പറഞ്ഞു, ഇറുമ്പ്. ആന്റി, ആന്റിയോട് ഒരു കാര്യം ചോദിച്ചാൽ ആന്റിക്ക് വിഷമം തോന്നോ? ഇല്ലടാ, ഇനി പറഞ്ഞോ. ആന്റി, ആന്റിയുടെ ഭാഷ വളരെ മോശമാണ്. അതെ അതെ, ആന്റിയുടെ കോളത്തിന് പറ്റിയ ഭാഷയേ അല്ല. നിങ്ങൾ വീണ്ടും എന്നെ കളിയാക്കുകയല്ലേ? എനിക്ക് വല്ലാണ്ടും വിഷമമാവുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പോകുന്ന. പാപം ആന്റി, ആന്റി അത് അവിടെ നിൽക്കുന്നു. ലൂസി ആന്റി. എന്തേനും കുട്ടികളെ? ആന്റിക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോ? ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ആന്റിക്ക് വിഷമമായോ? സാരയില്ല കുട്ടികളെ, ഞാനത് ക്ഷമിച്ച്. ക്ഷമിച്ചോ? എന്നാ കുഴപ്പമില്ല. എന്നാ
എന്തിനാ നിങ്ങൾ ബെയില് കൊള്ളണ്ട കുട്ടികളെ മുറ്റത്ത് നിന്നിട്ട് ചോലയത്ത് ഇങ്ങോട്ട് നിക്ക്. എന്റെ ആന്റി ഇതെന്ത് ഭാഷയാ പിന്നെ നിങ്ങൾ പറയുന്നേ? ഞാനെന്തിനാ ഇവിടെ വന്നേന്ന് ഇരുന്നിക്ക നിങ്ങക്ക്? ഇല്ല, മമ്മിയെ കാണാൻ വന്നതല്ലേ? മമ്മിയെ കാണാൻ തന്നെ വന്നതാ. പക്ഷെങ്കില് വേറൊരാളും കൂടെ വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ പഠിച്ച സൂസന്. ഞങ്ങൾ മൂന്നാളും കൂടെ കുറേ ആയി കണ്ടുമുട്ടിയിട്ട് മൂന്നാളും കൂടെ അടിച്ചു പൊളിക്കാൻ വന്നതാ ഇവിടെ. അത് നന്നായി ആന്റി, മമ്മിക്കും ഒരു സന്തോഷമാവുമല്ലോ. അതിന് സൂസൻ ആന്റി എത്തിയിട്ടില്ലല്ലോ. അവള് നാട്ടിലെത്തിയിട്ടുണ്ട്. അവളിന്ന് ഇങ്ങോട്ടേക്ക് വരും. ആണോ ആന്റി? ആണല്ല പെണ്ണ. മിണ്ടാതിരിയടാ മാക്രി, ഞാൻ ശരിയാണോ എന്നാ ചോദിച്ചത്. അതാ അവളാൻ തോന്നും വന്നത്. വാ നമുക്കും ചെന്ന് നോക്കാം. സൂസൻ നീ വന്നോ? അതെ കമല, ഞാൻ വന്നു. നമ്മൾ എത്രയായി കണ്ടിട്ടില്ലേ? നീ ഇപ്പോൾ നന്നായി മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ സൂസൻ. ഹോ, നന്നായിട്ടൊന്നുമല്ല, കുറച്ചൊക്കെ എനിക്കറിയാം മലയാളം. സൂസൻ, ലൂസി, എന്തൊക്കെയുണ്ട് സൂസൻ വിശേഷം? എന്തോ വിശേഷം, സുഖം തന്നെ. മക്കളെ ഇതാരാ വന്നത് നോക്ക്. അയ്യോടാ, ഇത് നമ്മളെ കണ്ട മദാമയല്ലേ? അതെ അതെ, മദാമയാണല്ലേ ഇത്. കമല, ഇതാണോ നിന്റെ കുട്ടികൾ? അതെ, ഇത് രണ്ടും എന്റെ കുട്ടികൾ. അപ്പോൾ നിന്റെ ചെറുതെവിടെ പോയി? അതിവിടെ ഇല്ല, അത് 2 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. തറവാട്ടിലുള്ളത് എന്റെ അമ്മയുടെ അടുത്ത്. ഇവരെ എനിക്ക് പരിചയമുണ്ട്. പരിചയമോ? എവിടുന്ന്? കൊച്ചുകളെ, നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലേ? കണ്ടു. ഇവരെ ഞാൻ ടൗണിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ആണോ? അതെ മമ്മി, ഞങ്ങൾ ടൗണിൽ വെച്ച് കണ്ടു. പക്ഷെ ഞങ്ങൾക്ക് ആരാന്നും മനസ്സിലാവാത്തത് കൊണ്ട് ഞങ്ങൾ ഓടിക്കളഞ്ഞു. സാരമില്ല കുട്ടികളെ, നമുക്ക് എല്ലാവർക്കും കൂടെ ഭക്ഷണം കഴിക്കാം. വാ. ദേ, നീ അടുത്തേക്ക് ഓടുന്നത്? അതെന്താ മമ്മി പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ ഭക്ഷണം കഴിക്കാൻ ചെല്ലാൻ? എവിടെ ഭക്ഷണമുണ്ടോ അവിടെ അവൻ ഉണ്ടാകും. തീറ്റി പണ്ടാരം. തീറ്റി പണ്ടാരമോ? ഡീ പീക്കി, നിന്നെ ഉണ്ടല്ലോ ഞാൻ. തീറ്റി പണ്ടാരം നീ തന്നെയാ കൊതിച്ചി. ദാ നിന്നെ ഞാൻ. അയ്യോ മമ്മി, ചേച്ചി എന്നെ അടിക്കുന്നേ. എന്താ ഇവിടെ ഒരു ബഹളം കേൾക്കുന്നത്? മമ്മി മമ്മി, എന്താ, എന്ത് പറ്റി? ദേ ഇവൾ എന്നെ അടിച്ചു. ഇല്ല മമ്മി, അവൻ നുണ പറയുകയാ, ഞാൻ അടിച്ചിട്ടൊന്നുമില്ല. തൊട്ടേനും തൊടുന്നേനും അവൻ വിളിച്ചു കൂവും കമ്മി കമ്മി എന്ന്. നല്ല തല്ല് കൊള്ളഞ്ഞിട്ടാ നിനക്ക്. അല്ല മമ്മി, ശരിക്കും ഇവൾ എന്നെ അടിച്ചു. അവനോട് ചോദിച്ചു നോക്ക്. ഹാ മതി മതി, വന്നവരുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്താണ്ട് ഇങ്ങോട്ട് വാ. കിട്ടണം നിനക്ക്. നിനക്ക് ഞാൻ കാണിച്ചു തരാം. മടി പീക്കിരി പീക്കിരി. ഞാനും കാണിച്ചു തരാം. അതെന്തിനാടി അവൻ കാണിച്ചു തരുന്നത്? ആ എനിക്കറിയില്ല. ദാ തീറ്റി പണ്ടാരമേ, ഡി നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെയൊന്നും വിളിക്കരുതെന്ന്. എന്നാ ഞാൻ നിന്നെ സാറേന്ന് വിളിക്കാം. കുഞ്ചൂസ് സാറേ, അങ്ങേ അമ്മ വിളിക്കുന്നുണ്ട്. നീ എന്നെ കളിയാക്കുന്നോ? നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ കൂടെ അടികൂടാൻ വരരുതെന്ന്. ദാ അമ്മു രാജു, കുഞ്ചൂസ് സാർ ഇതാ ദേഷ്യം പിടിക്കുന്നു. നിങ്ങൾക്ക് കാണണോ? കുഞ്ചൂസ് സാറോ? അതെന്താ അങ്ങനെ? അതിപ്പോ അങ്ങനെയാ. ഡി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ കുറെ പ്രാവശ്യമാര് എനിക്കെന്താ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നേ. എന്നാ അതിങ്ങ് തന്നേക്ക്. നീ എന്തെന്നാ വെച്ചത്? വെച്ച സാധനം അലമാരയിലുള്ളത്? ഇതാടി നിനക്ക് ഞാൻ വെച്ചത്. മമ്മി മമ്മി, ഓടി വാ. വീണ്ടും തുടങ്ങിയോ? എന്താ ഇവിടെ ഒരു ബഹളം കേൾക്കുന്നത്? മമ്മി, ഇവൻ എന്നെ തല്ലി. എന്തിനാടാ നീ ഇവിടെ തല്ലിയത്? മനുഷ്യന്റെ ചെവിക്ക് ഒരു സൗകര്യം തരില്ലേ നിങ്ങള്? നിങ്ങളോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കമ്മി 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 എന്ന് പറഞ്ഞ് വിളിച്ച് കൂവരുതെന്ന്. കൂടുതൽ എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ, രണ്ടിനെ ഞാൻ ചുട്ട് കളയും. നിർത്തടി നിന്റെ കളക്കരച്ചില്. രണ്ടിന്റെ സൗണ്ട് കേട്ട് പോകരുത് ഇവിടുന്ന്. ഇവിടെ എന്റെ ഗസ്റ്റുള്ള കാര്യം നിങ്ങളോട് മറന്നുപോയാ? മിണ്ടാണ്ട് അടങ്ങി ഒതുങ്ങി നിന്നോളണം ഇവിടുന്ന്. പറഞ്ഞില്ല എന്ന് വേണ്ട. രണ്ടാൾക്കും കിട്ടിയ പോരാ. Babies, Yes ആന്റി. what are you doing here? ദാ കുഞ്ചു, എന്താടാ ആന്റി ചോദിച്ചത്? അതെങ്ങനെ എനിക്കറിയാൻ പറ്റും? അത് തന്നെയാ ഞാനും ആലോചിച്ച് നിൽക്കുന്നത്. നീ വലിയ സായിപ്പല്ലേ? എന്നിട്ട് നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? അത് പിന്നെ എനിക്ക് അറിയൊക്കെ ചെയ്യാം, പക്ഷെ ഇത് മാത്രം എനിക്കറിയില്ല. ആന്റി ആന്റി എന്താണ് ചോദിച്ചത്? ഓ സോറി, നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഓ അതായിരുന്നോ? ഞങ്ങൾ ഇവിടെ വെറുതെ നിന്ന് കഥ പറയുന്നു. ഹാ, ഓക്കെ ബേബീസ്, നിങ്ങൾക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വേഴ്സ് യുവർ സിസ്റ്റർ? ഈ ബോക്സ് നിറയെ ചോക്ലേറ്റ്സ് ആണ്.
നിങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചോളൂ. താങ്ക് യു ആന്റി. എന്താ ഹാപ്പി ആയില്ലേ? എന്തേ കാപ്പിയായെന്നോ? വാടി അമ്മു, കാപ്പിയായെന്ന്. വാ നമുക്ക് പോയി കുടിക്കാം. ഈ ചേച്ചി എന്തായി പറയുന്നത്? ഇവിടെ ആരും കാപ്പിയായ കാര്യമല്ല പറയുന്നത്. ആന്റി ഹാപ്പി ആയില്ലേ എന്നാ ചോദിച്ചത്. ഏത് സമയം തിന്നണ്ടോ കുടിക്കണ്ടോ ചിന്ത ചേച്ചിക്കാ. എന്നിട്ട് വെറുതെ എന്നെ പറയും. ആ ഓക്കെ ഓക്കെ, നിങ്ങളെല്ലാം ചോക്ലേറ്റ് തിന്നോ എന്നാൽ. ഹായ്, ചോക്ലേറ്റോ? അതെവിടുന്നാ? അതെ, ചോക്ലേറ്റ് സൂസൻ ആന്റി തന്നതാണ്. നമ്മളോട് എല്ലാവരോടും കഴിക്കാൻ പറഞ്ഞു. എന്നാൽ എനിക്ക് താ ചോക്ലേറ്റ്. ഇല്ല, ചേച്ചിയുടെ കയ്യിൽ തരില്ല. നിന്നോടാ പറഞ്ഞത് എന്റെ അടുത്ത് ചോക്ലേറ്റ് തരാൻ. ചേച്ചി മാറി നിൽക്ക്, ചേച്ചിക്ക് തരില്ല ഞാൻ. അതെന്താടാ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇങ്ങോട്ട് താ ചോക്ലേറ്റ്. ഇല്ലാന്നല്ലേ പറഞ്ഞത്? അങ്ങോട്ട് നിക്ക് ചേച്ചി. അയ്യോ, നീ എന്നെ ഉന്തുന്നോ? എടാ നിന്നെ ഞാൻ. നിങ്ങൾ അടി കൂടാതെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തിന്നാൻ ചോക്ലേറ്റ്. എന്നാലും ഇവനിക്ക് അത്ര അഹങ്കാരം പറ്റില്ലല്ലോ. ഇന്ന് ഇവനെ ഞാൻ ശരിയാക്കും. അമ്പടെ പുളിസോ, ശരിയാക്കാൻ ഇങ്ങ് വന്നാ മതി, ഞാൻ ഇന്ന് തരാം. ദാ കുഞ്ചൂസേ, ഇന്ന് ദാ ചോക്ലേറ്റ് ഞാൻ ഓതി വെക്കാം. വേണ്ട വേണ്ട, അങ്ങനെ ആരും ഓതി വെക്കണ്ട. നിങ്ങളെല്ലാം എന്നെ തീറ്റി പണ്ടാരമെന്ന് വിളിച്ചില്ലേ? അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. ഈ ചോക്ലേറ്റ് ഞാൻ ആർക്കും തരില്ല. ഞാൻ തീറ്റി പണ്ടാരം തന്നെയാ. കൊതിയൻ കൊതിയൻ, ചോക്ലേറ്റ് കൊതിയൻ. നോക്കിക്കോടാ, ഞാൻ സ്കൂളിൽ ചെന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുക്കും നീ കൊതിയനാണെന്ന്. അത് മാത്രമല്ല, നീ ചോക്ലേറ്റ് തന്നില്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും നീ കിടക്കയില് മുള്ളുന്നത്. ശരിക്കും നീ പറയോ? പറയോടി, നീ ശരിക്കും പറയോടി? ആ പറയും, ഞാൻ ശരിക്കും പറയും. ഞാൻ വെറുതെ പറ്റിച്ചതല്ലേ നിന്നെ ചോക്ലേറ്റ് തരില്ല എന്ന് പറഞ്ഞിട്ട്. ഇതാ ചോക്ലേറ്റ്, നീ തന്നെ പിടിച്ചോ. ഇവരുടെ ഒരു കാര്യം, ഒരു തമാശ പോലും പറയാൻ പറ്റില്ല. നീ ഇത് നിന്റെ ഇഷ്ടം പോലെ ഓതി വെച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് തന്നാ മതി ട്ടോ. എന്താടാ, നീ ചോക്ലേറ്റ് എനിക്ക് തരാണ്ട് തിന്നുകയാണോ? നീയല്ലേ പറഞ്ഞത് നിനക്ക് വേണ്ടാന്ന്? ഓ, എന്തൊരു അനുസരണ. ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കാറുണ്ടല്ലോ അല്ലേ? നിന്നോട് എനിക്കും ചോക്ലേറ്റ് തരാൻ പറഞ്ഞത്. മര്യാദയ്ക്ക് സാവധാനം ചോദിക്ക്, എന്നാ നിനക്കും ഞാൻ തരും. നീ തരേണ്ട ആവശ്യമില്ല, എനിക്കറിയാം എടുക്കുന്നത്. അയ്യോ, എന്റെ ചോക്ലേറ്റ് താടാ. നീ പോടി പീക്കി, തരുന്നില്ല. ഈ ചെറുക്കനെ കൊണ്ടൊരു ലക്ഷ്യമില്ലല്ലോ. എന്തൊരു കുരുത്തക്കേടാ. ഡാ കുഞ്ചൂസേ, പിങ്കി, ഞങ്ങൾ പോവുകയാ ഇന്ന് നാട്ടിലേക്ക്. ശരിക്കും പോവുകയാണോ നിങ്ങൾ ഇന്ന്? അതെ. ദാ ബ്രഷേ, നീ പോവുകയാണോ? അതേടാ കുഞ്ചൂസേ, ഞങ്ങൾ പോവുകയാ ഇന്ന്. നിങ്ങൾക്ക് നാളെ പോയാ പോരെ? നാളെ അവൻ വരുന്നുണ്ട്. ആര്? അപ്പൂസ്. അപ്പൂസ് നാളെ വരുന്നുണ്ടോ? അതേടി, അവൻ നാളെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ന് പോക്ക് നിർബന്ധമാണോ? എന്താ എല്ലാവരും കൂടി ഒരു ചർച്ച നടത്തുന്നത്? അങ്കിൾ, ഇവര് പറയുന്നു നിങ്ങൾ ഇന്ന് പോവുകയാണെന്ന്. അതെ മക്കളെ, ഞങ്ങൾക്ക് ഇന്ന് പോക്ക് നിർബന്ധമാണ്. അയ്യോ അങ്കിൾ, ഇന്ന് പോവല്ല അങ്കിൾ. നിങ്ങൾക്ക് നാളെ പോയാ പോരെ അങ്കിൾ? പ്ലീസ് അങ്കിൾ, പ്ലീസ് അങ്കിൾ. അയ്യോടാ കുട്ടികളെ, എനിക്ക് അർജന്റായിട്ട് ഓഫീസിലെത്തണം. നാളെ എത്തിയില്ലെങ്കിൽ പിന്നെ എന്റെ പണി പോകും. നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞങ്ങൾ വെക്കേഷന് നോക്കിയിട്ട് വീണ്ടും വരും. അങ്കിൾ, ഇവർ അപ്പൂസിനെ കണ്ടില്ലല്ലോ. അപ്പൂസ് നാളെ വരുന്നുണ്ട്. ആ മോനെ, മമ്മി പറഞ്ഞു അപ്പൂസ് വരുന്നുണ്ടെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, ഞങ്ങൾക്ക് ഇന്ന് പോക്ക് നിർബന്ധ. എന്താ എല്ലാവരുടെയും മുഖം വാടിയിരിക്കുന്നത്? മമ്മി, ഇവര് പോകുന്നാണെന്ന് എനിക്ക് സങ്കടമാവുന്നു മമ്മി. സാരമില്ലടാ, അവർക്ക് അത്യാവശ്യമുള്ളത് കൊണ്ടല്ലേ പോകുന്നത്. ദാ കുഞ്ചൂസേ, നീ കരയണ്ട. നിനക്ക് ഞങ്ങളോട് ഇത്രയും ഇഷ്ടമുണ്ടായിരുന്നോ? ഈ കുട്ടികളുടെ ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ കാര്യമാക്കി എടുക്കേണ്ടത്. നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാലോ. അതെ അതെ, വെറുതെ ഒരു സീൻ ആക്കണ്ട. ചേട്ടാ, എത്ര മണിക്കാ നിങ്ങൾ ഇറങ്ങുന്നത്? ചേച്ചി, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങുകയാണ്. ഇപ്പൊ തന്നെയോ? അതെന്താ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നില്ലേ? ഇല്ല കമലേ, ഒരുപാട് ദൂരെ യാത്ര ചെയ്യാനുള്ളതല്ലേ. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചോളാം. വാ മക്കളെ, റെഡിയാവ്, നമുക്കിപ്പൊ തന്നെ ഇറങ്ങാമല്ലോ. അവര് പോവണ്ടായിരുന്നു. സാരമില്ല മക്കളെ, നിങ്ങൾക്ക് നാളെ അപ്പൂസ് വരുന്നില്ലേ? അതാ ഇപ്പൊ എന്റെ ആകെയുള്ള ടെൻഷൻ. അവന്റെ കുരുത്തക്കേട് കൊണ്ട് ഇനി ആർക്കാവും നിൽക്കാൻ? അതെ അതെ, അവർക്ക് തറവാട്ടിൽ തന്നെ നിൽക്കുന്നതായിരുന്നു നല്ലത്. ഇവിടെ വന്ന് വെറുതെ അടികൂടാൻ. അവനിങ്ങി വന്നില്ല, അതിനു മുമ്പേ തുടങ്ങിയോ രണ്ടും? കൂടുതൽ വിളച്ചിലെടുത്താൽ മൂന്നിനെ ഞാൻ തല്ലി ശരിയാക്കും. വാടി ചേച്ചി, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. അവര് പോകുന്നത് നോക്കാലോ. ദാ അപ്പൂസേ, തറവാട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു പപ്പ. മുത്തശ്ശി അടിച്ച ഉണ്ടക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. ഉണ്ടയോ? എന്തുണ്ടാ? പപ്പയല്ലേ ചോദിച്ചത് ഉണ്ട എങ്ങനെയുണ്ടായിരുന്നു എന്ന്? ഞാൻ അതിന് ഉണ്ടയുടെയും മണ്ടയുടെയും കാര്യമല്ല പറഞ്ഞത്. തറവാട്ടിൽ നിൽക്കാൻ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാ ചോദിച്ചത്. ഓ, അതായിരുന്നോ? അത് സൂപ്പർ ആയിരുന്നു.
വേഗം പോ പപ്പ. എനിക്ക് പിങ്കി ചേച്ചിയെയും കുഞ്ചു ചേട്ടനെയും കാണാൻ കൊതിയാവുന്നു. നീ തന്നെയാണോ പറയുന്നത്? അതെന്താ പപ്പക്ക് ചെവി കേൾക്കുന്നില്ലേ? ഞാൻ തന്നെയാ പറഞ്ഞത്. ആ മതി മതി, തുടങ്ങി അവന്റെ ഓരോ കിന്നാരങ്ങൾ. മമ്മി മമ്മി ഞാൻ വന്നു. അയ്യോടാ, ആരായി വന്ന്? എന്റെ മോൻ വന്നോ? അതെ മമ്മി ഞാൻ വന്നു. മമ്മി മമ്മി എന്നെ കാണാൻ വിഷമിച്ചോ? പിന്നെ അതെന്ത് ചോദ്യാടാ കുട്ടാ? എല്ലാവരും എവിടെ പേടിക്കാമല്ലേ? അവരെല്ലാം അകത്തുണ്ട്. ഞാൻ അവരെ കണ്ടിട്ട് വരാം മമ്മി. അയ്യോ അയ്യോ അയ്യോ, എന്തു പറ്റിയടി? അയ്യോ മമ്മി മമ്മി എന്ത് പറ്റി? അങ്ങോട്ട് മാറി നിൽക്കടാ ചെറുക്ക, എന്റെ കാലുമക്കാരി നിന്നിട്ടാ നീ ഉള്ളത്. അയ്യോ സോറി മമ്മി. തുടങ്ങി അവന്റെ ഒരു ശ്രദ്ധയില്ലാത്ത കളി. കേറിപ്പോ അകത്ത്. വല്ലതും പറ്റിയോ കമലേ? ഇതിലും വലിയ ഇനി എന്ത് പറ്റാനാ മനുഷ്യ? ഈ കുരുത്തം കെട്ട ചെറുക്കന്റെ കുരുത്തക്കെടും കൊണ്ട് ഇനി ആർക്കാവും ഇവിടെ നിൽക്കാനേ? ആരോ എന്നെ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വേഗം വരാം. അച്ഛനും കണക്കാ മക്കളും കണക്കാ, ആരോട് പറയാൻ? എന്റെ വിധി. ചേച്ചി, രാജു അമ്മും പോയിട്ട് സങ്കടമാവുന്നല്ലേ? അതെ അതെ, അവരെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അയ്യോ ആരാ? ആരാന്നാ ചോദിച്ചത്? നിങ്ങൾ കാര്യമൊക്കെ അറിയാം. ഞങ്ങൾ കാര്യം അറിയില്ല. നിങ്ങൾ ആരാണ്? ഞാനാണ് കുപ്പിയിൽ നിന്ന് വന്ന ഭൂതം. അയ്യോ ഭൂതമോ? മമ്മി മമ്മി. സൗണ്ട് എടുത്ത് ആളെ കൂട്ടിയാൽ രണ്ടിനെയും ഞാൻ കൊന്നുകളയും. അയ്യോ ചേച്ചി, ആരാ ഇത്? ഞാനാ ഇത്. ദാ നീയാ? അതെ ഞാൻ തന്നെ. എന്താ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? ഇതേ ഞാൻ കളിക്കാൻ കൊണ്ടുവന്ന പുതിയ സാധനമാ. നിന്നോട് ആരാടാ പറഞ്ഞ ഞങ്ങളെ പേടിപ്പിക്കാൻ? നിങ്ങളെ പേടിപ്പിക്കാൻ ആരുടെങ്കിലും സമ്മതം വേണോ? പേടിച്ചു പോയി രണ്ടും പേടിത്തൂറികൾ. ദാ ചെറുക്ക, കൂടുതൽ വിളിച്ചിലെടുക്കല്ലേ? ഇല്ല, കൂടുതലൊന്നും എടുക്കില്ല, കുറച്ചേ എടുക്കൂ. എന്നാ ഞാൻ പോട്ടെ. ഇന്ന് ഞാൻ ഇവിടുത്തെ ഗസ്റ്റാ. മമ്മിയും തന്നെ വിളിക്കുന്നു കാപ്പി കുടിക്കാൻ. ദാ എന്താ ഇവനിങ്ങനെ? എന്നോടാണോ ചോദിക്കുന്നത്? ചേച്ചിയുടെ പുന്നാരനിയനല്ലേ, കിട്ടണം. ദാ അപ്പൂസ, നീ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയില്ലേ? നിന്നോടാടാ ചോദിച്ചത്, നീ എന്താടാ ഒന്നും അനങ്ങാത്തത്? ഈ ചെറുക്കനെ കൊണ്ട് ഇതെന്തൊരു ശല്യ? എടാ അപ്പൂസ, നിന്നോടാ പറഞ്ഞത് ഇറങ്ങാൻ. താമസമെന്തേ വരാൻ? ഹൈ ഹൈ. ദാ അപ്പൂസ, നിനക്ക് ചെവി കേൾക്കുന്നില്ലേ? നിന്നോടാ പറഞ്ഞത് ഇറങ്ങാൻ. ഇവളെ കൊണ്ട് ഇതെന്തൊരു ശല്യ? മര്യാദയ്ക്കൊന്ന് മുക്കി തൂറാനും വിടില്ല. നിനക്ക് ഞാൻ കാണിച്ചു തരാമടി എന്ത് പണി അവക്കിട്ട് കൊടുക്കുക. ആ ഒരു ഐഡിയ, ഈ സോപ്പ് മുഴുവൻ ഇവിടെ പതപ്പിച്ചിടാം. അവൾ ഊരി വീയട്ടെ. ദാ വരുന്നു, ഞാൻ തുറക്കാം. ഡി, എന്താടാ നീ എത്ര നേരമായി ബാത്റൂമിൽ കയറി നിന്നിട്ട്? നിനക്ക് പറ്റിയ പേര് അപ്പൂസ് എന്നല്ല, കക്കൂസ് എന്നാ. എത്ര നേരമായി നീ ബാത്റൂമിൽ കയറി കുത്തിരുന്നിട്ട്? നീ ഇത്ര നേരം എന്താക്കിയതാ ബാത്റൂമിന്ന്? ഞാനേ ബാത്റൂമിന്ന് ഡാൻസ് കളിച്ചത്. അല്ല പിന്നെ നീ എന്താ ബാത്റൂമിൽ ആക്കിയത്? അത് തന്നെയാ ഞാനും ആക്കിയത്. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ചെല്ലടി ചെല്ലി, നിനക്ക് ഇപ്പൊ കിട്ടും. കുരുത്തം കെട്ടവൻ ബാത്റൂം ആകെ നാശമാക്കി. അയ്യോ മമ്മി, ഞാൻ വീണേ. അയ്യോ മമ്മി മമ്മി, ഓടി വാ മമ്മി, ഞാൻ വീണേ. മമ്മി വാ മമ്മി, വേഗം വാ മമ്മി. അയ്യോടി, നിനക്ക് എന്ത് പറ്റി? പോടാ ചെറുക്ക അവിടുന്ന്. അവൻ തള്ളിയിട്ടതും പോരാണ്ട് നിന്ന് കിളിക്കുന്നു. പോടാ അവിടുന്ന്. മമ്മി ഓടി വാ മമ്മി. കിട്ടണം കിട്ടണം, നിനക്ക് കിട്ടിയാ പോരാ. കൊറേ നേരമായല്ലോ രണ്ടും കൂടെ. അയ്യോ മോളെ പിങ്കി, എന്ത് പറ്റി? മമ്മി ഞാൻ വീണു മമ്മി. ഇങ്ങ് വാ മോളെ, എഴുന്നേൽക്ക്. എന്താ, എന്ത് പറ്റിയതാ മോളെ? നീ ആദ്യം വിളിച്ചത് നിർത്തിയിട്ട് കാര്യം പറ. നിന്നോടാ ചോദിച്ചത്. ദാ ഈ ബേക്കിന് കിളിക്കുന്ന ഇവനോട് ചോദിക്കാൻ എന്താ പറ്റിയതെന്ന്. ഡാ ചെറുക്ക, നീ എന്താക്കിയതാ? ഞാൻ എന്താക്കാൻ? ഞാനൊന്നും ആക്കിയില്ല മമ്മി. കള്ളം, പച്ചക്കള്ളം. നോക്കൂ മമ്മി, ഇവൻ ബാത്റൂം മുഴുവൻ സോപ്പ് പതപ്പിച്ചിട്ടിട്ട് ഞാൻ അതിൽ തെന്നി വീണതാണ്. ശരിയാണല്ലോ, ഇവിടെ മുഴുവൻ സോപ്പാണല്ലോ. ഡാ, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഞാൻ ചെയ്തതല്ല മമ്മി. അല്ല പിന്നെ തനിയെ ആയതായിരിക്കും. നിലത്തൂരി വീണിട്ട് അവൾക്കാറ്റം വല്ലതും പറ്റിയിരുന്നെങ്കിൽ നീ എന്ത് കണ്ടേനെ? അയ്യോ മമ്മി, ചെവി വേദനിക്കുന്ന, വിട് മമ്മി. കിട്ടണം കിട്ടണം, നിനക്ക് കിട്ടിയാ പോരാ. എന്നെ നീ കളിക്കോ കുരുത്തക്കടെ? തല്ല് കൊള്ളാഞ്ഞതിന്റെ കുറവ് നിനക്ക് നല്ലോണമുണ്ട്. ഇല്ല മമ്മി, ഇനി ഞാൻ കളിക്കില്ല, ചെവി വിട്. ഇനി ഒരു ശബ്ദം ഇവിടുന്ന് കേട്ടാൽ
മര്യാദക്ക് രണ്ടും കുളിച്ച് സ്കൂൾ പോവാൻ നോക്ക്. അയ്യോടാ മോനിക്ക് വേദനിച്ചോ? പോടി പീക്കിരി, നീ പോടാ പോക്കിരി. ഡീ എന്താടാ കുന്തം? ഡീ പീക്കിരി, നീ എന്താ ഞൊണ്ടി ഞൊണ്ടി വരുന്നത്? അതൊന്നും പറയാത്തതാടാ നല്ലത്. ആ തലതെറിച്ച ചെറുക്കൻ എന്നെ ബാത്റൂമിൽ തള്ളിയിട്ടു. ബാത്റൂമിൽ വീണെന്നോ? അതെ, ബാത്റൂമിൽ വീണു. എന്നിട്ടോ? പറഞ്ഞു തരാൻ മനസ്സില്ല. ബാത്റൂമിൽ വീണിട്ട് അവൻ എന്ത് പറ്റിയെന്നല്ല ചോദിക്കുന്നത്, നിന്ന് കളിക്കുക ചെയ്യുന്നത്. എന്താ രണ്ടാളും കൂടെ സംസാരിക്കുന്നത്? കുന്തം? കുന്തമോ? ആരുടെ കുന്താ? ലുട്ടാപ്പിയുടെ കുന്തമാണോ? നീ എന്താടി കൊക്കപ്പുഴു ഇരുന്ന പോലെ ഇരിക്കുന്നത്? കൊക്കപ്പുഴുവോ? എവിടെ? അതാ അവിടെ. നേരെന്നെ കൊക്കപ്പുഴു ഇരുന്ന പോലെ തന്നെയുണ്ട് നിന്നെ കാണാൻ. ഓക്കേ, സമ്മതിച്ചു, ഞാൻ കൊക്കപ്പുഴു തന്നെയാ. നിങ്ങൾ രണ്ടാളെയും കാണുമ്പോൾ എനിക്ക് എന്താണെന്ന് ഓർമ്മ വരുന്നത്? ഹാർപ്പിക്കിന്റെ പരസ്യത്തിൽ എപ്പോഴും ബാത്റൂം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന രണ്ട് ജീവികളില്ലേ, ആ ജീവികളെ. ജീവികളെന്നല്ല വിളിക്കേണ്ടത്, കീടങ്ങളെന്നാ, കീടങ്ങൾ. Hey, Pinky. Yes, Andy. What happened? എന്ത്? അപ്പന് വട്ടാണെന്നോ? ആരാ ഇവരൊക്കെ? ഇതെവിടുന്ന് വന്ന കുറെ മദാമ്മമാർ? നീ ഇവരെ കണ്ടില്ലേ? ഇത് മമ്മിയുടെ ഫ്രണ്ട്സ് ആണ്. പിങ്കേ, എനിക്കെന്നാ പറ്റിയേ? അയ്യേ, ഇതെന്ത് മദാമയാ? അത് മദാമയല്ലടാ മണ്ട. പിന്നെ നിങ്ങളല്ലേ പറഞ്ഞ മദാമയാണെന്ന്? ഇത് ലൂസി ആന്റി, അത് സൂസൻ ആന്റി. ലൂസി ആന്റി മദാമയൊന്നുമല്ല. ഹലോ ആന്റി, ഞാൻ അപ്പൂസ്. നീ അപ്പൂസാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. സൂസൻ ആന്റിക്ക് എന്നെ അറിയാമോ? ആ മോനെ, എനിക്കറിയാം നിന്നെ. ആ നിലമ്പൂടുന്ന ഒരു ഒച്ച കേട്ടെ, ആരോ കരയുന്ന പോലത്തെ ഒരു ഒച്ച. ഇതെന്ത് ഭാഷ? ആന്റി, അത് ഞാൻ ബാത്റൂമിൽ വീണതാണ്. ബാത്റൂമിൽ വീണതാ? അങ്ങനെയൊന്നും വീണേ? അത് ചെറുക്കൻ ബാത്റൂമിൽ സോപ്പ് ഒഴിച്ചിട്ട് അതിൽ തന്നെ വീണതാണ് ഞാൻ. എനിക്ക് ഭയങ്കര കുരുത്ത കടാലേ ചക്ക. ഹേയ്, അങ്ങനെയൊന്നുമില്ല ആന്റി. ആഹാ, എല്ലാവരും കൂടെ ഇവിടെ നിന്ന് കഥ പറയുകയാണോ? കഥയോ? എന്ത് കഥ? ഇവിടെ ആരും കഥയൊന്നും പറയുന്നതല്ല, ഞങ്ങൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് തന്നെയാ ഞാനും ഉദ്ദേശിച്ചത്. ലൂസി, സൂസൻ, വാ നമുക്ക് ചായ കുടിക്കാലോ. അതെന്താ മമ്മി, ഞങ്ങൾക്ക് ചായ ഇല്ലേ? ഉണ്ട് മക്കളെ, വാ നമുക്ക് എല്ലാവർക്കും കൂടെ ചായ കുടിക്കാം. മമ്മി ഉറങ്ങുകയാണോ? എന്നാൽ ഇന്ന് മമ്മിയുടെ അടുത്ത് എനിക്ക് കിടക്കാം. അമ്പല പുളിസോ, മോന്റെ പൂതി കൊള്ളാം. ഞാനാ ഇന്ന് മമ്മിയുടെ അടുത്ത് കിടക്കുന്നത്. നീ പോടാ മാത്രി, ഞാനാ ഇന്ന് മമ്മിയുടെ അടുത്ത് കിടക്കുന്നത്. അത് നീയാണോ തീരുമാനിക്കുന്നത്? പിന്നെ എന്റെ കാര്യം ഞാനല്ലാണ്ട് നീയാണോ തീരുമാനിക്കുന്നത്? എവിടെ നോക്കിയാലും ഉണ്ടാവും കൃമി പോലെ ഇടങ്ങാറാക്കാൻ. കൃമി ഞാനല്ല, നീയാ. നിനക്ക് പറ്റിയ പേരാണത്. തുടങ്ങിയ രണ്ടും മനസമാധാനത്തോടെ ഒരു 5 മിനിറ്റ് കിടക്കാന്ന് വിചാരിച്ചാൽ സമ്മതിക്കില്ല രണ്ടും. നിങ്ങൾക്ക് രണ്ടും എന്തിന്റെ കേടാ? രണ്ടിനെ ഞാൻ വെച്ചിട്ടുണ്ട്. മമ്മി വെച്ചിട്ടുണ്ടെന്നോ? എന്താ വെച്ചത്? പായസമാണോ? പായസമല്ല, പാഷാണം. മനുഷ്യനൊരു സമാധാനം തരില്ലെന്ന് തീരുമാനിച്ചതാ മൂന്നും കൂടി. മമ്മി, എനിക്ക് മമ്മിയുടെ അടുത്ത് കിടക്കണം. അമ്മടെ കേമ, എനിക്കും കിടക്കണം. മാറി നിൽക്ക് രണ്ടും അങ്ങോട്ട്. ഇല്ല, എനിക്കും കിടക്കണം ഇവിടെ. അയ്യോ അമ്മേ, ഞാനിപ്പം വീകും. മാറണ്ട മാത്രി അങ്ങോട്ട്. അയ്യോ, ഞാൻ വീണേ. മമ്മി വീണോ? അയ്യോ മമ്മി, ചക്ക വീണത് പോലെയുണ്ട് കാണാൻ. നാശങ്ങൾ, കിടക്കാനും സമ്മതിക്കില്ല. അങ്ങോട്ട് മാറടി. ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? ഭൂകമ്പം. ഒരു കണക്കെടുക്കാൻ വന്നിരിക്കുന്നു അവൾ. നിനക്ക് വേറെ ഒന്നും പണിയില്ലേ? അതെ അതെ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അത് തന്നെയല്ലേ ഞാനും ചോദിച്ചത്. നിങ്ങളോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ നീ എന്ന് വിളിക്കരുതെന്ന്. നിങ്ങളുടെ മൂത്തതല്ലേ ഞാൻ? പിന്നെ എന്താ നിന്നെ വിളിക്കേണ്ടത്? പീക്കിരി എന്നാണോ? അതാണ് ഇവൾക്ക് പറ്റിയ പേര്. അതിന് നിന്നോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നെ എടാന്ന് വിളിക്കരുതെന്ന്? നിന്റെ മൂത്തതല്ലേ ഞാൻ? കുറെ മൂത്താപ്പമാർ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് വിളിക്കും. നിനക്കിപ്പോ സമാധാനമായില്ലേ? വലിയ സമാധാനമൊന്നുമില്ല, ചെറുതായിട്ട്. ലൂസി, സൂസൻ, ഇന്ന് നമുക്കൊന്ന് പുറത്തു പോയാലോ? ആ, അത് നല്ല കാര്യമായി കമലേ. ഞാനും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടേനു എവിടെങ്കിലും ഒന്ന് പുറത്തു പോണെന്ന്. കമല, ഗുഡ് ഡിസിഷൻ. നമ്മൾ എവിടെ പോകും? ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട്, അവിടെ പോയാലോ? പാർക്കാ? പാർക്കിൽ എന്ത് പോവാ നമ്മള്? അവിടെ കുട്ടികളല്ലേ പോണ്ടത്. നമ്മള് 3 മാത്രല്ലേ പോകുന്നുള്ളൂ. വേറെ എവിടെങ്കിലും പോയാൽ മതിയെ നമുക്ക്. നമ്മൾ എവിടെ പോകുന്ന കാര്യമാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? നമ്മളോ? നമ്മളെന്ന് പറയാൻ നിങ്ങളില്ല, ഞങ്ങള് മാത്രമാ പോകുന്നത്.
അതെന്താ മമ്മി ഞങ്ങളെ കൂട്ടാത്തത്? എന്തിന്? അവിടെയും സ്വൈര്യം തരാണ്ട് നിൽക്കാനോ? ഞങ്ങൾക്കും വേണ്ട ഒരു പ്രൈവസി ഒക്കെ. ഇല്ല മമ്മി, ഞങ്ങൾ ഒരു ഇടങ്ങാറും ഉണ്ടാക്കില്ല. ഞങ്ങളെയും കൂട്ടുമോ മമ്മി? ഇല്ല ഇല്ല, നിങ്ങളെ കൂട്ടുന്നില്ല. നിങ്ങൾ പോയിരുന്ന് പഠിക്ക്. പിന്നെ വയസ്സന്മാർക്ക് തെണ്ടാൻ പോകാൻ കണ്ട സമയം. ബയസന്മാരോ? ആരാ ചെറുക്ക ബയസന്മാര്? നിങ്ങളൊക്കെ തന്നെ വേറെ ആരാ? കുട്ടികളെ അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങൾക്ക് വയസ്സൊന്നും ആയിട്ടില്ല. കുറെ മദാമേ സായിപ്പ് ഉറങ്ങിക്ക്. ഡാ ചെറുക്ക, നിന്നോടാ കാര്യം പോവാൻ പറഞ്ഞത്. പപ്പ വന്നാൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. ആ, നിങ്ങൾക്ക് പറ്റിയാൾ പപ്പ തന്നെയാ. പപ്പ വന്നിട്ടേ പപ്പയുടെ കൂടെ നിങ്ങൾ പാർക്കിലോ ബീച്ചിലോ എവിടെ വേണമെങ്കിലും പോട്. ഞങ്ങളെ കുറച്ചു നേരം ഒന്ന് സ്വസ്ഥമായിട്ട് വിട്. നിങ്ങളോടാ ചെന്നിരുന്ന് പഠിക്കാൻ പറഞ്ഞത്. നിങ്ങളെ എത്ര മോങ്ങിയിട്ട് നിങ്ങളെ കൂട്ടുന്ന കാര്യമില്ല. നോക്കിക്കോ, ഞങ്ങൾക്കും ഉണ്ടല്ലോ ഫ്രണ്ട്സ്. ഞങ്ങൾ അവരുടെ കൂടെ പോകും. ആ, അതാ നിങ്ങൾക്ക് നല്ലത്. ഡാ കുഞ്ചൂസേ, നമ്മുടെ അടവ് നടക്കില്ല. നമുക്കൊന്ന് മാറ്റി ചവിട്ടിയാലോ? അതെ, അതാ നല്ലത്. എന്നാ തുടങ്ങാലേ? 1 2 3 സ്റ്റാർട്ട്. കൊള്ളാലോ പുതിയ അടവ്. നടക്കില്ല മക്കളെ, നടക്കില്ല. നിങ്ങളോടാ പോയിരുന്ന് പഠിക്കാൻ പറഞ്ഞത്. എന്നാ മമ്മി ഇവന്മാരെ കൂട്ടണ്ട, എന്നെ മാത്രം കൂട്ടുമോ? ഞാനും ഒരു പെൺകുട്ടിയല്ലേ? ഓഹോ, കൊള്ളാലോടി നിന്റെ അടവ്. അങ്ങനെ നിന്നെ മാത്രം കൂട്ടിയാൽ ഞങ്ങളുണ്ടോ നിന്നെ വെറുതെ വിടുന്നേ? അതാ പറഞ്ഞത്, മൂന്നാളെയും കൂട്ടുന്നില്ല, പോയിരുന്ന് പഠിക്കാൻ. അപ്പൊ ഞങ്ങളെ കൂട്ടില്ലെന്ന് മമ്മി തീരുമാനിച്ചതല്ലേ? അതെ, നിങ്ങളെ കൂട്ടുന്നില്ല. എന്നാ വാടാ അപ്പു, വെറുതെ നിന്ന് കാല് കടയണ്ട. എന്തു പറ്റി കമല അവരെ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞത്? നമുക്ക് അവരെയും കൂടെ കൂട്ടാമായിരുന്നില്ലേ? അതെന്നെ കമലേ, ആന്തേനോലെ കൂട്ടാത്തെ? നമുക്ക് ഓലെയും കൂടെ കൂട്ടിയിട്ട് പോയാ പോരേനാ? അത് ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട്. ആ പാർക്കിൽ പോകുമ്പോൾ നമുക്ക് അവരെയും കൂട്ടിയിട്ട് ഒരുമിച്ച് പോകാം. ഇത് ഞാൻ പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേത് സ്ഥലാളെ? ഇവിടെ അടുത്തൊരു പബ് ഉണ്ട്. നമുക്ക് മൂന്നാൾക്കും അവിടെ പോയിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് വരാം. യാ ഗുഡ് ഡിസിഷൻ. നമുക്ക് അവിടെ തന്നെ പോകാം. എന്നാൽ വേഗം റെഡിയാവ്, നമുക്ക് പോയിട്ട് വേഗം വരാം. ഓക്കെ ഓക്കെ. സൂസന്നെ, ഇനി ഇറങ്ങിയോ പോവാനിയെ? യെസ് ലോസി, ഐ ആം റെഡി. ആന്താളി കമലേനെ കാണാത്തെ? ഓളെന്താ വരാത്തെ? ഓൾ ഇറങ്ങിക്കില്ലോളി? ഞാനും റെഡിയായി. അല്ല കമലേ, ഇതെന്ത് കോല? എന്താ ഈ കോലത്തിന് വല്ല കുഴപ്പവുമുണ്ടോ? നമ്മൾ ഡാൻസ് പാർട്ടിക്കൊക്കെ പോകുന്നല്ലേ, അപ്പൊ ഞാനും കുറച്ച് ഫാഷൻ ഒക്കെ ആവണ്ടേ? എന്നാലും കമലേ, വല്ലാത്തൊരു ഫാഷൻ ആയിപ്പോ ഇത്. ആരാ ഇത്? മത്തങ്ങക്ക് കയ്യും കാലും വെച്ചതുപോലെയുണ്ട്. പോടാ ചെറുക്കാടുന്ന്, നിനക്ക് അസൂയല്ലേ? എന്നാലും വേണ്ടേനും കമലേ, എനിക്ക് എന്റെ മറ്റേ കോലം തന്നെയാ ചേരുന്നത്. നേരാണോ സൂസൻ? എനിക്ക് ഈ കോലം ചേരുന്നില്ലേ? അതോ പിന്നെ കമല, അവൾ പറഞ്ഞത് നേരാണ്. നിനക്ക് ഈ കോലം തീരെ ചേരുന്നില്ല. എന്നാ ശരി, ഞാൻ മാറ്റിയിട്ട് വരാം. മക്കളെ, കൂടുതൽ ദൂരത്തോട്ട് നിൽക്കണ്ട, അപ്പുറത്തേക്ക് തെന്നി വീഴും. ഓ, എന്ത് തണുപ്പാടി ഇവിടെയൊക്കെ. മൂന്നാറ് കാണാൻ സൂപ്പർ അല്ലേ? എന്ത് ഭംഗിയാ ഇവിടെ കാണാൻ. ഇവളെന്തോന്നായി പറയണത്? മൂന്നാർ പിന്നെ ഭംഗിയില്ലാതിരിക്കോ? നിന്നോട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത കാര്യത്തിന് നീ കാര്യം അഭിപ്രായം പറയണ്ട. അല്ല സൈന, പാത്തമ്മ എവിടെ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇച്ചു പറഞ്ഞ ശരിയാണല്ലോടി. ഈ അമ്മച്ചിയുടെ പോയി കിടക്കുക. പാത്തും അതെ ആ തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഈ അമ്മച്ചിക്ക് എന്തിന്റെ കേടാ അവിടെ ഒറ്റയ്ക്ക് പോകാൻ? വല്ല അട്ടയോ പഴുതാരയോ ഉണ്ടാവില്ലേ? ആസ്വദിച്ചോട്ടടി, വല്ലപ്പോഴൊക്കെയല്ലേ നമ്മളൊക്കെ പുറത്തേക്ക് വരുന്നത്. സൈന, എടി സൈന, ഉമ്മച്ചിയല്ലേ വിളിക്കണത്? എന്തമ്മച്ചേ, നിങ്ങൾ എവിടെയുള്ളത്? ഇങ്ങോട്ട് വരി, ഞങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. എടി സൈന, ഇജ്ജിത് കണ്ടോ? എന്തോന്നത് ഉമ്മച്ചേ, നിങ്ങൾ ഇങ്ങോട്ട് വാ. അത് ശരി, നിങ്ങളൊക്കെ ഇവിടെ നിന്ന് സൊറ പറയാ? നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് സൊറ പറയാനാണോ? ഇവിടെ എന്തോരം കാഴ്ചകളുണ്ട്, അതൊക്കെ കണ്ടൂടെ നിങ്ങൾക്ക്? എന്റെ പാത്തുമ്മ, ഞങ്ങളും കാഴ്ചകളൊക്കെ കാണുക തന്നെയാണ്. ഇജ്ജൊന്ന് താഴോട്ടേക്ക് നോക്കണ്ട ഇവളെ, എന്തോരം തേയിലത്തോട്ടങ്ങൾ ഇവിടെ ഉള്ളത്. അത് മാത്രല്ല, ഞമ്മക്ക് നമ്മളെ പുതപ്പിങ് എടുക്കാമായിരുന്നു. പുതപ്പോ? അതെന്തിനാ പാത്തുമ്മ? തണുത്തിട്ട് വയ്യടി. പുതപ്പിങ് എടുത്തിരുന്നെങ്കിൽ ഇവിടുന്നൊക്കെ പുതച്ച് നടക്കാമല്ലോ. എന്റെ ഉമ്മച്ചേ, നിങ്ങൾ എന്തൊക്കെയായി പറയണത്? ദൂരൊക്കെ വരുമ്പോ ആരെങ്കിലും തണുക്കുന്നുണ്ടെങ്കിൽ പുതപ്പ് പുതക്കുമോ? അതിന് നമ്മൾ സെറ്ററല്ലേ ഇടേണ്ടത്. എന്തോന്ന് സെറ്ററോ? അതെന്ത് കുന്താടി? അത് നമ്മൾ തണുക്കുമ്പോ ഇടുന്ന കോട്ടാണ് ഉമ്മച്ചേ. അല്ലാതെ ഇവിടെ നിന്നൊന്നും ആരും പുതപ്പും പൊളിച്ച് നടക്കത്തില്ല.
ഹോ, എന്ത് കുന്താണയിലൊന്നും വേണ്ടിയിരുന്നില്ല, അതിങ്ങ് എടുക്കാമായിരുന്നു. ഞമ്മക്ക് തണുത്തിട്ട് പല്ലുകളൊക്കെ ഇക്കിളിയാവണോ. എടി കമലെ, എങ്കിൽ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോയാലോ? കുട്ടികളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. മക്കളെ, മതി ഇവിടുത്തെ കാഴ്ചകൾ കണ്ടത്, ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അയ്യോ അമ്മ, പോകല്ലേ, ഞങ്ങളൊന്നും ഇവിടെ കണ്ടു കഴിഞ്ഞില്ല. ഇവിടെ ഇത്ര കാഴ്ചകളല്ലേ കാണാനുള്ളൂ, നമുക്ക് ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഓരോ സ്ഥലത്തും പോയി കാണേണ്ടതല്ലേ? ഇവിടെ തന്നെ നിന്നാലേ അതൊന്നും കാണത്തുണ്ടാവില്ല. അമ്മ ഞങ്ങളുടെ ഒന്നും ഫോട്ടോ എടുത്തില്ലല്ലോ. ഞങ്ങൾക്ക് തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കണമായിരുന്നു. അതെ, എന്നിട്ട് വേണം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാൻ. ഏത് ഗ്രാമത്തിൽ പോകാൻ? അയ്യോ അമ്മച്ചേ, ഗ്രാമത്തിൽ പോകുന്ന കാര്യമല്ല അവള് പറഞ്ഞത്. അവൾക്ക് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടണമെന്നാ. അത് ഫോണിൽ ഇപ്പൊ ഉള്ള ഒരു ആപ്പാണ് അമ്മച്ചേ. ഇപ്പൊ ഉള്ള ആൾക്കാരെ രാവിലെ എണീച്ചിട്ട് പല്ലേക്കുന്നതും കുളിക്കുന്നതും ചായ കുടിക്കുന്നതും ഒക്കെ അതിൽ പോസ്റ്റ് ചെയ്യും. അതിനാണ് ഈ സ്റ്റോറി ഇടലെന്ന് പറയല്. ഹോ, ഓരോരോ കാര്യങ്ങളെ, കാലം പോയൊരു പോക്കേ. അമ്മച്ചിയെ, നമ്മളൊരു കാര്യം പറഞ്ഞ നിങ്ങൾ കേക്കോ? എന്താണ് ഉസ്മാനെ, ഇജ്ജ് പറ. അമ്മച്ചിയെ, ദേ നോക്ക് അമ്മച്ചിയെ, ആ മല കണ്ടോ? ഞമ്മക്ക് ആ മലയുടെ മുകളിലേക്ക് പോകണമായിരുന്നു. എന്തോന്ന്, ആ മലയുടെ മുകളിലേക്കോ? അനക്കെന്താ പിരാന്ത് പിടിച്ചോ? ഏതാ ആ മലയുടെ മുകളിൽ എങ്ങനെ പോകാനാണ്? അത് എത്ര ദൂരത്തുള്ള മലയാണെന്ന് എനിക്കറിയാമോ? ദാ അമ്മച്ചി, ഇവിടുന്ന് നോക്ക്. ഇവിടുന്ന് നോക്കുമ്പോൾ അത് അടുത്തല്ലേ ഉള്ളത്. എടാ മണ്ട, അത് ദൂരേന്ന് നോക്കുമ്പോ അടുത്തായിട്ട് തോന്നുകയാ. അതങ്ങ് ദൂരെയാ ഉള്ളത്. ആ, അല്ലേലും മോനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അന്റെ ബുദ്ധിയല്ലേ ഓനിക്കുള്ളത്. എടാ ഉസ്മാനെ, ഇജ്ജ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആഗ്രഹിക്കണ്ട കേട്ടോ. ഇങ്ങ് താഴത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടാ മതി. അങ്ങ് മലയുടെ മുകളിലും മാറ്റിന്റെ മുകളിലൊന്നും നീ ഇപ്പൊ കയറാൻ നിൽക്കണ്ട. സാരില്ലടി, ഓനോന്റെ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ, നീ അത് വിട്ടുകളാ. ആ, ഇമാതിരി ആഗ്രഹങ്ങളാണെങ്കിലേ എവിടേക്കും പോകത്തുണ്ടാവില്ല. അയ്യോ, എന്തോ നടി കൊന്തം വലിച്ചി നിന്ന് വിളിക്കണത്. അവളുടെ ഒരു അനക്ക് നമ്മൾ കാണിച്ചു തരാം, നോക്കിക്കോ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ അനക്ക് നമ്മളൊരു മുട്ടൻ പണി തരും. പിന്നെ നീ ഇങ്ങ് വന്നേച്ചാലും മതി. അമ്മ, ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് താ അമ്മ. ഹോ, എന്റെ പൊന്നോ, എടുത്ത് തരാമേ. ഒന്ന് നേരെ നിക്ക് നിങ്ങൾ. ശരി, ദാ ഞങ്ങൾ നിന്നു. ഇനി വേഗം എടുത്ത ഫോട്ടോ. അതെന്താ ഉസ്മാനെ, നീ നിക്കണില്ലേ ഫോട്ടോയില്? വേണ്ട, നമ്മുടെ ഫോട്ടോ എടുക്കണ്ട. അയ്യോ, അത് പറഞ്ഞാ പറ്റത്തില്ല. നിങ്ങൾ 4 പേര് നിക്ക്. 4 പേരുടെ ഫോട്ടോ ഞാൻ എടുത്തു തരാം. ഏടാ, നീയും പോയി അവിടെ നിക്ക്. എനിക്ക് മലമുകളിൽ കയറാൻ പറ്റാത്തതിന്റെ ദേഷ്യ. ആരാ പറഞ്ഞ അഞ്ഞോട് നമുക്ക് മലമുകളിൽ കയറാൻ പറ്റാത്ത ദേഷ്യാണെന്ന്? ഞമ്മക്കതൊന്നല്ല. പിന്നെ നീ എന്താ ഫോട്ടോയിൽ നിൽക്കാത്തത്? അത് ഞമ്മക്ക് സൗകര്യമില്ലേറ്റ്. അനക്കെന്താ? എടാ ഉസ്മാനെ, മര്യാദയ്ക്ക് എന്നോട് ഫോട്ടോയിൽ നിൽക്കാൻ പറഞ്ഞത്. മനുഷ്യൻ ഇവിടെ തണുത്ത് ബേർച്ചിട്ട് വയ്യ. ഇങ്ങടെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ട് വേണം വേഗം തണുപ്പില്ലാത്ത വേറെ അടുത്തേക്കെങ്കിലും പോകാൻ. ഷോ, ഈ ഇമ്മച്ചിയെ മൂന്നാറിലേക്ക് കൂട്ടണ്ടായിരുന്നു. ഏടാ, ഒന്ന് വേഗം നിക്കടാ, ഒരു ഫോട്ടോ എടുക്കട്ടെ. ആ, സുമയാന്റി പറഞ്ഞോണ്ട് മാത്രം നമ്മൾ നിക്കാം. വേഗം എടുത്ത ഫോട്ടോ. ആ, എല്ലാരും ഒന്ന് ചിരിച്ചേ. എടാ ഉസ്മാനെ, ഒന്ന് ചിരിയടാ. ഹോ, ഈ സൈത്താനെ കൊണ്ട് വലിയ ശല്യമല്ലോ. എടാ, എന്റെ മോന്ത എന്താടി ഇങ്ങനെ? ചിരിക്കടാ, ചിരിക്ക്. എടാ, എന്നോടല്ലേ പറഞ്ഞ സൈത്താനെ ചിരിക്കാൻ? ചിരിക്കടാ, ചിരിക്ക്. ഓ, ഈ ബെല്ലിമാനും കൂടെ വലിയ സൗകര്യപ്പാടായല്ലോ. ദാ, നമ്മൾ ചിരിച്ചു. ഇനി വേഗം എടുത്ത ഫോട്ടോ. എടി പിങ്കി മോളെ, നീ എന്തിനാണ് ഇങ്ങനെ വിളിക്കണത്? എടി പിങ്കി മോളെ, നീ ഇങ്ങനെ വിളിച്ചാലേ ആ ക്യാമറയുടെ ഗ്ലാസ് പൊട്ടും. അന്റെ പല്ല ഗ്ലാസിന് കുത്തിയിട്ട് ഇപ്പൊ ആരും ഫോട്ടോ എടുക്കലുണ്ടാവത്തില്ല. ഓ, വലിയ കാര്യം തന്നെ. നിന്നോട് ആരും ചോദിച്ചില്ല. എന്റെ പല്ലാണെങ്കിലേ നിന്റെ നാവ് അതിന് പോയി കുത്ത. എന്റെ പല്ലിനേക്കാളും നീട്ടുണ്ട് നിന്റെ നാവിന്. ഓ, പിന്നെ പറയോ വേണ്ട. ഷോ, ഒന്ന് മിണ്ടാതെ ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ? പിന്നെ ഞാൻ ഫോട്ടോ എടുക്കത്തില്ല കേട്ടോ. ഇവർ രണ്ടുപേരും കൊണ്ട് വലിയ ശല്യാലോ. ഞങ്ങൾ കുറെ നേരമായി ചിരിച്ചു പിടിച്ച് നിൽക്കുന്നു. ഒന്ന് വേഗം അങ്ങോട്ട് നോക്ക്. ചേച്ചി ഞങ്ങളുടെ വായ കടയുന്നു. ഹാ, ഇപ്പോഴാ ഒന്ന് സെറ്റ് ആയത്. ഇനി എല്ലാരും ഈ ക്യാമറയിലേക്ക് തന്നെ ഒന്ന് നോക്കിയേ. ഫോട്ടോ എടുക്കാണേ. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്. അമ്മ, ആ എടുത്ത ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ? അയ്യോ, ഇപ്പൊ കാണണ്ട മക്കളെ, നമുക്ക് ഇതൊക്കെ വീട്ടിലെത്തിയിട്ട് കാണാം. ശരി, ഇനി നമ്മൾ എവിടേക്കാ പോകണത്? എടി സുമേ, ഇജ്ജൊന്ന് നമ്മളൊരു ഫോട്ടോ എടുത്തേ. ഇങ്ങോട്ടേക്ക് നീ നിക്ക് പാത്തുമ്മ, ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ ആവുമ്പോഴേ നമുക്ക് ആ മല മുഴുവൻ കിട്ടും. ശരി, നമ്മൾ ഈ തൊപ്പിയെ അതിൽ മര്യാദയ്ക്ക് കിട്ടണം കേട്ടോ. അതൊക്കെ കിട്ടും പാത്തുമ്മ, നിങ്ങൾ ചിരിച്ചു നിന്നോ. എടി, കിട്ടുന്നുണ്ടോ? ഫോട്ടോയിൽ നമ്മളെ കിട്ടുന്നുണ്ടോ? ഹോ, ഉണ്ട് ഉമ്മച്ചിയെ, ഓൾ എടുക്കല്ലേ. നിങ്ങളൊന്നും മുണ്ടാതിരി.
ആ പാത്തുമ്മ ചിരിച്ചോ ഇതാ ഫോട്ടോ എടുക്കാണ്. ആ എടുത്തു പാത്തുമ്മ. എന്നാലേ ഇനി ഇങ്ങനെ എടുത്തോ. അങ്ങനെ എടുത്തു. ആ എന്നാലേ ഇനി വേറെ മോഡലിൽ എടുത്തോ. വല്യമ്മ ഓവറാക്കല്ലേ, മതി ഫോട്ടോ എടുത്തത്. ഏടാ എന്റെ ഫോട്ടോ എടുത്ത മതിയായിട്ടില്ല, എനിക്ക് ഇനിയും ഫോട്ടോ എടുക്കണം. മതി നിങ്ങൾ 2-3 ഫോട്ടോ എടുത്തില്ലേ, അത്ര മതി. ഞങ്ങളുടെ ആകെ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളൂ. ഇത്ര മതിയോ? ഇനി 2-3 കൂടെ എടുക്കാമായിരുന്നു. ആ ഇപ്പൊ അത്ര മതി, നിങ്ങൾ ഇങ്ങോട്ട് വരി. ഇനി നമുക്ക് പോകാം. ആയിട്ടില്ലടാ, പോകാനായിട്ടില്ല. ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തില്ലല്ലോ. ഇനി ഞങ്ങളുടെ 3 പേരുടെയും ഒരു ഫോട്ടോ എടുത്തതാ. ആ മതി. ഇങ്ങടൊക്കെ ഫോട്ടോ എടുത്തിട്ടേ ഇപ്പൊ ഇവിടെ ആര് കാണാനാ? അത്രയൊക്കെ മതി. ഇവിടൊക്കെ നല്ല തണുപ്പുണ്ട്, നമുക്ക് വേഗം തിരിച്ചു പോകാം. കൊള്ളാലോ ഐഡിയ. അതെ നിങ്ങളൊക്കെ ഫോട്ടോ എടുത്തു. ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തണുപ്പ് അല്ലേ? കുട്ടികളെ നടക്ക്, ഇനി നമുക്ക് അപ്പത്തെ സ്ഥലം പോയി കാണാം. എടി സുമേ, ഇവിടെയൊക്കെ ഷോപ്പിങ്ങിന് എന്തോരം സാധനങ്ങളാ ഉള്ളത്. ശരിയാടി, അതും എന്ത് ഭംഗിയുള്ള സാധനങ്ങളാ ഉള്ളത്. അല്ല പാത്തുമ്മേ, സൈന്യ, ഉസ്മാനൊക്കെ എവിടെ? അവരൊക്കെ ദേ ആ സൈഡിലുണ്ട്. അവിടെ നിന്നും അവരെന്ത് ചെയ്യുകയാ? അത് പാത്തുമ്മക്ക് എന്തൊക്കെയോ പർച്ചേസ് ചെയ്യാനുണ്ട്, അതും നോക്കി നിൽക്കുകയാ അവരവിടെ. മമ്മി നോക്കൂ മമ്മി, ഇവിടൊക്കെ എന്തോരം ഡ്രസ്സുകളാ ഉള്ളത്. അതും നല്ല ഭംഗിയുള്ള ഡ്രസ്സ്. പ്ലീസ് മമ്മി, എനിക്കും ഒരു കൂട്ടം ഡ്രസ്സ് വാങ്ങിച്ചു തരുമോ? എന്തോന്ന് ഡ്രസ്സ് വാങ്ങിക്കാനോ? മിണ്ടാതിരി പെണ്ണെ, ഇവിടൊക്കെ നല്ല റേറ്റ് ആയിരിക്കും. പ്ലീസ് മമ്മി, ഒരു കൂട്ടം ഡ്രസ്സ് മാത്രം മതി. നിന്നോടാ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. ഇപ്പൊ അടുത്തല്ലേ ഒരു കൂട്ടം ഡ്രസ്സ് എടുത്തത്, നിനക്കിത് തന്നെയാണോ പണി? എനിക്ക് വേണം, എനിക്ക് ഡ്രസ്സ് വേണം. എന്റെ കൂട്ടുകാരെല്ലാം ടൂർ വന്ന ഡ്രസ്സും ബാഗും തൊപ്പിയും ഒക്കെ വാങ്ങാറുണ്ട്, എനിക്കും വേണം. മിണ്ടാതിരിക്കാനാ പറഞ്ഞത് നിന്നോട്. അവളുടെ ഒരു കരച്ചിലി. പ്ലീസ് മമ്മി, ഒരു കൂട്ടം ഡ്രസ്സ് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അമ്മ, അവൾക്ക് ഡ്രസ്സ് വാങ്ങിക്കുന്നുണ്ടെങ്കിലേ എനിക്കും ഒരു കൂട്ടം ഡ്രസ്സ് വേണം. അയ്യോ, കൊച്ചമ്പ്രാട്ടിക്ക് ഡ്രസ്സ് മാത്രം മതിയോ? ഡ്രസ്സ് മാത്രമാക്കണ്ടടി, ചെരുപ്പും ബാഗും ഒക്കെ വാങ്ങിച്ചു തരാം. മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. ഇവിടെ നിങ്ങളെ കൊണ്ടുവന്നത് പർച്ചേസ് ചെയ്യാനല്ല, ഇതൊക്കെ കാണിച്ചു തരാനാ. അയ്യോ പാവം, 2 പേര് ശശിയായി. മമ്മി പോകാതെ മമ്മി, എനിക്കിത് വാങ്ങിച്ചു താ മമ്മി. ദേ ആ സൈഡിൽ നല്ല ഉടുപ്പുകളുണ്ട്, എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചു താ മമ്മി. എടി സുമേ, ഇതിങ്ങളെയും കൂട്ടി വന്നത് നമ്മുടെ തെറ്റി. വെക്കേഷനല്ലേ, എവിടെയും കൊണ്ടുപോയില്ലാലോ എന്ന പരാതി വേണ്ടാന്ന് വെച്ചിട്ടാ ഇവരെയും കൂട്ടി നമ്മൾ ഇങ്ങ് മൂന്നാറിലേക്ക് വന്നത്. അപ്പൊ അവർക്ക് ഇവിടെയുള്ള സ്ഥലങ്ങളൊന്നും കണ്ടാ പോരാ, സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അതെ കമലെ, നല്ല പേട കൊള്ളാങ്ങിട്ടാ കുട്ടിയൊക്കെ. ഡി പിഞ്ചുമോളെ, മര്യാദയ്ക്ക് നിന്നോട് ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞത്. ഇവിടെയുള്ള സ്ഥലങ്ങളൊന്നും നമ്മൾ മുഴുവൻ കണ്ടു കഴിഞ്ഞില്ലല്ലോ, നമുക്കതൊക്കെ കാണാം. വേണ്ട, എനിക്കൊന്നും കാണണ്ട, ഞാൻ എവിടെയും വരില്ല. എനിക്കിതൊക്കെ വേണം. എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ആഹാ, അത്രക്ക് വാശിയാണോ? എങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കത്തേ ഉണ്ടാകൂ. ഞങ്ങൾ പോവുകയാണ്. മമ്മി എന്തോന്ന് കമ്മീന്ന്? ദേ നോക്ക്, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ കയ്യിൽ നിന്ന് നല്ല പിടകൊള്ളും കേട്ടോ. പിന്നെ നിന്റെ ഈ കരച്ചിലെ വെറുതെ ആവത്തില്ല, നല്ല അടി കൊണ്ടിട്ടുള്ള കരച്ചിലായിരിക്കും. നിർത്താൻ നിന്നോടാ പറഞ്ഞത്, കരച്ചിൽ നിർത്താൻ. എടി പിങ്കി മോളെ, വെറുതെ നിന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഒന്നും വാങ്ങിച്ചു തരാൻ പോകുന്നില്ല. നീ പോടി കൊന്തം വലിച്ചി. നീ എന്തിനാടി എന്നോട് ചൂടാവണത്? എന്ത് കേട്ടാലും നീ എന്തിനാടി ഇങ്ങനെ വിളിക്കാൻ നിൽക്കണത്? ഞാൻ സാധനം വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യും. നിന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. എന്റെ പൊന്നോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നീ വെറുതെ എന്നോട് ചൂടാവാൻ നിൽക്കണ്ട. മമ്മി, മര്യാദയ്ക്ക് ഞാൻ ചോദിക്കുകയാ, എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നുണ്ടോ ഇല്ലയോ? ആഹാ, മര്യാദയ്ക്കാ ഞാൻ നിന്നോട് പറഞ്ഞത്. നിനക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നില്ല. വേണമെങ്കിൽ വല്ല ക്ലിപ്പോ വളയോ മാലയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചോ, അല്ലാതെ ഡ്രസ്സ് ഇപ്പൊ ഞാൻ വാങ്ങിക്കുന്നേ ഇല്ല. ഓഹോ, അപ്പൊ ഉറപ്പിച്ചതാ അല്ലേ? അതെ, ഉറപ്പിച്ചതാ. ശരി, എങ്കിൽ വളയോ മാലയായിട്ടും വാങ്ങിക്കാം. കരഞ്ഞാൽ ഒരു കൂട്ടം ഡ്രസ്സ് കിട്ടുമെന്ന് വിചാരിച്ചു, അത് വെറുതെ ആയി. ആ, അങ്ങനെ മര്യാദയ്ക്ക് വാ. ഇവിടൊക്കെ ഡിസ്പ്ലേക്ക് ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ കാണാൻ വന്നതാണ്, അല്ലാതെ ഒന്നും പർച്ചേസ് ചെയ്യാൻ വന്നതല്ല. ഇതൊക്കെ നിങ്ങളോട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞതല്ലേ. അതുകൊണ്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഒക്കെ കണ്ട് ആസ്വദിച്ചോ, ഒന്നും വാങ്ങിച്ചു തരത്തില്ല. കമല പറഞ്ഞത് മനസ്സിലായല്ലോ. ഇത് ടൂറിസ്റ്റ് സ്ഥലമാണ്, ഇവിടെ സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതൊന്നും വാങ്ങിക്കാനേ നിങ്ങൾ ആഗ്രഹിക്കണ്ട, ഒക്കെ കണ്ട് ആസ്വദിച്ചോളൂ. ശരിയമ്മ. ശരി, എങ്കിൽ വാ, നമുക്ക് ദേ ആ സൈഡിൽ പോകാം. അവിടെ എന്തൊക്കെയോ കാണാനുണ്ട്. എടി കമലേ, നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? അയ്യോ എന്റെ പൊന്നോ, ഞാൻ ഇവിടെ നിന്നും ഒന്നും വാങ്ങിക്കുന്നില്ല.
ദേ ആ സൈഡിൽ ഞാനൊരു ചട്ടി കണ്ടു, നല്ല ഭംഗിയുള്ള ചട്ടി. എനിക്ക് ആ ചട്ടി വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ റേറ്റ് ചോദിച്ചപ്പോഴോ അതിനെത്രയാ 300 രൂപ അങ്ങനെ അവർ പറഞ്ഞത്. സാധാരണ നമ്മുടെ നാട്ടിൽ 100 രൂപക്ക് 120 രൂപക്കൊക്കെ കിട്ടുന്ന സാധനമാ അത്. നല്ല റേറ്റാണ് ഇവിടെയൊക്കെ സാധനത്തിന്. ആ അല്ലെങ്കിൽ മമ്മി ഒരു സാധനവും വാങ്ങിക്കണ്ട. എനിക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചു തരാണ്ടേ മമ്മി ഒന്നും വാങ്ങാൻ ഞാൻ വിടത്തില്ല. അതിന് ഞാനൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ. ആ വാങ്ങിക്കാതിരുന്നാ മമ്മിക്ക് നല്ലത്, വാങ്ങിച്ചാൽ എനിക്ക് വേണ്ടി വരും. ഷോ ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഞാൻ എന്തായാലും ഒന്നും വാങ്ങിക്കുന്നില്ല, അതോർത്ത് നീ വിഷമിക്കണ്ട. വാ നമുക്ക് ആ സൈഡിൽ ചെന്ന് നോക്കാം. എന്താ ഉസ്മാനെ? നമുക്കൊരു സാധനം വാങ്ങിച്ചേരാം. എന്ത് സാധനം എനിക്ക് വേണ്ടത്? അത് പിന്നെ ആ സൈഡിലില്ലേ ഒരു തൊപ്പിക്കടയുണ്ട്, അവിടെ നിന്ന് നമുക്ക് ഒരു തൊപ്പി വാങ്ങിച്ചു തരുമോ? തൊപ്പിയോ? അതെന്തിനാടാ എനിക്കിപ്പോ തൊപ്പി? നമുക്ക് വേണം അമ്മച്ചിയെ, നല്ല രസാ തൊപ്പി ഉണ്ട് അവിടെ, ഒന്ന് വാങ്ങിച്ചു തരുമോ? വേണ്ട വേണ്ട, ഇപ്പൊ അതൊന്നും വാങ്ങിക്കണ്ട, ഇവിടെ ഒക്കെ സാധനത്തിന് നല്ല കാശായിരിക്കും. ഉമ്മച്ചിയെ ഒരു തൊപ്പിയല്ലേ ചോദിച്ചുള്ളൂ, എന്താണ് ഉമ്മച്ചി ഇത്? ഒരു തൊപ്പി വാങ്ങിച്ചു തന്നൂടെ? ഏടാ ഉസ്മാനെ, തൊപ്പിയൊന്നും ഇവിടെ നിന്ന് വാങ്ങിക്കണ്ട, നമുക്ക് അതൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങിക്കാം. നാട്ടിലുള്ളതിനേക്കാളും ഇരട്ടി വിലയായിരിക്കും ഇവിടെയൊക്കെ. ആ അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല, നമുക്കൊരു തൊപ്പി വേണം വേണം വേണം. നാട്ടിലെത്തിയിട്ടേ നമ്മൾ ചങ്ങായിമാരൊക്കെ നമ്മളോട് ചോദിക്കും, ടൂർ പോയിട്ട് ഇജ്ജെന്താടാ വാങ്ങിച്ചതേ എന്ന്. അപ്പൊ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കാനാ നമുക്കൊരു തൊപ്പി നിർബന്ധ വാങ്ങിക്കൽ. എന്തോ നാടി ഇവിടെ ഒരു തർക്കം? അതില്ലുമ്മ ഓനിക്ക് ഒരു തൊപ്പി വേണം പോലും. തൊപ്പി? തൊപ്പിയോ? എന്ത് തൊപ്പി? എന്തോന്ന് വല്യമ്മ ഇങ്ങള്, എന്ത് തൊപ്പിനോ? തലയിൽ വെക്കണ തൊപ്പി തന്നെ. ഞമ്മക്ക് തലയിൽ വെക്കണ ഒരു തൊപ്പി വേണം, അതാ പറഞ്ഞത്. എടി സൈന, എന്നിട്ട് ഇജ്ജത് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞോ? ഹേയ് ഇല്ലുമ്മ, ഞമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഞമ്മള് പറഞ്ഞതേ ഇവിടെ ഒക്കെ അതിന് നല്ല റേറ്റ് ആയിരിക്കുമെന്നാ, നാട്ടിലുള്ളതിനേക്കാൾ ഇരട്ടി വിലയായിരിക്കും ഇവിടെ. ഓനോട് ഞാൻ പറഞ്ഞതേ നാട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചു തരാന്നാ. ഹാ അങ്ങനെയൊക്കെ വാങ്ങിച്ചാ മതി, അല്ലാതെ ഇവിടെ നിന്നൊന്നും വാങ്ങിക്കണ്ട. വല്യമ്മ ഇങ്ങനെ വാങ്ങിച്ചു തരണ്ട, ഞമ്മക്ക് ഉമ്മച്ചി വാങ്ങിച്ചു തന്നോളൂ. ഞാനേ ഉമ്മച്ചിയോടെ വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചത്, അല്ലാണ്ട് ഇങ്ങളോടല്ല. ഏടാ ഉസ്മാനെ, നീ ഒന്ന് മിണ്ടാതിരി. ഏടാ സെയ്താനെ, താർക്കുത്തരം പറയുന്നേടാ. അനക്ക് ഞമ്മള് വച്ചിട്ടുണ്ട്. ഇജ്ജി നമ്മളോട് മുന്നോട്ട് വെക്കാനായോ? അന്റെ ചെവി ഞമ്മളിന്ന് പൊന്നാക്കും. ഉമ്മ ഇങ്ങളൊന്നും ഓരോ ചെവി വിട്, ഓനിക്ക് വേദനയാവുന്നുണ്ടാവും. ഇജ്ജി മിണ്ടാതിരിയടി, ഞമ്മക്കറിയാം ഓനെങ്ങനെ ശരിയാക്കണമെന്ന്. ഓന്റെ ഒരു തർക്കുത്തരം പറച്ചൽ. ഇജ്ജൻ തർക്കുത്തരം പറയടാ, തർക്കുത്തരം പറയാ. മൂത്തോരോട് എങ്ങനെയാ സംസാരിക്കേണ്ടത് എനിക്ക് അറിയത്തില്ലേ? അല്ലോ ഉമ്മ, ആൾക്കാരൊക്കെ നോക്കണോ, നിങ്ങളൊന്ന് വിടോനെ. കരച്ചിൽ നിർത്തടാ, കരച്ചിൽ നിർത്താൻ. അനക്ക് തൊപ്പി വാങ്ങിച്ചു തരുന്നില്ല, ഒരു കുന്തോ വാങ്ങിച്ചു തരുന്നില്ല, അന്നോടാ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. ഓന്റെ ഒരു കള്ള കരച്ചില്. എടാ ഉസ്മാനെ, മോൻ കരയണ്ട. കരയാണ്ട് നിക്കണെങ്കിലേ നിങ്ങൾ ഞമ്മക്കൊരു തൊപ്പി വാങ്ങിച്ചു തരണം, എങ്കിലേ കരയാണ്ട് നിക്കൂ. തൊപ്പിയോ? അതെ തൊപ്പി തന്നെ, ഞമ്മക്ക് തൊപ്പി വേണം. ആ നീ കരയാതിരിക്ക്, നമ്മൾ നോക്കിയിട്ട് വാങ്ങിച്ചു തരാം. ഏടാ അന്നോടല്ലേ പറഞ്ഞ തൊപ്പി വാങ്ങിക്കുന്നില്ല എന്ന്, പിന്നെ പിന്നെ നീ അത് തന്നെ പറഞ്ഞോണ്ട് നിക്കണത്. സാരയില്ലുമ്മ, ഒരു തൊപ്പി വാങ്ങിച്ചു കൊടുക്കാം. അവിടെങ്ങാൻ വിലക്കുറവിന്റെ തൊപ്പി ഉണ്ടോ എന്ന് നോക്കാം, ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാലോ. വിലക്കുറവിന്റെ തൊപ്പിയോ? ഞമ്മക്കതൊന്നും വേണ്ട, ഞമ്മക്ക് നല്ല തൊപ്പി തന്നെ വേണം. വിലക്കുറവിന്റെ തൊപ്പിയൊക്കെ ഈ വല്യമ്മക്ക് വാങ്ങിച്ചു കൊടുക്ക്, വല്യമ്മ വെച്ച് നടന്നോട്ടെ. ഏടാ ഉസ്മാനെ, അതിനൊക്കെ നല്ല റേറ്റ് ആയിരിക്കും. അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല, ഞമ്മക്ക് എന്തായാലും വാങ്ങിച്ചു തരണം. അനുഭവിച്ചോടി, അനുഭവിച്ചോ, അനക്കിപ്പോ സമാധാനായില്ലേ? നമ്മൾ എന്തോരം സമയമായി ഇവിടെ തന്നെ നിൽക്കുന്നു, അവരൊക്കെ എവിടെ പോയി? അതില്ലേ അമ്മ, അവരൊക്കെ ഓരോരോ പർച്ചേസിലാ ഉള്ളത്.
പാത്തുമ്മയും സൈനമ്മയും ഉസ്മാനൊക്കെ ദേ ആ സൈഡിലാ ഉള്ളത്. പിങ്കിമോളും കമലാന്റിയും ദേ ഈ സൈഡിലും. അവരൊക്കെ അവിടെ നിന്നും എന്തോന്ന് ചെയ്യുകയാ? നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോകണ്ടേ? സമയം ഒരുപാട് ലേറ്റ് ആയില്ലേ? നമുക്കൊന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. അമ്മേ ദേ ഈ കടയിൽ നിറച്ചും പാവകളുണ്ട് അമ്മേ. എനിക്കൊരു പാവക്കുട്ടിയെ വാങ്ങിച്ചു തരുമോ? അയ്യോ, മോൾക്ക് പാവക്കുട്ടി മാത്രം മതിയോ? അമ്മയുടെ കട മൊത്തം വാങ്ങിച്ചു തരാൻ പറയും. എന്തേ? ദേ കുഞ്ഞാറ്റെ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ചെറിയ വേണ്ട എന്ന്. ഞാൻ അമ്മയോടല്ല ചോദിച്ചത്, നിന്നോടല്ലോ. ഇവിടെ അമ്മക്ക് തന്നെ ഒരു സാധനം വാങ്ങിക്കാൻ പൈസ ഇല്ലാണ്ട് നിൽക്കണത്. അപ്പോഴവളുടെ ഒരു പാവക്കുട്ടി. അമ്മേ, ഒരു പാവക്കുട്ടിയെ വാങ്ങിച്ചു തരുമോ പ്ലീസ് അമ്മേ? അയ്യോ, എന്താണ് മക്കളെ ഇത്? റോട്ടിൽ നിന്നാണോ വഴക്ക് കൂടുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്, ഇവളെയും കുട്ടിയെ സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവൾക്ക് എന്തെങ്കിലും വേണമായിരിക്കും. അതായിരിക്കും നീ വീട്ടിൽ ഇറങ്ങാൻ നോക്കുമ്പോൾ നിനക്ക് മേക്കപ്പ് സെറ്റ് വേണമെന്ന് പറഞ്ഞത് അല്ലേ? ഞാനേ ആവശ്യമുള്ള സാധനത്തിനാ പറഞ്ഞത്, അല്ലാതെ നിന്നെ പോലെ പാവക്കുട്ടിക്കും കീവക്കുട്ടിക്കും ഒന്നുമല്ല. അവളുടെ ഒരു പാവക്കുട്ടി. അമ്മ പ്ലീസ് അമ്മ, ഈ ഒരു പ്രാവശ്യം കൂടെ ഇനി ഒരിക്കലും പറയത്തില്ല. പ്ലീസ് അമ്മ, ഒരു പാവക്കുട്ടിക്ക് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. എനിക്ക് വാങ്ങിച്ചു തരുമോ അമ്മ? മക്കളെ, നമ്മളിവിടെ പർച്ചേസിന് വന്നല്ലാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? പർച്ചേസ് ചെയ്യാനുള്ള കാശൊന്നും ഞാൻ കരുതിയില്ല. അതുകൊണ്ട് എന്റെ കയ്യിൽ കാശ് കുറവാണ്. പിന്നെ ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. അമ്മ അവൾ മേക്കപ്പ് സെറ്റിന് പറഞ്ഞല്ലോ, അവൾക്ക് അമ്മ മേക്കപ്പ് സെറ്റ് വാങ്ങിച്ചു കൊടുക്കത്തില്ലേ? എനിക്ക് പാവ വാങ്ങിച്ചു തരാണ്ട് അവൾക്ക് എങ്ങാനും മേക്കപ്പ് സെറ്റ് വാങ്ങിച്ചു കൊടുത്താൽ അമ്മയോട് ഞാൻ പിന്നെ മിണ്ടത്തില്ല. എനിക്ക് കുഞ്ഞാവേ, അത് ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനമാണെന്ന് പറഞ്ഞില്ലേ? കണക്കായിപ്പോയി. അമ്മയുടെ കയ്യിൽ കാശില്ലാഞ്ഞിട്ടല്ലേ ഇതൊന്നും വാങ്ങിച്ചു തരാത്തത്. പിന്നെ നിന്റെ മേക്കപ്പ് സെറ്റ് പുളിങ്കൂടി കൊടുത്തിട്ടാണ് വാങ്ങിക്കണത്. അയ്യേ, എന്തോന്നിത്? ആ റോഡിൽ നിന്നാണ് തള്ളി പിടിക്കണത്. രണ്ടിനും ഇപ്പൊ എന്റെ കയ്യിൽ നേരപ്പെട്ട കൊള്ളും കേട്ടോ. അമ്മ, ഞാനല്ലല്ലോ, അവളല്ലേ ഓരോന്ന് പറഞ്ഞ് വാശി പിടിക്കണത്. അമ്മ അതിന് എന്നോട് പറയണത് അവളോട് പറ. ഷോ, ഈ പിള്ളേരെയും കൂട്ടിയിട്ട് ടൂറിന് വന്ന് എന്നെ വേണം പറയാൻ. കൊണ്ടുവരണ്ടായിരുന്നു രണ്ടുപേരെയും. നിങ്ങളോട് രണ്ടുപേരും മിണ്ടാതെ ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞത്. ഒരു പാവക്കുട്ടിയെ വാങ്ങണില്ല, മേക്കപ്പ് സെറ്റും വാങ്ങണില്ല. അപ്പോഴേക്കും ചൊടിച്ചോ? രണ്ടുപേരും ചൊടിച്ചോന്ന്. ഇവിടെ തന്നെ നിന്നോ, രണ്ടുപേരും ഇവിടെ തന്നെ നിന്നോ. ഞാൻ അപ്പത്തേക്ക് സൈനയുടെ കവലയുടെ അടുത്തുണ്ടാകും. പരിചയമില്ലാത്ത സ്ഥലമാ. ഇവിടെ നിന്ന് വല്ല കുട്ടികളെ പിടുത്തക്കാരെ വന്ന് നിങ്ങൾ പിടിച്ചാലേ പിന്നെ എന്നോട് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അയ്യോ, കുട്ടികളെ പിടുത്തക്കാരോ? അതെ, ഇവിടൊക്കെ നിറയെ കുട്ടികളെ പിടുത്തക്കാരുണ്ട്. അവരുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങളെ പിടിച്ചു കൊണ്ടുപോയി നിങ്ങളുടെ കണ്ണും കയ്യും കാലും ഒക്കെ അവർ ചെത്തി ബാഗിലാക്കി കൊണ്ടുപോകും. സത്യമാണ് അമ്മ പറയുന്നത്? എനിക്ക് പേടിയാവണോ? അതെ, ഞാൻ പറയുന്നത് സത്യമാണ്. അമ്മമാർ പറയുന്ന അനുസരിക്കാത്ത കുട്ടികളെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അമ്മ പറയുന്ന അനുസരിക്കാറില്ല, അവളാണ് അമ്മ പറയുന്ന അനുസരിക്കാത്തത്. ഞാനല്ല, നീ തന്നെ അമ്മ പറയുന്ന അനുസരിക്കാത്തത്. അല്ല, നീയാണ് അനുസരിക്കാത്തത്. ഞാനൊക്കെ അനുസരിക്കാറുണ്ട്. നോക്കാം, അവൾ കള പറയണത്. ഞാൻ അമ്മ പറയുന്നതൊക്കെ അനുസരിക്കാറില്ലേ? ഷോ, ഇനിയിപ്പോ ഇതിന് വേണ്ട വഴക്ക്. നിങ്ങൾ നല്ല കുട്ടികളാണെങ്കിലേ നിങ്ങൾ ഒരു കുട്ടികളെ പിടുത്തക്കാരൻ കൊണ്ടുപോകത്തില്ല. ഞാൻ നല്ല കുട്ടിയാണമ്മ. ഞാനും നല്ല കുട്ടിയാണമ്മ. അപ്പൊ നിനക്ക് പാവക്കുട്ടിയെ മേക്കപ്പ് സെറ്റ് ഒന്നും വാങ്ങിക്കണ്ടേ? അയ്യോ, എനിക്കൊന്നും മേക്കപ്പ് സെറ്റ് വേണ്ട. അല്ലെങ്കിൽ മത കെട്ടിപ്പോ എവിടെ പോകാനാ? എനിക്കും പാവക്കുട്ടിയെ വേണ്ട. വീട്ടിൽ ഇഷ്ടം പോലെ പാവക്കുട്ടികളില്ലേ, അത് വെച്ചിട്ട് ഞാൻ കളിച്ചോളാം. അല്ലെങ്കിലും എന്റെ അടുത്തുള്ള പാവക്കുട്ടികളുടെ കൂട്ട് തന്നെ ഇവിടെ ഉള്ളത്. പിന്നെ എന്തിനാ വേറൊരു പാവക്കുട്ടി? അങ്ങനെ നല്ല കുട്ടികളായാലേ നിങ്ങൾക്ക് നല്ലത്. അമ്മ പറഞ്ഞ സത്യമായ കാര്യമാണോ? എന്തോന്നേ? കുട്ടികളെ പിടുത്തക്കാരുള്ള കാര്യം? കുട്ടികളെ പിടുത്തക്കാരെ ഇവിടെ ഒക്കെ ഉണ്ട്. അവരുടെ കയ്യിലെ വലിയൊരു ചാക്കും ഉണ്ടാകും. ആ ചാക്കിലുള്ള കുട്ടികളെ കൊണ്ടുപോകാറ്. എന്നാ നമുക്ക് ഇവിടെ നിൽക്കണ്ടമ്മ, നമുക്ക് അപ്പുറത്തേക്ക് പോകാം, സൈനമ്മയുടെ കമലമ്മയുടെ അടുത്തേക്ക്. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വേഗം വാ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. പാവം കുട്ടികളെ, ഞാൻ പറഞ്ഞതൊക്കെ അപ്പടെ വിശ്വസിച്ചു. എന്തായാലും രണ്ടുപേർക്കും എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം. ടൂർ വന്നതല്ലേ, വല്ല വളയോ മാലയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാം. അപ്പൊ അവർക്ക് വീണ്ടും ഉപയോഗിക്കാലോ. അമ്മ എന്തോ അവിടെ നിന്ന് ഒറ്റയ്ക്ക് പേർക്കണത്? വേഗം ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ഓ, ദാ വരുന്ന കുട്ടി. ഞാനല്ലേ പുറകെ തന്നെയുള്ളത്? നിങ്ങളുടെ മുന്നോട്ടേക്ക് നടക്കാൻ പറഞ്ഞത്. അമ്മ, ഞങ്ങൾ ഒപ്പം നടക്കേ. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പേടിയാ. ഇനി വല്ല കുട്ടികളെ പിടുത്തക്കാരൻ വന്ന് ഞങ്ങൾ പിടിച്ചു കൊണ്ടുപോയാലോ? ഹേയ്, അങ്ങനെയൊന്നും നിങ്ങൾ പിടിച്ചു കൊണ്ടുപോകത്തില്ല. അതിനൊന്നും ഈ അമ്മ വിടത്തില്ല കേട്ടോ. അമ്മയില്ല നിങ്ങളുടെ കൂടെ. ഞങ്ങൾ പേടിക്കാതെ മുന്നോട്ടേക്ക് നമ്മൾ കഴിച്ച ഐസ്ക്രീമിന് നല്ല രുചി ഉണ്ടായിരുന്നു അല്ലേ? സൂപ്പറാണ്. ഞമ്മക്ക് ഇനിയും വേണമായിരുന്നു. നിനക്ക് മാത്രമല്ല, ഞങ്ങൾക്കും വേണമായിരുന്നു. ഐസ്ക്രീം കഴിച്ചിട്ട് കൊതി മാറിയിട്ടില്ല. നമ്മളിവിടെ കൊതിച്ചു നിൽക്കത്തേ ഉള്ളൂ. ഇനി എന്തായാലും നമുക്കത് വാങ്ങിച്ചു തരത്തില്ല. അതെ, ശരിയാണ്. മക്കളെ, നിങ്ങൾ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞോ? ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞല്ലോ അമ്മ. ശരി, എങ്കിൽ വാ, നമുക്ക് പോകാം അല്ലേ? തിരിച്ചു പോകാനായോ? അതെന്താ ഉസ്മാനെ, തിരിച്ചു പോകണ്ടേ? നമുക്ക് കുടിയൊക്കെ ഉള്ളല്ലേ. ഉമ്മച്ചി കാത്തു നിൽക്കുന്നുണ്ടാകും. അപ്പൊ നിങ്ങൾ വേഗം തിരിച്ചു പോകാൻ തിരക്ക് പിടിക്കാതെ. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് കണ്ടിട്ട് പോകാം. കൊള്ളാലോ ഉസ്മാനെ നിന്റെ ഐഡിയ. നമ്മ എത്ര സമയമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്? നേരെ സന്ധ്യ ആറായതൊന്നും നീ കാണുന്നില്ലേ? അതെ, എത്ര സമയമായി നമ്മൾ ആ ഷോപ്പിലൊക്കെ മെനക്കെടുന്നു. നിങ്ങളുടെ സ്കൂൾ ഐറ്റംസ് വാങ്ങുമ്പോഴത്തേക്കേ ഞങ്ങൾ കാണുന്നു. മമ്മി, എന്തായാലും നമ്മൾ വന്നതല്ലേ, പ്ലീസ് മമ്മി,
നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകാം. മക്കളെ, അതിന് മാത്രം ഇവിടെ കറങ്ങി കാണാൻ എന്താണുള്ളത്? കമല പറഞ്ഞത് ശരിയാണ്. ഇവിടേക്ക് കറങ്ങി കാണാൻ മാത്രം എന്താണ് ഇവിടേക്ക് ഉള്ളത്? അതോത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഇവിടെ അടുത്ത് ഒരു പാർക്കുണ്ട്. നമുക്ക് അവിടേക്ക് പോയാലോ? ഇപ്പോഴോ? മച്ചിയാ, ഇപ്പോഴല്ലാണ്ട് പിന്നെ എപ്പോഴാ പോകേണ്ടത്? പാർക്കിലൊക്കെ വൈകുന്നേരം തന്നെയാ പോകേണ്ടത്. വൈകുന്നേരം പോയാലേ വെയിലിനൊക്കെ ഒരു കുറവുണ്ടാകൂ. ശരിയാണ്, നമുക്ക് പാർക്ക് പോകാം പ്ലീസ്. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ പിള്ളേരെ? മതി മതി, പാർക്കിലൊന്നും ഇപ്പൊ പോകണ്ട. ഇപ്പൊ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. അമ്മ പ്ലീസ് അമ്മ, നമുക്ക് പാർക്കിൽ പോയിട്ട് വീട്ടിലേക്ക് പോകാം. ഇവിടെ അടുത്താണ് ആ പാർക്കുള്ളത്. വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. ഇത്രയും സമയം നമ്മൾ അവിടെയും ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നിങ്ങൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിച്ചു തന്നു. ഇനി ഒന്നും വേണ്ട, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാം. അതെ മക്കളെ, ഇപ്പൊ സമയം ഒരുപാട് വൈകിയില്ലേ? നമുക്ക് ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാം. അടുത്ത ഞായറാഴ്ച നമുക്ക് നോക്കിയിട്ട് എല്ലാവർക്കും കൂടെ നേരത്തെ തന്നെ പാർക്കിലേക്ക് വരാം. ആ, അത് ഇജ്ജി പറഞ്ഞ ശരിയാ കമലേ. അതാകുമ്പോ കുട്ടികൾക്കൊക്കെ കുറെ സമയം പാർക്കിൽ നിന്ന് കളിക്കാലോ. വേണ്ട മച്ചേ വേണ്ട, ഞങ്ങൾക്ക് ഇന്ന് തന്നെ പാർക്കിൽ പോണം. അതെന്ത് കുട്ടിയൊക്കെ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? നിങ്ങളോടല്ലേ പറഞ്ഞത് ഇന്ന് പാർക്കിൽ പോകുന്നില്ല എന്ന്? ഒരു കാര്യം ചെയ്യട്ടെ, ഇവർ 4 പേരും കൂടെ പാർക്കിലേക്ക് പോട്ടെ. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. മമ്മി, എന്തുവാ മമ്മി ഇങ്ങനെ? പിന്നെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ വേണ്ടത്? നിങ്ങളോടല്ലേ ഇപ്പൊ പറഞ്ഞ സമയം ഒരുപാട് വൈകി തിരികെ വീട്ടിലേക്ക് തന്നെ പോകണമെന്ന്? നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന കാര്യം എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ നടു റോട്ടിൽ വെച്ച് കാക്കപ്പട പോലെ പൊരുതാൻ നിൽക്കുന്നു. അപ്പത്തിനും ഇപ്പത്തിനും ഒക്കെ ആളുകൾ കാണുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളെയും കൂട്ടി ഷോപ്പിങ്ങിന് വന്നത് തന്നെ ഞങ്ങളുടെ തെറ്റി. അതെ അതെ, ഇനി ഇങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾക്ക് പറ്റില്ല. ഇങ്ങനെയും പറഞ്ഞാൽ മനസ്സിലാവാത്ത കുട്ടികളായി പോയല്ലോ നിങ്ങൾ. വാടി കമലെ, ഇവരോട് സംസാരിച്ച് നിന്നിട്ട് നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. ഇവർ പാർക്കിലോ ബീച്ചിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയിട്ട് വരട്ടെ. നമുക്ക് തിരികെ വീട്ടിലേക്ക് തന്നെ പോകാം. അമ്മ, എന്തോന്ന് കമ്മാന്ന്? ആന്റി ദേഷ്യം പിടിക്കണ്ട, ഞങ്ങൾ വരാം നിങ്ങളുടെ കൂടെ തന്നെ. അയ്യോ, ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ വരണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടെ വന്നാൽ മതി. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ വരുന്നു. ഞങ്ങൾക്ക് പാർക്കിലും പോകണ്ട, ബീച്ചിലും പോകണ്ട, എവിടെയും പോകണ്ട. ആ, അതിങ്ങനെ മുഖം കറുപ്പിച്ചിട്ടല്ല പറയേണ്ടത്, മര്യാദയ്ക്ക് പറ. മക്കളെ, സൈനമ്മ നിങ്ങൾക്ക് ഉറപ്പ് തരണോ? നമുക്ക് വരുന്ന ഞായറാഴ്ച എല്ലാവർക്കും കൂടെ പാർക്കിലേക്ക് പോകാം. വേണമെങ്കിൽ അന്ന് ബീച്ചിലും പോകാം. അതെ അതെ, നിങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഒരു വെക്കേഷൻ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ കുട്ടികളെ, ടൂർ തന്നെ. നിങ്ങൾക്ക് ഇതൊരു സർപ്രൈസായി വെച്ചതായിരുന്നു ഞങ്ങൾ. സത്യമാണോ അമ്മായി പറയണത്? അതെ മോളെ, സത്യമാണ് പറയണത്. നമ്മളെ അടുത്ത സൺഡേ എല്ലാവരും കൂടെ ടൂർ പോകുന്നുണ്ട്. ഒരു 1 ഡേ ട്രിപ്പ്. ഹൈ, ജോളി ആയിരിക്കും. ജോളിയൊക്കെ തന്നെയായിരിക്കും. പക്ഷേ നിങ്ങളുടെ സ്വഭാവം പോലെ ഉണ്ടാവും ട്രിപ്പിന്റെ കാര്യം. ഹേയ്, ഞങ്ങളൊന്നും കളിക്കില്ല മമ്മി. ഞങ്ങളെ നല്ല കുട്ടികളാണ്. ആ, അതിപ്പോ കണ്ടു നല്ല കുട്ടികളുടെ സ്വഭാവം. ഇനി അങ്ങനെ ഉണ്ടാവില്ല മമ്മി. ശരിക്കും നമ്മൾ എവിടേക്കാ ട്രിപ്പ് പോകണത്? അത് കൊള്ളാം. നിങ്ങളല്ലേ ഇപ്പൊ പാർക്ക് പോകണമെന്ന് പറഞ്ഞത്. ഞായറാഴ്ച നമുക്ക് പാർക്കിലും ബീച്ചിലും മോളിലും ഒക്കെ പോകാം. അയ്യേ, വെക്കേഷൻ ട്രിപ്പ് ഇവിടൊക്കെ തന്നെയാണോ പോകുന്നത്? പിന്നെ ഇവിടെ അല്ലാണ്ട് വേറെ എവിടെയാ പോകേണ്ടത്? വെക്കേഷൻ ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോ 2-3 ദിവസത്തേക്കെങ്കിലും പോകണ്ടേ? പിങ്കി മോൾ പറഞ്ഞത് ശരിയാണ്. നമുക്ക് 2-3 ദിവസത്തേക്ക് ട്രിപ്പ് പോകാം. അത് കുറച്ച് ദൂരെ എവിടെയെങ്കിലും പോകണം. കൊള്ളാലോ കാന്താരി നിന്റെ ഐഡിയ. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ടൂർ പോയിട്ടല്ലേ ഉള്ളത്. ഞങ്ങൾ മാത്രമല്ലേ എവിടെയും പോകാത്തത്? മമ്മി മമ്മി പ്ലീസ് മമ്മി, പാപ്പയോട് സമ്മതമാക്ക് മമ്മി. പാപ്പ വിളിക്കുമ്പോ ഞാൻ സമ്മതിപ്പിച്ചോളാം. മമ്മി ഒന്ന് റെഡിയായാൽ മാത്രം മതി. എവിടെ? ദൂരേക്കൊക്കെ പോകാനോ? എനിക്കൊന്നും വയ്യ, എനിക്ക് പേടിയാണ്. മമ്മി എന്തിനിങ്ങനെ പേടിക്കണത്? സൈനമ്മയും സുമയാന്റിയും ഒക്കെ ഇല്ലേ? വേണമെങ്കിൽ നമുക്ക് പാതമ്മയും കൂടെ കൂട്ടാം. മോളെ, പപ്പ അതിനൊന്നും സമ്മതിക്കത്തില്ല. സമ്മതിക്കും, പപ്പ സമ്മതിക്കും. പപ്പയോട് ഞാൻ സമ്മതിപ്പിച്ചോളാം. മമ്മി ഒന്ന് റെഡിയായാൽ മാത്രം മതി. എടി സുമേ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? അങ്ങനെ പോകുന്നോ? ഉമ്മച്ചി ഉണ്ടെങ്കിലേ നമുക്കൊരു കുഴപ്പമില്ല. ഉമ്മച്ചിയും കൂടെ കൂട്ടിയാ മതി. എനിക്ക് സുമേഷേട്ട സമ്മതിക്കുവോ? അമ്മ, അച്ഛനെ കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം. അമ്മയുടെ സമ്മതം മാത്രം കിട്ടിയാ മതി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല ജോലിയായിരിക്കില്ലേ? അതെ അതെ, നല്ല ജോലിയായിരിക്കും. നമ്മൾ 3 പേരും പിന്നെ പിള്ളേരും. അല്ലോ, ഉമ്മച്ചിയെ കൂട്ടാതിരിക്കല്ലേ, ഉമ്മച്ചി ഉണ്ടാകും. എടി, അത് പിന്നെ പ്രത്യേകം പറയണോ? പാത്തുമേലേ നമ്മുടെ ധൈര്യം. ശരിയാണ്, പാത്തുമ്മ കൂടെ ഉണ്ടെങ്കിലേ ഒക്കത്തിനും ഒരു ധൈര്യം പോലെയാണ്. ഒരാണുങ്ങളുടെ സ്വഭാവമല്ലേ അവരുടെ. അതിജി പറഞ്ഞ നേരാടി. ശരി മക്കളെ, എങ്കിൽ നിങ്ങളുടെ പാപ്പമാരോട് സമ്മതമാക്കിക്ക്. എന്നിട്ട് നമുക്ക് അടുത്ത ഞായറാഴ്ച എല്ലാവർക്കും കൂടെ ഒരു ട്രിപ്പ് പോകാം. അതും 2 ഡേയ്സ് ട്രിപ്പ്. മതി മതി,
സന്തോഷം. നമ്മുടെ സ്കൂൾ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞില്ലേ? ഇനി എന്താ ഉള്ളത്? എടി ഇനി കാര്യമായിട്ടൊന്നുമില്ല. അവരുടെ യൂണിഫോം മാത്രമല്ലേ ഉള്ളൂ. അത് അവിടെ തയ്ക്കാൻ കൊടുത്തതല്ലേ? അതെ അതെ, നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സെറ്റ് ആയിരിക്കും. എന്നാ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം അല്ലേ? ഇനി നമുക്ക് പോകാം. വരും മക്കളെ, ഇനി നമുക്ക് പോകാം. എടി നമ്മൾ എപ്പോഴാ ടൂർ പോകുന്നതെന്ന് ഫിക്സ് ചെയ്തോ? നമ്മൾ അമ്മമാർ പറഞ്ഞത് വരുന്ന സൺഡേ പോകാമെന്നല്ലേ? അതെ, വരുന്ന സൺഡേ പോകാമെന്നാ പറഞ്ഞത്. ഏതാ ഉസു, നിനക്ക് ഏത് സ്ഥലത്ത് പോകുന്നതാ ഇഷ്ടം? നീ പിങ്കി മോളെ, നിനക്കെന്താ ചെവി കേൾക്കത്തില്ലേ? അന്റെ ഉസുവിളി എപ്പോഴാ ഒന്ന് നിർത്താ? എപ്പോ നോക്കിയാലും ഉസു പുസു ഉസു പുസു. വെറുപ്പിക്കല്ലേ വെറുപ്പിക്കല്ലേ. ഇതിങ്ങനെ നമ്മൾ അധികം വെറുപ്പിച്ചാലേ അന്റെ കൂടെ നമ്മളെ ടൂറല്ല ഒരു സ്ഥലത്തും വരുന്നില്ല. ഏടാ, ഞാനൊരു ഓളത്തിന് വിളിക്കണതല്ലേ എന്നെ ഉസു എന്ന്. ആ, എന്റെ മേലെ നീ അധികം മോളെ സൃഷ്ടിക്കണ്ട. അങ്ങനെ ഒരു ഓളത്തിന് അന്നെ ഞാൻ മങ്കി മങ്കി എന്ന് വിളിച്ചാലോ? അല്ലെങ്കിലേ നാട്ടുകാർക്കൊക്കെ ഇപ്പൊ പറഞ്ഞു നടത്താം. എന്തോന്ന് അനക്ക് നമ്മളോട് ഇഷ്ടാണ് എന്ന്? അയ്യേ, നിന്നോടോ? നിന്റെ മോന്ത കണ്ടാൽ ആർക്കാടാ നിന്നോട് ഇഷ്ടം തോന്നാ? അവന്റെ ഒരു പൊട്ട സോഡ കണ്ണടയും ബാഗും. ഹോ, നീ പിന്നെ ലോക സുന്ദരിയാണല്ലോ. നിന്റെ മോന്തേമേലുള്ളത് റെയ്ബാന്റെ കണ്ണടയായിരിക്കും അല്ലേ? എന്തായാലും നിന്റെ സോഡ കണ്ണട പോലത്തെ കണ്ണടയല്ല എന്റെ കണ്ണട. എന്റെ കണ്ണട കാണാനെങ്കിലും ഭംഗിയുണ്ട്. നിന്റെ കണ്ണടയോ ഒരു മാതിരി വയസ്സന്മാർ വെക്കുന്ന പോലത്തെ കണ്ണടയും വെച്ചോണ്ട് അവൻ നടന്നോളൂ. ആരാടാ പറഞ്ഞ നിന്നോട് എനിക്ക് ഇഷ്ടാണെന്ന്? ചോദിച്ചു കേട്ടില്ലേ? നിന്നോടാ പറയാൻ പറഞ്ഞത്. ആരാ പറഞ്ഞതെന്ന്? അത് പിന്നെ കുറെ ആള് പറഞ്ഞിക്ക്. കുറെ ആളെന്ന് വെച്ചാൽ ആരാ പറഞ്ഞത്? അങ്ങനെ പലരും പറഞ്ഞ് നടക്കുന്നുണ്ട്. നീയേ അധികം വിഷയം മാറ്റാനൊന്നും നിൽക്കണ്ട. പറഞ്ഞു പറഞ്ഞ നീ ഇത് എങ്ങോട്ടേക്കാ പോകുന്നത്? നിന്നോട് നമ്മൾ പറഞ്ഞത് ഉസുവിളി നിർത്താനാണ്. നിർത്താനേ എനിക്ക് സൗകര്യമില്ല. ഞാൻ ഇനിയും വിളിക്കും ഉസു 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 ഉസു. എടീ പിങ്കി മോളെ, എന്തോ നാളെ കിടന്നലറണത്? ആഹാ, നിനക്ക് ഇത്രക്ക് വാശിയോ? എന്നാ ഞാൻ കാണിച്ചു തരാം. മങ്കി മോളെ മങ്കി മോളെ മങ്കി മോളെ. എടാ ഉസ്മാനെ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ. ഹായ്, നല്ല രസമുണ്ട് നിങ്ങളുടെ തല്ലുപിടി കാണാൻ. ആഹാ, കൊള്ളാലോ. എന്തോ നാടി ചക്ക കൊന്ത്രം പല്ലും കാണിച്ചിങ്ങനെ ഇരിക്കണത്? ഏടാ, നീ എന്തിനാണ് ഞങ്ങളോട് ദേഷ്യം പിടിക്കണത്? എന്ത് പറഞ്ഞാലും ഇരിക്കാൻ നിങ്ങൾ രണ്ടാളുണ്ടാവല്ലോ. ഏടാ നോക്കിയാലോ. ഏടാ ഉസ്മാനെ, നീ ഇങ്ങനെ ദേഷ്യം പിടിക്കാതെ. നിനക്ക് ദേഷ്യം കാണുമ്പോഴേ ഞങ്ങൾക്ക് ചിരിയാ വരണത്. ചിരിക്കടി, ചിരിക്ക്, ഉറക്കെ ചിരിക്ക്, ഇനിയും ഉറക്കെ ചിരിക്ക്. എന്റെ കൈ എപ്പോഴാ നിങ്ങൾക്ക് മോതക്കിട്ട് കിട്ടാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്ക് ദേഷ്യം പിടിച്ചാലേ ഞാൻ സിംഹമാണ്, സിംഹം. സിംഹോ? അതെടി സിംഹം തന്നെ. നിനക്കെന്താ ഇത്ര പുച്ഛം? നിന്നെ കണ്ടിട്ട് ഒരു എലിയുടെ അത്രയല്ലേ ഉള്ളൂ. ആ, ഞമ്മക്കുണ്ടാകെ പെരാന്ത് പിടിക്കണം കേട്ടോ. നമ്മുടെ ഈ ബാഗിലെ മുളക് പൊടിയുണ്ട്. നിങ്ങൾ അധികം എന്നെ കളിയാക്കി ചിരിച്ചാലേ നമ്മൾ ആ മുളക് പൊടി എടുത്തിട്ട് നിങ്ങളൊക്കെ കണ്ണിൽ വിതറും. പറഞ്ഞില്ലാതെ വേണ്ട. അയ്യോ, മുളക് പൊടിയോ? അതെടി മുളക് പൊടി തന്നെ. നല്ല എരിയണ മുളക് പൊടി. എന്തേ, നമ്മൾ മുളക് പൊടി വിദ്യ പയറ്റണോ? ഏടാ ചതിക്കല്ലേടാ ഉസ്മാനെ, ഞങ്ങൾ തമാശ പറഞ്ഞതല്ലേ. ഞമ്മക്ക് അതൊക്കെ തമാശയായിട്ട് തോന്നിയിട്ടില്ല. ഏടാ ഉസ്മാനെ, സത്യമായിട്ട് തമാശ പറഞ്ഞതാണ്. നീ ഇങ്ങനെ ദേഷ്യം പിടിക്കാതെ. നമ്മൾ ടൂറിന്റെ കാര്യമല്ലേ ചർച്ച ചെയ്തത്? നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം. അതെ അതെ, നല്ലൊരു മൂഡ് കളയണ്ട. അങ്ങനെ മര്യാദയ്ക്ക് വാ. ഇപ്രാവശ്യം നമ്മൾ ക്ഷമിച്ചിരിക്കണം. ആദ്യം കളിച്ചാലുണ്ടല്ലോ നമ്മളെ മുളക് വിദ്യ പയറ്റും. പറഞ്ഞില്ലാന്ന് വേണ്ട. ശരി, ഇനി ഞങ്ങളൊന്നും പറയത്തില്ല. പണ്ടികൾ, ഞാൻ പറഞ്ഞത് വിശ്വസിച്ചെന്ന് തോന്നുന്നു. ശരി, ഇനി നമുക്ക് ടൂറിനെ പറ്റി ചർച്ച ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞോണ്ട് വന്നത് ഇനി നമ്മൾ എവിടെയാ ടൂർ പോകുന്നതെന്നല്ലേ? ഹലോ, നിങ്ങൾ എന്താ 3 പേരും ഒന്നും മനങ്ങാത്തത്? അന്തം വിട്ട കുന്തം പോലെ നിൽക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കേ. നമ്മൾ എവിടെയാ ടൂർ പോകുന്നതെന്ന് ഫിക്സ് ചെയ്തോ? ടൂറ് എനിക്കിഷ്ടം ഏതെങ്കിലും പൂളുള്ള സ്ഥലത്ത് പോകാനാണ്. വെള്ളത്തിൽ കളിക്കാനേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ. എനിക്ക് നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോകാനാണ് ഇഷ്ടം. ഇവിടൊക്കെ ഇപ്പൊ നല്ല ചൂടല്ലേ. അപ്പൊ തണുപ്പുള്ള സ്ഥലത്ത് പോയാലേ കുറച്ച് ആശ്വാസം ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് തണുത്ത സ്ഥലത്ത് പോകാനാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നീ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കാരി കുത്തിരിഞ്ഞോടി. അവിടെ ആകുമ്പോ ഇഷ്ടംപോലെ തണുപ്പുണ്ടാകും.
ചെന്നൈ, ബോംബെ, ഇവിടെ എവിടെയെങ്കിലും ആണോ? ഏയ്, അവിടെയൊന്നുമല്ല. പിന്നെ പിന്നെ എവിടെയാണ് നീ ഉദ്ദേശിക്കുന്നത്? എവിടെയാണെങ്കിലും പറ, നമുക്ക് നോക്കാം. ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒരു ബംഗ്ലാവാണ്. ഈ ബംഗ്ലാവോ? അതെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബംഗ്ലാവാണ്. അതേത് ബംഗ്ലാവാടാ? ഒന്ന് തെളിച്ചു പറ. ഇവിടെ നിന്നും 10-60 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വലിയ കൂറ്റൻ ബംഗ്ലാവുണ്ട്. ആ ബംഗ്ലാവിന്റെ പേരാണ് ഡൊറോത്തി ബംഗ്ലാവ്. ഡൊറോത്തി ബംഗ്ലാവോ? അതെ, ഡൊറോത്തി ബംഗ്ലാവ്. അതെന്തിനാ അവിടേക്ക് പോകുന്നത്? അവിടെ എന്തോന്നാ കാണാനുള്ളത്? ആ ബംഗ്ലാവിന് അതിന് എത്രക്കാരം പ്രത്യേകതയുള്ളത്? അതൊരു പടുകൂറ്റൻ ബംഗ്ലാവാണ്. ആളുകൾ കണ്ടാൽ ഭയപ്പെടുന്ന ബംഗ്ലാവ്. ആ ബംഗ്ലാവിന്റെ ഉള്ളു മുഴുവൻ കൂരിരുട്ടാണ്. അവിടെ പടുകൂറ്റൻ മരങ്ങളുണ്ട്. ആ ബംഗ്ലാവിന്റെ ഉള്ളിൽ ഇഷ്ടം പോലെ റൂമുകളുണ്ട്. അതിലുള്ള ഏതോ ഒരു റൂമിലായിരുന്നു പണ്ട് ഡൊറോത്തി മദാമ മരണപ്പെട്ടത്. ഇപ്പോഴും ആ മദാമയുടെ പ്രേതം അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. നമ്മൾ പറയുന്നത് സത്യമാണ്. പണ്ട് ഒരു മദാമയും സായിപ്പും കൂടെ വന്നതാണ് ഇങ്ങോട്ടേക്ക്. അവർക്ക് ആ നാട് ഒരുപാട് ഇഷ്ടായി. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടായി. അതിലെ ആ മദാമക്കായിരുന്നു സായിപ്പിനേക്കാൾ കൂടുതൽ ഇഷ്ടം. അങ്ങനെ ആ മദാമ സായിപ്പിനോട് പറഞ്ഞതാണത്രേ ആ മദാമക്ക് ഇവിടെ ഒരു വീട് വേണമെന്ന്. എന്നിട്ടോ? ആ, ഇപ്പൊ ഇത്ര കേട്ടാ മതി. ബാക്കി കഥ നമ്മൾ നാളെ പറഞ്ഞു തരാം. ഏടാ ഉസ്മാനെ, നീ മുഴുവനായിട്ടും പറ. ബാക്കി എന്താ സംഭവിച്ചത്? അതല്ലേടി പറഞ്ഞത് ബാക്കി നമ്മൾ നാളെ പറഞ്ഞു തരാമെന്ന്. ഡിമാൻഡ് ആക്കാതെന്ന് വേഗം പറയടാ. ഇല്ല, ഇപ്പൊ ഞമ്മക്ക് പറയാനുള്ള മൂഡ് പോയി. ബാക്കി നമ്മൾ നാളെ പറയൂ. ഏടാ ഉസ്മാനെ, നീ ഒന്ന് വേഗം ആ ഡൊറോത്തി ബംഗ്ലാവിന്റെ കഥ പറഞ്ഞതാ. ഓ, തിരക്ക് കൂട്ടല്ലേ ഇവിടെ, ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. അതെ, ഒരു പടുകൂറ്റൻ ബംഗ്ലാവായിരുന്നു. എടാ ഉസ്മാനെ, നീ ഇന്നലെ തുടങ്ങിയല്ലോ അന്നൊരു പടുകൂറ്റൻ ബംഗ്ലാവ എന്ന് പറയാൻ. അതിന്റെ ബാക്കി കഥ പറ, അതാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. പിങ്കിമോളെ, അധികം ഓവറാക്കല്ലേ നമ്മൾ ആ കഥ പറഞ്ഞു തരത്തില്ല. ഓ, നിന്റെ കഥ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കേൾക്കണ്ട. അല്ലെങ്കിലും ആ കഥ ഞാൻ നിന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പറഞ്ഞു തരുന്നില്ല. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ രണ്ടുപേരും? ഏടാ ഉസ്മാനെ, നിന്നോട് മര്യാദയ്ക്ക് ആ കഥ പറഞ്ഞു തരാൻ പറഞ്ഞത്. നമ്മൾ കഥ പറയണെങ്കിലേ ഇവളോട് ആദ്യം ബായി പൂട്ടാൻ പറ. എടി പിങ്കിമോളെ, നീ ഒന്ന് മിണ്ടാതിരിക്കും, അവൻ ആ കഥ പറയട്ടെ. ഓ, ഞാനൊന്നും മിണ്ടുന്നില്ല, അവനോട് പറയാൻ പറ. ഞാൻ പറഞ്ഞ ഡൊറോത്തി ബംഗ്ലാവില്ലേ, അവിടെ ആ ഡൊറോത്തി മദാമയും അവരുടെ ഭർത്താവും കൂടെ വളരെ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. അവരുടെ കയ്യിൽ ഒരുപാട് കാശുമുണ്ടായിരുന്നു. ആ സായിപ്പും ആ മദാമയും കൂടെ ആ ബംഗ്ലാവ് വാങ്ങുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരാൾ ആ ബംഗ്ലാവിന് നോട്ടമിട്ടിരുന്നു. അതാരാണ്? ഇജ്ജൊന്ന് മിണ്ടാതിരിക്കണ്ട ഇവളെ, നമ്മൾ ഈ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അതിന്റെ മുന്നേ നീ തോക്കിക്കാരി വെടിവെക്കല്ലേ. ഓ സോറി, നീ പറ. അതൊരു ദുഷ്ട മന്ത്രവാദിനിയായിരുന്നു. അയാൾക്ക് ആ ബംഗ്ലാവ് വേണമായിരുന്നു. പക്ഷേ അയാളുടെ കയ്യിൽ ആ ബംഗ്ലാവ് വാങ്ങിക്കാൻ മാത്രമുള്ള കാശുണ്ടായിരുന്നില്ല. ആ ബംഗ്ലാവ് വാങ്ങിക്കാൻ വരുന്നവരെയൊക്കെ ആ മന്ത്രവാദിനി എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കുമായിരുന്നു. പക്ഷേ ഈ സായിപ്പിന്റെയും മദാമയുടെയും കയ്യിൽ ഇഷ്ടംമാതിരി പൈസ ഉള്ളത് കൊണ്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ സായിപ്പും മദാമയും കൂടെ കുറച്ചു കാലം ആ ബംഗ്ലാവിൽ സന്തോഷത്തോടെ താമസിച്ചു. ഒരു ദിവസം ആ സായിപ്പിന് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു ആവശ്യം വന്നു. അയാൾ കുറച്ചു ദിവസത്തേക്ക് അയാളുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ആ ബംഗ്ലാവിൽ ഡൊറോത്തി തനിച്ചായി. ഈ ഒരു അവസരം നോക്കി നിൽക്കുകയായിരുന്നു ആ മന്ത്രവാദി. ഒരു ദിവസം ആ ഡൊറോത്തി കാണാതെ മന്ത്രവാദി ആ ബംഗ്ലാവിന്റെ ഉള്ളിലെത്തി. എന്നിട്ടോ ആ ദുഷ്ടനായ മന്ത്രവാദി ആ ഡൊറോത്തി അറിയാതെ പുറകിൽ പോയി നിന്ന് ഒരു വാളെടുത്ത് ആ ഡൊറോത്തിയുടെ കഴുത്ത് വെട്ടി. എടാ ഉസ്മാനെ, നീ പറഞ്ഞ സത്യമാണോ? അതെടി, നമ്മൾ പറഞ്ഞ സത്യമാണ്. ഡൊറോത്തിയുടെ കഴുത്ത് വെട്ടിയ ശേഷം ആ ബംഗ്ലാവ് മുഴുവൻ ചോര പടർന്നു. എന്നിട്ട് ഈ മന്ത്രവാദി എന്താ ചെയ്തതെന്ന് അറിയോ നിങ്ങൾക്ക്? ഇല്ല, എന്തോന്നാ ചെയ്തത്? ആ മദാമയെ ഒരു വലിയ പെട്ടി
കൊണ്ടുവന്നു ആ പെട്ടിയിലിട്ട് മൂടി. എന്നിട്ട് ആ ബംഗ്ലാവിന്റെ നടുക്ക് ഒരു വലിയ കുഴി കുഴിച്ചു. എന്നിട്ട് ആ പെട്ടിയോടെ ആ മദാമയെ ആ കുഴിയിലിട്ട് മൂടി. ഇതൊന്നും അറിയാതെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ആ സായിപ്പ് തിരിച്ചെത്തി. സായിപ്പ് തിരിച്ചെത്തിയിട്ട് ദൊറോത്തിയെ എല്ലായിടത്തും അന്വേഷിച്ചു. പക്ഷെ എവിടെയും കണ്ടില്ല. അങ്ങനെ സായിപ്പിനാകെ സങ്കടമായി. ദൊറോത്തി മദാമ ഇല്ലാത്ത ആ ബംഗ്ലാവിൽ സായിപ്പിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ആ സായിപ്പ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ആ ബംഗ്ലാവ് തനിച്ചായി. നിറയെ മുറികളും അവിടെയൊക്കെ ആകെ കൂരിരുട്ടും പരന്നു. ചിലന്തി വല പിടിച്ച് അതൊരു പ്രേത ബംഗ്ലാവായി മാറി. അങ്ങനെ കുറെ കാലം ആ ബംഗ്ലാവ് അടച്ചിട്ടു. ആ ബംഗ്ലാവിൽ പിന്നെ ആരും കയറാതെയായി. അങ്ങനെ ആ ബംഗ്ലാവ് ആരും ഉപയോഗിക്കാത്ത അവസ്ഥ വന്നപ്പോൾ ഈ മന്ത്രവാദി അവിടെ താമസം തുടങ്ങി. അയാളുടെ ലോകമായി മാറി പിന്നെ അത്. അങ്ങനെ കുറച്ചു കാലം ആ മന്ത്രവാദി അവിടെ തനിച്ച് താമസിക്കാൻ തുടങ്ങി. കുറച്ചു കാലം മാത്രമേ ആ മന്ത്രവാദി അവിടെ താമസിക്കേണ്ടി വന്നിട്ടുള്ളൂ. അതെന്താടാ? അത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ മന്ത്രവാദിയെ ആരോ അവിടെ കൊന്നിട്ടിട്ടാണ് കണ്ടത്. അങ്ങനെ ആ ബംഗ്ലാവിനെ കൊണ്ട് ആളുകൾക്കൊക്കെ സംശയമായി തുടങ്ങി. ഈ മന്ത്രവാദിയെ ദൊറോത്തി മദാമയുടെ പ്രേതം കൊന്നെന്നാണ് പറയപ്പെടുന്നത്. പ്രേതമോ? അതെ, ദൊറോത്തി മദാമയുടെ പ്രേതം. പിന്നീട് ആ ബംഗ്ലാവിലേക്ക് ആരൊക്കെയോ കയറി ചെന്നു. പക്ഷേ അവരൊക്കെ ആ പ്രേതം കൊന്നു തള്ളി. പോയവരാരും തിരിച്ചു വന്നിട്ടില്ല എന്നാ പറയുന്നത്. ഇവനീ പറയുന്നതൊക്കെ സത്യമാണോ? അതെ, ഇതൊക്കെ പണ്ട് മുതലേ ഉള്ള കഥയാണ്. ആ ദൊറോത്തി ബംഗ്ലാവ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അതിലൂടെ ദൊറോത്തിയുടെ പ്രേതം അലഞ്ഞു നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആരൊക്കെയോ അവിടെ ദൊറോത്തിയുടെ പ്രേതത്തെ കണ്ടിട്ടുണ്ട്. രാത്രി കാലഘട്ടത്തിൽ അതിന്റെ ഉള്ളിലെ ചിലങ്കയുടെ ശബ്ദം കേൾക്കാറുണ്ടത്രേ. പിന്നെ വെള്ള ഉടുപ്പും നീണ്ട മുടിയും വെളുത്ത കണ്ണുമുള്ള ആ ദൊറോത്തിയുടെ പ്രേതം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുമത്രേ. ആ ബംഗ്ലാവിന്റെ ഉള്ളിൽ പ്രത്യേകതരം ഒരു ശബ്ദമുണ്ട്. രാത്രിയാകുമ്പോൾ അവിടെ നിന്നും നായി ഓരിയിടും. പക്ഷികളുടെ ചിറകടി ശബ്ദം കേൾക്കാം. പിന്നെ ആരുടെയോ അട്ടഹാസം കേൾക്കാം. എടാ ഉസ്മാനെ, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് പേടിയാവുന്നു. അതെടാ, മതി മതി, ഞങ്ങൾക്ക് പേടിയാവുന്നു. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ ഒരു ദൊറോത്തി ബംഗ്ലാവിന്റെ കഥ? ആ, ഈ കഥയൊക്കെ നമുക്ക് ആദ്യം അറിയാം. ഈ ബംഗ്ലാവ് കാണാൻ പോകണമെന്നാ ഞാൻ പറയുന്നത്. എന്ത്? ഈ ബംഗ്ലാവ് കാണണമെന്നോ? നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോ? അതെ, അവിടെ എങ്ങാൻ നമ്മൾ പോയാൽ നമ്മുടെ പൊടി പോലും ബാക്കി ഉണ്ടാവത്തില്ല. ആ പ്രേത ബംഗ്ലാവിൽ പോയിട്ട് നമ്മൾ എന്തോന്ന് കാണാനാ? ദൊറോത്തിയുടെ പ്രേതത്തെയോ? നിനക്ക് അവിടെ എന്തോന്നാ കാണാനുള്ളത്? നമുക്ക് ഭയങ്കര ധൈര്യ. നമുക്ക് ആ ബംഗ്ലാവ് ഒന്ന് കാണാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. ഭയങ്കര ധൈര്യം തന്നെ. ഇവിടെ നിന്ന് തന്നെ ഒരു പട്ടി ഓരിയിട്ടാൽ നിക്കറിൽ മുള്ളുന്ന നീയാണ് അങ്ങ് ദൊറോത്തി ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പോകുന്നത്. അവനും അവന്റെ ഒരു ദൊറോത്തി ബംഗ്ലാവും. ആ, നിങ്ങൾ വരണില്ലെങ്കിൽ വരണ്ട, നമ്മളെ ഒറ്റയ്ക്ക് പോയിക്കോളാം. എവിടെ? ആ ബംഗ്ലാവിലേക്കോ? നീ ഒലക്ക പോകും. ഒലക്കയല്ല, ഒരള്. നമ്മള് പോയിക്കോളാം. വെറുതെ പുളുവടിക്കല്ലേ എടാ പുളുവടി ഉസ്മാനെ. മര്യാദയ്ക്ക് നമുക്ക് നമ്മുടെ അമ്മമാർ പറഞ്ഞ സ്ഥലത്ത് പോകാൻ ടൂറ്, അല്ലാതെ ഒരു ബംഗ്ലാവിലേക്കും പോകണ്ട. എന്താ നിങ്ങളുടെ അഭിപ്രായം? അത് തന്നെ ഞങ്ങളുടെയും അഭിപ്രായം. എടാ ഉസ്മാനെ, നീ ഞങ്ങളുടെ കൂടെ ടൂറ് വരുന്നില്ലേ? അതോ നീ ദൊറോത്തി ബംഗ്ലാവ് കാണാനാണോ പോകുന്നത്? അത് പിന്നെ നിങ്ങളുടെ കൂടെ വരാണ്ട് പിന്നെ ഞാൻ എവിടെ പോകാനാ? ഞാനും നിങ്ങളുടെ കൂടെ തന്നെയാ വരുന്നത്. സത്യം പറയടാ ഉസ്മാനെ, നീ പറഞ്ഞതൊക്കെ സത്യമായ കാര്യമാണോ? എടി, ഇതൊക്കെ സത്യം തന്നെയാണ്. എന്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞ കഥയാണ് ഇതൊക്കെ. അവൻ ഈ ദൊറോത്തി ബംഗ്ലാവ് കണ്ടിട്ടുണ്ടത്രേ. ഓ, നിന്റെ ഫ്രണ്ട് അല്ലേ? അപ്പൊ നിന്നെ പോലെ തന്നെ പുളുവടിയുള്ള ആരെങ്കിലും ആയിരിക്കും അത്. അതെ അതെ, അല്ലാതെ ഇക്കാലത്ത് എവിടെയാ പ്രേതവും ഭൂതമൊക്കെ ഉള്ളത്? അവനും അവന്റെ ഒരു ദൊറോത്തി പ്രേതവും. ഇനി മേലാൽ ഇങ്ങനത്തെ ഓരോ പുളുവടി കൊണ്ട് നീ അത് ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഞങ്ങളുടെ കൂടെ നിന്നെ കൂട്ടുകൂട്ടില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട. വാടി കുഞ്ഞാവേ, നമുക്ക് നാളത്തെ ടൂറിനുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യേണ്ടതല്ലേ? അതെ അതെ, ഇവന്റെ കഥയും കേട്ട് നിന്നാലേ അതൊന്നും നടക്കത്തില്ല. നീ നടക്ക്, അങ്ങോട്ട് മാറി നിക്കടാ. എടാ സായിപ്പേ, നിന്നോടാ പറഞ്ഞത് അങ്ങോട്ട് മാറി നിൽക്കാൻ. അല്ലോ, എടി പിങ്കി മോളെ, കുഞ്ഞാവേ, എന്നെ കൂട്ടാതെ പോകാതെ, ഞാനും വരുന്നുണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ട്
ഡൊറോത്തിയും പിടിച്ചു കൊണ്ടുപോകും. അല്ലോ, ഡൊറോത്തിയോ? അയ്യോ, പ്രേതം, പ്രേതം. അയ്യോ, എന്നെ രക്ഷിക്ക്, പ്രേതം, പ്രേതം. എടി കുഞ്ഞാവേ, നീ എന്തൊക്കെയാ പറയണത്? ആ, പ്രേതം എന്നെ പിടിച്ചേ. എടി കുഞ്ഞാവേ, ഇത് പ്രേതമല്ല, ഞാനാ. നീ എന്താ വല്ല സ്വപ്നവും കണ്ടോ? കണ്ടു, കണ്ടു, കണ്ടില്ല. എന്തോ നെടീതി, നീ എന്താ വല്ല പാട്ടും പാടി കളിക്കുകയാണോ? കണ്ടു, കണ്ടു, കണ്ടില്ല എന്ന് പറഞ്ഞേ. അതല്ലടി, ഇവിടെ ഇപ്പൊ ഒരു പ്രേതം വന്നു. ഞാൻ അതിനെ കണ്ടു, പക്ഷെ പിന്നെ അതിനെ എവിടെയും കണ്ടില്ല. പ്രേതമല്ല ഉള്ളത്, ഭൂതമാ. അവൾ ഉറക്കത്തോരോ സ്വപ്നം കണ്ടിട്ട് പിച്ചും പൈയും പറഞ്ഞ് നടക്കുന്നു, വെറുതെ ബാക്കിയുള്ളവരുടെ ഉറക്കം കൂടെ ഇല്ലാതാക്കാൻ. അതല്ലടി, സത്യമായിട്ട് ഞാൻ ഇവിടെ ഒരു പ്രേതത്തെ കണ്ടതുപോലെ തോന്നി. ഡൊറോത്തി മദാമിയുടെ പ്രേതമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓ, അപ്പൊ അതാണ് കാര്യമല്ലേ? നീ ആ ഉസ്മാൻ പറഞ്ഞ കഥയെ വിശ്വസിച്ചിട്ട് അത് ആലോചിച്ചിട്ട് കിടന്നിട്ടാ? അതല്ല കുഞ്ഞാറ്റെ, ഡൊറോത്തിയുടെ പ്രേതം എന്റെ രക്തം കുടിക്കാൻ ഇവിടെ വന്നതുപോലെ എനിക്ക് തോന്നി. സത്യമായിട്ടും അതെന്റെ രക്തം കുടിക്കാൻ വന്നത് തന്നെയാ. എന്നിട്ട് എന്റെ നീ അതിന് രക്തം കൊടുക്കാതിരുന്നത്? നിനക്ക് കുറച്ച് രക്തം കൊടുക്കാമായിരുന്നോ? നിന്റെ കഴുത്തിലും കാതിലും ഒക്കെ ഇഷ്ടം പോലെ രക്തമില്ലേ? കുറച്ച് അതിന്റെ ദാഹം മാറാൻ നിനക്ക് കൊടുത്തുകൂടായിരുന്നോ? കുഞ്ഞാറ്റെ, നീ എന്തൊക്കെയാ പറയണത്? ഞാനാണ് എന്തൊക്കെയാ പറയണത്? നീ അല്ലേ പിച്ചും പയ്യും പറയണത്? അവിടെ പ്രേതത്തെ കണ്ടുപോലും, പ്രേതത്തെ. അല്ലെങ്കിലും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഉസ്മാൻ ഇട്ട രണ്ട് തല്ല് കൊള്ളേണ്ടത്. അവനും അവന്റെ ഒരു ഡൊറോത്തി മദാമയും. മര്യാദയ്ക്ക് നിന്നോട് കിടന്നുറങ്ങാൻ പറഞ്ഞത്. നാളെ നമുക്ക് ട്രിപ്പ് പോകേണ്ടതല്ലേ? അമ്മ പറഞ്ഞില്ലേ രാവിലെ എഴുന്നേൽക്കണമെന്ന്? നമ്മുടെ പാക്കിംഗ് ഒന്നും അതും കഴിഞ്ഞിട്ടില്ല. നല്ലതുപോലെ ഉറങ്ങിയാൽ മാത്രമേ ട്രിപ്പിനൊക്കെ ഒരു സുഖമുണ്ടാകൂ. നിന്നോടാ പറഞ്ഞത് കിടന്നുറങ്ങാൻ. ഏടി കുഞ്ഞാറ്റെ, എന്നാൽ നീ എന്റെ കൂടെ കിടക്കുമോ? ഓ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. നിന്റെ കൂടെ അല്ലാതെ പിന്നെ ഞാൻ എവിടെയാ കിടക്കുന്നത്? വേണമെങ്കിൽ വന്ന് കിടന്നോ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ആഹാ, അത് ശരി. അമ്മയുടെ ട്രിപ്പിന്റെ കാര്യം മറന്നുപോയോ? ട്രിപ്പ് പോകണ്ടേ നമുക്ക്? അമ്മ ഇതുവരെ പോകാൻ റെഡിയായില്ലല്ലോ. അയ്യോ, കൊച്ചമ്പ്രാട്ടിയുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? എന്നോട് റെഡിയായിക്കെന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? പോകുമ്പോൾ എടുക്കേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ? അതൊക്കെ അമ്മയല്ലേ പാക്ക് ചെയ്യേണ്ടത്? എല്ലാ പണിയും കൂടെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നെ സഹായിച്ചാൽ എന്താ? നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ പാക്ക് ചെയ്ത് വെച്ചുകൂടെ? അമ്മ, അതൊക്കെ ഞങ്ങൾ എപ്പോഴേ പാക്ക് ചെയ്ത് വെച്ചു. കമലാന്റിയോ സൈനമയോ ഒക്കെ റെഡി ആയിട്ടുണ്ടാകും. ഈ അമ്മ മാത്രം ഇവിടെ നിന്ന് ആലോചിച്ച് കുത്തിരിക്കുക. ഓ, ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞപ്പോ രണ്ടുപേർക്കും എന്താ ആവേശം? നിങ്ങളുടെ ഈ ഒരു ആവേശമൊന്നും സ്കൂളിലേക്ക് പോകുമ്പോഴും ട്യൂഷന് പോകുമ്പോഴൊന്നും കാണുന്നില്ലല്ലോ. അമ്മ, സ്കൂളെന്നൊന്നും പറഞ്ഞ് ഇപ്പൊ വെറുപ്പിക്കല്ലേ? ആ, മതി മതി. എന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാ ഞാൻ ഇവിടെ വന്നിരിക്കണത്. നിങ്ങളുടെ കുളിയും കൂടെ കഴിഞ്ഞാ മതി. നമ്മൾ എവിടേക്ക് പോകുന്നെന്ന് തീരുമാനിച്ചമ്മ? കുറെയൊക്കെ തീരുമാനിച്ചു. എവിടേക്കാ? നമ്മളെ മൂന്നാറിലേക്കാണ് പോകുന്നത്. മൂന്നാറിലേക്കോ? അവിടെ പോളി സ്ഥലമല്ലേ? ജോളി. എടി കുഞ്ഞാറ്റെ, കുഞ്ഞാവേ, നിങ്ങൾക്ക് കാര്യം അറിയോ? നമ്മൾ എവിടെയാ ട്രിപ്പ് പോകുന്നതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അമ്മ ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മളെ മുന്നാറിലേക്കാണ് പോകുന്നത്. അതെ, ഈ മുന്നാറ് സൂപ്പർ സ്ഥലമല്ലേ? സൂപ്പർ സ്ഥലമല്ലേന്നോ? പൊള്ളി സ്ഥലമാണ് അവിടെ. ഇജ്ജ് കാണേണ്ടത് ഇവിടെ അവിടൊക്കെ അതിമനോഹരമായ സ്ഥലമാണ് അവിടെ. അതിന് നീ ഇതിനു മുമ്പ് അവിടെ കണ്ടിട്ടുണ്ടോ? അത് പിന്നെ അതില്ല. പിന്നെ അത് അതിമനോഹരമായ സ്ഥലമാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? എടി പിങ്കി മോളെ, കഥയിൽ ചോദ്യമില്ല, അല്ലെങ്കിൽ നിനക്ക് ചോദ്യങ്ങൾ കുറച്ച് കൂടുതലാണ്. അത് അതിമനോഹരമായ സ്ഥലമാണെന്ന് എനിക്കറിയാം. മക്കളെ, കമലെ സൈന്യൊക്കെ പോകാൻ റെഡിയായോ? മമ്മി പോകാൻ റെഡിയായല്ലോ സുമേന്റി. മമ്മിയുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളെ ഉമ്മച്ചിയുടെ ഒരുക്കം കഴിഞ്ഞു. അതെന്താ പാത്തുമ്മ വരുന്നില്ലേ? ബെല്ലിമ്മയുടെ ഒരുക്കം എപ്പോഴേ കഴിഞ്ഞു. കണ്ടോ കണ്ടോ അമ്മ, ഇവരുടെ ഒക്കെ ഒരുക്കം കഴിഞ്ഞു. അമ്മ ഇവിടെ നിന്ന് എന്തോന്ന് ആലോചിക്കുക? ഒന്ന് വേഗം പോയി റെഡിയാവമ്മ. ഓ ശരി മക്കളെ, നിങ്ങളും പോയി വേഗം റെഡിയായിക്കോ. നമുക്ക് പോകാനുള്ള വണ്ടിയെ 3 മണിക്ക് വരും. അപ്പോഴത്തേക്കും എല്ലാവരും പോയി സുന്ദരി കുട്ടികളായിട്ട് വാ. നമുക്ക് 2 ദിവസം അടിച്ചു പൊളിക്കാന്നേ. ഓക്കെ സുമേന്റി. എനിക്ക് മൂന്നാറിന് കേൾക്കുമ്പോൾ ശരീരമൊക്കെ തണുക്കുന്നു. അവിടെ ഒക്കെ ഇപ്പൊ നല്ല തണുപ്പായിരിക്കും. നമ്മളടുത്ത് ഒരു കൂട്ടം സെറ്റ് ഉണ്ട്, നമ്മൾ അത് എടുക്കും പോകുമ്പോ.
ഓ നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഉണ്ട് സെറ്റർ. വലിയ കാര്യായിപ്പോയി. ഇതൊന്ന് പോകണ്ട ഇവിടെ എവിടുന്ന്. നീ എന്തിനാണ് ഉസ്മാനെ എപ്പം നോക്കിയാലും എന്നോട് ഇങ്ങനെ തല്ലു പിടിക്കണത്? എന്റെ മോന്ത കാണുമ്പോഴേ തല്ലു പിടിക്കാനല്ല തോന്നുന്നത്, ഒരു തല്ലങ്ങട് തരാനാ. ദേ, ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരുടെയും വഴക്ക്? നിങ്ങളോടാ മര്യാദയ്ക്ക് പോയിട്ട് റെഡിയാവാൻ പറഞ്ഞത്. ഞമ്മള് പോന്നാ റെഡിയാവാൻ. എടാ ഉസ്മാനെ പോകല്ലേ, ഞാനും വരുന്നുണ്ട്. നീ എന്തിനാടി അവരോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞത്? ഇതൊക്കെ എന്റെ ഒരു ട്രിക്ക് അല്ലേ, എങ്കിലേ അവര് പോയിട്ട് വേഗം റെഡിയാവത്തുള്ളൂ. ഹോ അതാണോ? വാടി കുഞ്ഞാവേ, നമുക്കും പോയി റെഡിയാവാം.